ലൂക്കോസിന്റെ സുവിശേഷം The Gospel of Luke, 3-ാം അധ്യായം 38-ാം വാക്യം. 3rd chapter and 38th verse. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ആദാം ദൈവത്തിന്റെ മകൻ. Here we can read Adam is the son of God. വായിച്ച വാക്യം ഒന്ന്. ആദാം ദൈവത്തിന്റെ മകൻ. Adam was the son of വളരെ God. അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമാണ് കാണുന്നത്. It is a very blessed experience. യേശുക്രിസ്തു ജനിച്ചപ്പോൾ പോലും, Even Jesus was born, യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ യേശുക്രിസ്തു ദൈവത്തിന്റെ മകനാണെന്ന് അവിടെ കാണുന്നില്ല. we cannot see that Jesus in the genealogy of the Jesus he is the son of God. യേശു തന്നെ പറയുന്നത് ഞാൻ മനുഷ്യപുത്രൻ എന്നാണ് യേശു സംബോധന ചെയ്തത്. Jesus himself says that I am the son of man. ആദാം ദൈവത്തിന്റെ പുത്രൻ, യേശുക്രിസ്തു മനുഷ്യപുത്രൻ. Adam was the son of God and Jesus is the son of man. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ തേജസ്സിന്റെ പുത്രന്മാർ പ്രാപിക്കാൻ പോകുന്ന സൗഭാഗ്യം, ഇതാണ് ഇന്നത്തെ വിഷയത്തെ. So today's topic is the sons of glory. പലപ്പോഴും Many പല times ആളുകളും എന്നോടും ഒക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, many people used to call me, ask me, നമ്മൾ ഈ ദൈവത്തെക്കുറിച്ചുള്ള ബന്ധവും ദൈവം തരുന്ന ദർശനവും ദൈവം സംസാരിക്കുന്നതും നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവം പറയുന്നതൊക്കെ കേൾക്കുമ്പോഴേ, when we hear about the relationship with the God and the vision from the God and the prophecy from the God, പല ആളുകളും, അതായത് വിശ്വാസികൾ എന്നുള്ളതല്ല, വെളിയിലുള്ള ആളുകളും പറയുന്നുണ്ട്, many outsiders even, ബ്രദറെ ഇങ്ങനെ ഇത് പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, we are very much desire these experiences, what we have to do to get these ദൈവത്തോട് experiences. സംസാരിക്കാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമുണ്ട്, We are very much interested to speak with God. ദൈവ സാന്നിധ്യമൊക്കെ അനുഭവിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഇതെല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. We desire to be with the God in the presence of the God. ചില ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്തേതരായ മനുഷ്യരും, Some Christian peoples as well as the Hindu brothers, നോൺ ക്രിസ്ത്യൻസ്, non-Christians, ക്രിസ്തേതരർ, അതായത് ക്രിസ്ത്യാനികളല്ലാത്തവർ, the non-Christians and the Hindu brothers, അവർ ചില സമയത്ത് സുവിശേഷം അറിയിക്കാൻ പോകുമ്പം, when sometimes when we go to preach the ചില gospel, സമയത്ത് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് when we travel sometime, ചിലർ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, when we get close to them, they used to ഞങ്ങൾ say, ദൈവത്തെ അന്വേഷിച്ചാ പോകുന്നേ, we inquire about the God. മല ചവിട്ടിയും എത്രയോ കാടിലും മലയിലും മുള്ളും ചവിട്ടി പോകുന്ന മനുഷ്യരുണ്ട്. Through the forest and through the mountain, many people do the pilgrimage. ക്രിസ്ത്യാനികളും അങ്ങനെ പോകുന്നുണ്ട്. Even the Christians also go the മലയാറ്റൂർ pilgrimage. മലയിൽ വലിയ കുരിശും തടി ചുമന്നുകൊണ്ട് പോകുന്നുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. The many people goes to Malayatur mountain with a pilgrimage. കഴിഞ്ഞ നാളുകളിൽ ഒരു സമയത്തിൽ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ, A businessman from Bangalore, recent times, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, to please God, ദൈവമായിട്ടുള്ള സംസർഗം പ്രാപിക്കുന്നതിന് വേണ്ടി, to get the relationship with the God, അദ്ദേഹം തൻ്റെ തൂക്കത്തിനൊത്തോണം സ്വർണം ഒരു ക്ഷേത്രത്തിൽ കൊടുത്തുന്നതാണ്. he has offered a gold which weighs to his weight. അതിൽ 2-3 കിലോ കുറഞ്ഞു, തൂക്കം വന്നപ്പോൾ കുറഞ്ഞു. When 2 or 3 kilograms was short in that, ആ പണം ഉടനെ പ്ലെയിനിൽ കൊടുത്തുവിടാൻ പറഞ്ഞ്, and he asked that remaining money by the flight, ചാർട്ടർ പ്ലെയിനിൽ കൊടുത്തുവിട്ടെന്നാ പറഞ്ഞത്. they have given this money, send the money to the charter flight. ദൈവത്തോട് ഭക്തിയും വിശ്വാസമുള്ള മനുഷ്യരുണ്ട്. That much he has got a devotion with the God. പക്ഷെ എങ്കിലും അവർക്ക് ദൈവത്തെ രുചിക്കാനും ദൈവത്തെ ആസ്വദിക്കാനും അനുഭവിക്കാൻ കഴിയുന്നില്ല. Still they cannot even experience or taste the God. എന്താണ് അതിന്റെ കാരണം? What is the reason? അതേസമയം The same time, നമുക്കറിയാം, പെന്തിക്കോസ്റ്റുകാരായ നമ്മുടെ ജീവിതത്തിൽ in our life as a Pentecostal people, ആരംഭ സമയങ്ങളൊക്കെ നോക്കുമ്പോഴേ, in the early days, യാതൊരു വിധമായ യോഗ്യത അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ കുടുംബശ്രേഷ്ഠതയോ നിറവോ കളറോ ഒന്നും ഇല്ലാത്ത മനുഷ്യര് we don't have any worthiness in the education, ദൈവത്തിൽ സന്തോഷിക്കുന്നതായ അനുഭവങ്ങൾ, where we get experience of joyous in the God. ദൈവികമായ സത്യങ്ങളുടെ മർമ്മങ്ങൾ അവർ വെളിപ്പെടുത്തി കൊടുക്കുന്നു. We get the mysteries of the word of God. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒഴുക്ക് ഏതാണ്? ദൈവത്തിന്റെ ആ നാമം പകർന്ന തൈലം പോലെ നിന്റെ നാമം എന്ന് പറഞ്ഞ പോലെ, The flow from their heart is like the ointment which is poured. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യ ദൈവത്തെ സാക്ഷിക്കുന്നത്, If the peoples who are illiterate, when they testify God, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും നമ്മൾ അനുഭവിക്കുകയും ചെയ്യുന്നതാണ്. we all experience this and seeing these things. കോട്ടയത്ത് കഞ്ഞിക്കുഴി ഞാൻ ഒരു ദിവസം നിൽക്കുമ്പോഴേ, When I was in Kanyakudi in Kottayam, നമ്മുടെ 2 അച്ചായന്മാര്, 2 achayans, നല്ല കറുത്ത് കരിമാക്കന്മാരെ പോലെ 2 അച്ചായന്മാരാണ്. they are very dark color, complexion, നല്ല ഇത് പ്രായമുണ്ട്, very aged as well. പാസ്റ്റർ ഡോൺ വരുന്നെന്ന് ഇവര് കേട്ടു. And they heard that Pastor Don is coming. ഇവർക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. They know only Malayalam. അപ്പൊ ഞാൻ അപ്പുറത്ത് നിൽക്കുക. I was just waiting that side. എന്നോട് ഞാൻ ഞങ്ങൾ ഡോൺ അപ്പച്ചനെ കാണാൻ പോവാന്ന് പറഞ്ഞു. We are going to meet Pastor Don. അപ്പച്ചനെ ഒന്ന് പരിചയപ്പെടണം. We want to close him. പാസ്റ്റർ ഡോൺ ഇംഗ്ലീഷല്ലേ അറിയത്തുള്ളൂ. Pastor Don only knew English. അപ്പൊ ഇവര് 2 പേരും ആ ഗേറ്റിന്റെ ഇപ്പുറത്തോട്ട് മാറി ഒതുങ്ങി നിൽക്കുക. They were standing behind the gate. പാസ്റ്റർ ഡോണെ കണ്ടപ്പോൾ ഇവർക്ക് ചെന്ന്
അടുത്തെല്ലാം ഒരു പേടി. When they seen Pastor Don, they got afraid to go close with him. പക്ഷെ കാറിലിരുന്നു കൊണ്ട് പാസ്റ്റർ ഡോൺ ഇവരുടെ മനസ്സ് വായിച്ചെടുത്തു. നോക്കണം, By sitting in the car, Pastor Don has read കാർ their mind. നിർത്തി എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ പാസ്റ്റർ ഡോൺ ചാടി ഇറങ്ങിയിട്ട് ഈ അപ്പച്ചന്മാരുടെ അടുത്തേക്ക് ചെന്നു. Before stopping the car, just jumped out of the car. എന്റെ Pastor പൊന്നേ, Don went to പിന്നെ this നടന്ന church. സംഭവം This experience, 3 പേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആത്മാവ് നിറയാൻ തുടങ്ങിയിട്ട് all these 3 peoples got together and anointed. എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് അവർ ആത്മാവിൽ കെട്ടിപ്പിടിച്ച് നിറഞ്ഞുകൊണ്ടിരുന്നു. 20 minutes they were in the anointing. വർഷങ്ങളോളം കാണാതിരുന്ന പ്രിയ ആത്മമിത്രങ്ങളെ കണ്ട സന്തോഷത്തിലാണ് പാസ്റ്റർ ഡോണും ഈ അപ്പച്ചന്മാരും. They met in the experience like they have been close many years. കണ്ടു നിന്ന ഞങ്ങളെല്ലാവരും ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ തുടങ്ങി. We all felt the presence of God. പാസ്റ്റർ ഇംഗ്ലീഷിൽ പറയുന്നു, ഇവർ മലയാളത്തിൽ പോയി. രണ്ടുപേർക്ക് മനസ്സിലാവുന്നതാ രസം. Pastor spoke in English and these people ഒരു spoke in 20 Malayalam. മിനിറ്റ് അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നു. And there was a big communication going on between them. ആ കൺവെൻഷന്റെ അന്തരീക്ഷമേ മാറി. നോക്കണം, The whole experience of the convention has changed. അപ്പൊ ഇവിടെ കളറും വിദ്യാഭ്യാസവും സംസ്കാരവും ഒന്നും അല്ല വിഷയം. Here there is no color or ദൈവ education. സാന്നിധ്യം പകർന്നുകൊണ്ടേ. It is the presence of God. നമുക്കൊരു യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തില് In Isaiah 6, വായിക്കണ്ട, അവിടെ യെശയ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ, we can see a prophet Isaiah, നിങ്ങൾ പറയുന്ന പോലെ എന്നെ പോലെ ഒരു പ്രവാചകനാണ്. a prophet like me. കാരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ കുറ്റങ്ങൾ എടുത്തു പറയുന്ന ഒരു പാർട്ടിയാണല്ലോ. He is the ഞാനും അങ്ങനെ ഒരു പാർട്ടിയാണല്ലോ. അതാ He is a person pointing many faults like me. ഇപ്പൊ കുറവുണ്ടെന്നാ കേട്ടോ. Now he has reduced much. അപ്പൊ യെശയ്യാവും ആ കാലത്തില് In the Isaiah at that time, കണ്ടമാനം കുറ്റം പറയും അധികാരിയെ. he used to blame the others, the powers. ഉസിയാവിനെ കാണുമ്പോഴേ പുള്ളിക്ക് പ്രവചനം വരും. When they see the kings, they used to blame them. ഉസിയാ രാജാവിനെ കാണുമ്പോഴേ പുള്ളിക്ക് പ്രവചനം When വരും. you see the king Uzziah, he used to blame him. ഉസിയാവ് ഞാൻ എല്ലാവർക്കും മേലാണെന്നും ഞാനാണ് രാജാവും ദൈവം എന്നുള്ള കാഴ്ചപ്പാടാണ് ഉസിയാവ് പോയിക്കൊണ്ടിരിക്കുന്നത്. Uzziah has a vision that I am above all. അവൻ എന്ത് അന്യായങ്ങൾ ചെയ്യാനും അവന് മടിയില്ല. Whatever the evil things that he can do. പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ പോലും ധൂപക്കുറ്റി എടുത്ത് അവൻ ആലയത്തിൽ കയറി വീശാനുള്ള ധൈര്യം പോലും ഉണ്ടായി. He can do the ministry of the priests. പക്ഷേ അവൻ അടികിട്ടി കുഷ്ഠരോഗിയായി പിന്നീട് മരിക്കുകയും ചെയ്തു. And he became leper and died. അപ്പൊ 6-ാം അധ്യായത്തിൽ ഉസിയാവ് രാജാവ് മരിച്ച ആണ്ടിൽ In the year when the Uzziah died, എന്താ സംഭവിച്ചേ? what happened? പെട്ടെന്ന് അവൻ കാണുന്നത്, Suddenly he saw, അപ്പൊ ഈ ഉസിയാവിന്റെ കാലയളവിൽ ഇവൻ പ്രവചിച്ചത് മുഴുവനും നെഗറ്റീവ് സെൻസസിലാണ് പ്രവചിച്ചുകൊണ്ടിരുന്നത്. during the time of Uzziah, he prophesied only the negative things. നിന്നെയെല്ലാം തകർത്ത് കളയും, കൊന്നുകളയും, നിന്നെയൊക്കെ അങ്ങനെ ചെയ്ത് കളയും, ഇങ്ങനെ ചെയ്ത് കളയും, മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കട്ടികൂടിയ നോൺ ഫ്ലവറി വേർഡ്സസ് ഒക്കെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. He used to use a hard words like to repent and I will destroy you, otherwise I'll kill you. അതെ, So on. യെശയ്യാവിന്റെ കുറ്റമല്ല, It is not the mistake of Isaiah. പ്രവാചകന്മാർക്കുള്ള അഭിഷേകം അതാണ്. It is the anointing of the prophets. നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോഴേ When we read the word of God, മെയിൻ ശുശ്രൂഷക്കാരില് in the ministry, in the main ministry, 5 വിധമായ ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട്. we can see 5 officers. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ Ephesians 4:12, അവിടെ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേശകന്മാർ, സുവിശേഷകർ, ഇടയന്മാർ. then we can see apostles, prophets, evangelists, pastors and അത് teachers. സുവിശേഷകർ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യും? അവർ ആത്മാക്കളെ തേടി ഇങ്ങനെ അറിഞ്ഞു നടന്നുകൊണ്ടിരിക്കും. Evangelists go behind the souls. സുവിശേഷത്തിന്റെ ആത്മാവ് എനിക്കുണ്ട്. I also got the spirit of gospel. നമുക്കറിയാം, ജയ്ബോയ് പാസ്റ്റർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് വിളിക്കാൻ സഭയെക്കാളും ശ്രദ്ധിക്കുന്ന പുതിയ ആത്മാക്കളെയാണ്. When JB Pastor was here, we know that he gave അതിനുവേണ്ടി importance to എന്ത് the അറിഞ്ഞ് souls. കഷ്ടപ്പെടാനും താൻ തയ്യാറാണ്. To great extent he used to suffer. സുവിശേഷകരുടെ ആത്മാവ് അങ്ങനെയാണ്. This is a spirit of evangelists. ഒരു ആത്മാവിനെ കിട്ടുന്നതിന് വേണ്ടി എന്ത് കഷ്ടവും നഷ്ടവും സഹിക്കാൻ അവർ തയ്യാറാണ്. They suffer to get a soul. എന്നാൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം But for us prophets, ക്രിസ്തുവിനെ കുറിച്ചൊരു വലിയ വെളിപ്പാട് അവർക്കുണ്ട്. they have a big revelation about the Christ, അപ്പോസ്തലന്മാർക്കും ഉണ്ട്. like apostles do. അവരിൽ നിന്ന് ഒരു പരിധിവരെയും കേട്ട് മനസ്സിലാക്കിയിട്ടാണ് മറ്റു പല ശുശ്രൂഷകരും ഈ കാര്യം പഠിപ്പിക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. Other ministers used to hear this mystery from the apostles and they teach. അപ്പൊ ഈ പ്രവാചകൻ ആഴത്തിലേക്ക് അവരുടെ ആത്മാവ് ഇറങ്ങിച്ചെല്ലും. The prophet spirit goes into deep. മനുഷ്യന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ വ്യവസ്ഥ ഒളുങ്കീനമായ കാര്യങ്ങളെയും എടുത്ത് വെളിയിൽ കൊണ്ടിരുന്നത് പ്രവാചകന്റെ ഒരു ആത്മാവാണ്. The spirit of prophets bring out everything in the depth of the heart of the man. അതും പ്രവാചകന്മാരിൽ തന്നെ വെറൈറ്റി വ്യത്യാസമുള്ളവരുണ്ട്. There are different varieties of prophets. യെശയ്യാവിനെ പോലല്ല, ഇരമ്യാവിന്റെ വാക്കുകൾക്ക് ഭയങ്കര കട്ടിയാണ്. അത് സഹിക്കാൻ വയ്യാത്ത വാക്കുകളാണ് ഇരമ്യാവിന്റെ വായിൽ വരുന്നത്. The words of Jeremiah the prophet is very hard. കാരണം Reason യെശയ്യാവിന്റെ കാലത്തെക്കാളും ജനം
അല്ലെങ്കിൽ നേതൃസ്ഥാനം വളരെ വർഷത്തിലേക്ക് പോയപ്പോൾ During the time of Jeremiah was very worse than the time of Isaiah. ജെസയമല്ല അധികാരികൾ രാജാക്കന്മാരും ജനങ്ങളും വലിയ ദുഷ്ടതയിലേക്ക് പോയി. The officers and the leaders of that time, they went into wicked. അപ്പോൾ എന്താ സംഭവിച്ചത്? What happened that time? അതിനേറ്റതായ പ്രവചനങ്ങൾ. That kind of prophecy. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പിള്ളേർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ When our children do some mistakes, മോനെ അങ്ങനെ ചെയ്യുമെന്ന് പറയും. we used to tell them that പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ when they repeat the same mistakes, പിന്നെ ഇതൊക്കെ ഉപയോഗിക്കും. what they will do? ഈ കുരുത്തം കെട്ടവൻ ഇല്ലയോ, We will scold them very harshly. പിന്നെ പറയുന്ന അവരവരുടെ അവനെ ആ വിഷയം വെളിപ്പെടുത്താൻ തക്കവണ്ണുള്ള വാക്കുകൾ ഉപയോഗിച്ച് അവനെ തിരുത്താൻ നോക്കും. Then we will try to use more hard words. ഇതാണ് ചില സമയത്തിൽ ദൈവം നമ്മളെയും അനുവദിക്കുന്നത്. This is what God allows sometimes. അപ്പൊ അങ്ങനെ പ്രവാചകന്മാരെ സംബന്ധിച്ചിടത്തോളം Like in the prophet's time, ഈ ആഴത്തിലേക്ക് അവർ ഇറങ്ങി ചെല്ലും. they go deep in അന്തർമന്ദിരത്തിലേക്ക് ചെല്ലും. they go to the deep, പുറമേ ഉള്ളതല്ല. not external things. അതുകൊണ്ടാണ് അത് തികഞ്ഞെടുക്കും. They take out from the എസെക്കിയാവിന്റെ കാലത്തിൽ in the time of Ezekiel, അവർ ആലയത്തെ ശുദ്ധീകരിക്കാൻ ചെന്നപ്പോൾ when they went to clean the temple, എസെക്കിയേൽ 2 ദിനവൃത്താന്തം 28-27 അധ്യായത്തിലൊക്കെ വായിക്കുമ്പോഴേ 2 Chronicles 27-28 we read, എസെക്കിയാവിന്റെ കാലത്തിൽ ശുദ്ധീകരിക്കാൻ പോകുമ്പോൾ the time of King Ezekiel, when they went to clean the ഇതുവരെയും temple, ആലയത്തിന്റെ പുറം അല്ലെങ്കിൽ കാണുന്നതെല്ലാം ശുദ്ധീകരിക്കുമായിരുന്നു. they used to clean the outer surface of the temple എന്നാൽ previously. എസെക്കിയാവിന്റെ കാലത്ത് പുരോഹിതന്മാർ പോയി But in the time of Ezekiel, the prophets went, ഇൻവേർഡ് പാർട്സ് ഓഫ് ദി ടെമ്പിൾ എന്നാണ്, അല്ലെങ്കിൽ അതിന്റെ അന്തർമന്ദിരത്തിലേക്ക് അകത്തെ ആലയത്തിലേക്ക് അകത്തേക്ക് കിടന്നതാണ്. they cleansed the inward parts of the temple, അവിടുന്ന് മലിനതകളെ കൊണ്ടുവന്നു. and they taken good treasures അതാണ് from there. ശരിയായ ശുദ്ധീകരണം. That is a true sanctification. അപ്പൊ ആ ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയില്ല. Without the sanctification, we cannot see God. ഇതാണ് ഇതിന്റെ ഒരു ഫാക്ട്. This is the fact. അപ്പൊ അതുകൊണ്ട് നാമും ഈ നാളുകളിൽ ദൈവത്തെ കാണണമെങ്കിൽ When in these days, if we want to see God, ആഴമേറിയ ഒരു ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം. we need an in-depth sanctification. ശുദ്ധീകരണം വെച്ചിരിക്കുന്ന കാരണം എന്താ? The need of നമ്മൾ ഈ sanctification ലോകത്ത് is, ജീവിക്കുമ്പോൾ ഈ പ്രാകൃത ശരീരത്തിൽ തന്നെ ഇപ്പോഴും വസിക്കുന്നത്. we are living in this fleshly. അതുകൊണ്ട് ഇതിൻ്റെതായ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടേയിരിക്കും. We have this works in us. അവിടെ എത്ര വിശുദ്ധിയിലും പൂർണ്ണതയിലും ജീവിക്കാൻ ആഗ്രഹിച്ചാൽ പോലും Even though we desire to be in the perfection ഈ of the holiness, ശരീരം അവന്റെ തന്മയത്വമായ കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കും. the flesh used to give its own properties. ചിലതിനെ നമ്മൾ ജയിക്കും, ചിലത് തോറ്റുപോകും. In some instances, we overcome, and some അപ്പോഴാണ് instances we നമ്മൾ fail. അതിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത്. That time we try to sanctify. നമ്മൾ കഴിയുന്ന പാത്രം എപ്പോഴും ശുദ്ധീകരിക്കത്തില്ലേ? The vessels we eat, we used to clean പാത്രം often. കളയുന്നില്ലല്ലോ. We are not throwing it away. സ്വർണ്ണപാത്രത്തിൽ കഴിച്ചാൽ പോലും Even though we eat in the golden plate, കഴിച്ചു കഴിയുമ്പോൾ എച്ചിൽ പാത്രമായി മാറുകയാണ്. after we eat, it becomes എന്നാൽ കഴുകി unclean. വൃത്തിയാക്കി വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുകയാണ്. After that, we clean it and make it അപ്പൊ ഈ restored. നാളുകളിൽ കഴുകലും ശുദ്ധീകരണത്തിന് വലിയ പ്രാധാന്യമാണ്. These days, it is importance for the അപ്പൊ cleansing ആ and ശുദ്ധീകരണത്തിന് sanctification. ചില മാനദണ്ഡങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില നിലവറകളുണ്ട്. There are some rules for the sanctification. യെശയ്യാവിനെ ദൈവം ഈ ഉസിയാവിന്റെ കാലത്തിൽ In the time of Uzziah, ഈ പറഞ്ഞ ഹാർഡ്ലി വേർഡ്സസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് he used the very harsh words. എന്താ സംഭവിച്ചേ? What happened? തനിക്ക് തന്നെ ഒരു അശുദ്ധി ഉണ്ടായിട്ടുണ്ട്. He himself got some uncleanness. നമ്മൾ മര്യാദയ്ക്ക് ജീവിക്കുമ്പോഴേ, When we live properly, ഒരാൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ വരുമ്പോഴേ, if one person come to blame നമ്മൾ us, ചില സമയത്ത് അവരെ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തിരിക്കും. and in return we used to use some bad words. ചീത്തം തരുന്നല്ലെങ്കിലും Even though it's not a very bad നമ്മൾ word, അറിയാതെ ചില ഈ പറഞ്ഞ പോലെ ഹാർഡ് വേർഡ്സസ് എല്ലാം ഉപയോഗിക്കും. unknowingly we use some hard words. പക്ഷെ അതുപോലെ നമുക്ക് പിന്നീട് വലിയ പ്രയാസവും കുറ്റബോധവും ഇതെല്ലാം പറഞ്ഞു പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നമ്മൾ പോയി അനുഭവിക്കും. For the same things we used to get guilty and we pray to God. അപ്പൊ ഇതുപോലെയാണ് ദൈവത്തിന്റെ പ്രവചന ശുശ്രൂഷ, ഈ കഠിനമേറിയ ശുശ്രൂഷ യെശയ്യാവ് നടത്തിയിട്ടും The ministry of prophecy that Isaiah has done, ഉസിയാവ് മരിച്ചു, തന്റെ ആ ശുശ്രൂഷ കഴിഞ്ഞു. Uzziah has died and his ministry is over. ഇനി ആ യെശയ്യാവിനെ ശുശ്രൂഷിക്കാൻ ശുദ്ധീകരിക്കാൻ ദൈവം കൂടെ തീരുമാനിച്ചു. So now the God planned to sanctify him as well. അതിനാണ് ആദ്യമേ നല്ല ദർശനമുണ്ടായി. That's why God has given him a vision. നമ്മുടെ ഉയർന്നും പൊങ്ങിയിരിക്കുന്ന ഒരു സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. Here he can see the God in a big throne. മറ്റതെന്താ പറഞ്ഞ്, തകർക്കുന്ന ദൈവം നിന്നെ തകർത്തുകളയും, നിന്നെ അങ്ങനെ ചെയ്തുകളയും ഇങ്ങനെ ചെയ്തുകളയും, ഒരു നെഗറ്റീവായിട്ട് ദൈവത്തെയാണ് യെശയ്യാവ് മേൽ പ്രവചിച്ചുകൊണ്ടിരുന്നത്. Previously, the Isaiah portrayed a God which is very hard. പക്ഷെ അങ്ങനെ ഒരു ദൈവമല്ല. Now it is not the God. ഇപ്പൊ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ വലിയ കഠിനമായ ഒരു ദൈവത്തെ പോലെ നമുക്ക് കാണാം. In the Old Testament, we can see the God as a very hard or cruel person. പക്ഷെ അവിടെ തന്നെ ദൈവത്തിന്റെ സ്വഭാവത്തെ പലപ്പോഴും വെളിപ്പെടുത്തുന്നുണ്ട്. But we can see the character of the God there. കാരണം മനുഷ്യന്റെ അകൃത്യവും അക്രമങ്ങൾ കൊണ്ടാണ് ഈ കഠിനമേറിയ അവസ്ഥകൾ വെളിപ്പെടേണ്ടതായിട്ട് വരുന്നത്. The transgressions of the iniquity of the man makes the God into a hard എന്നാൽ character. ആ കാലങ്ങളിൽ കുറ്റബോധം വരുത്തുന്ന ചിലരെ എല്ലാം ദൈവം ശുദ്ധീകരിച്ചെടുക്കും. The God has cleansed the people who are repent. അങ്ങനെ യെശയ്യാവിന് എന്ത് ചെയ്തു? But what happens to ഒരു Isaiah? ദർശനം കാണിച്ചു. ആദ്യം God has shown a
a vision. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പുതിയ ദർശനങ്ങൾ പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാൻ നമുക്ക് ആഗ്രഹിക്കുന്നത്. In our life too, if we get the vision, then only we can move from one അപ്പോൾ phase to ദൈവം another phase. തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. God is sitting in the seat of അപ്പോൾ ഞാൻ പ്രവചിച്ച പോലെ ഒരു ദൈവം അല്ല എന്ന് അവർ മനസ്സിലായി. It is not the God what I thought. അത് സാഹചര്യത്തിന് സന്ദർഭത്തിനും വേണ്ടി പ്രവചിച്ചെങ്കിലും Even though I prophesied to that ഈ situation, ദൈവം തേജസ്സിന്റെ മധ്യ തേജസ്സായ ഒരു ദൈവം, this God is a glorious താൻ God. ചെല്ലുന്നതെല്ലാം തേജസ്സോട് നിറയ്ക്കുന്ന ദൈവമാണ്. He fills every place with glory. ഈ കാഴ്ചയുടെ യശയ്യാവ് ഞെട്ടിപ്പോയി. By seeing this vision, they say are shocked. യശയ്യാവ് പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, Then Isaiah told, oh, I am a wretched ഞാൻ man. നശിച്ചു, എനിക്ക് വല്ലാത്ത കുറ്റബോധം വരികയാണ്. I am died, I am destroyed. അപ്പോൾ താൻ കഴിഞ്ഞ കാലങ്ങളിൽ ജനത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവചിച്ച പ്രവചനങ്ങളാണെങ്കിലും Even though the prophecies were good for the people, അതിലൊരു അശുദ്ധി തനിക്കുണ്ടെന്ന് മനസ്സിലായി. and he understood there is some uncleanness in that prophecy, കാരണം കൃപയില്ലാത്ത പല വാക്കുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. because he used some words without grace. അപ്പോൾ എന്ത് ചെയ്തു? So what happened now? അവൻ ശുദ്ധീകരണത്തിനായിട്ട് സമർപ്പിച്ചു കൊടുത്തു. So he given himself for ഒരു the cleansing. പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആയുധം നാവാണ്. For a prophet, the important weapon is his tongue. അതുകൊണ്ട് എന്ത് ചെയ്തു? So what is done? ഒരു കുടിലിൽ ഒരു തീക്കനലെടുത്ത്, യാഗപീഠത്തിന്റെ തീക്കനലെടുത്ത് അവന്റെ നാവെ തൊടിയിച്ചു. In a hut, he has taken a wood of fire and has touched his tongue യാഗപീഠത്തിൽ നിന്ന് from the altar, അത് അവന്റെ നാവിനെ നമുക്കറിയാൻ കരിച്ചു കളഞ്ഞു കാണും. and it might have burned his tongue. അപ്പൊ യാഗപീഠത്തിൽ നിന്നെടുത്ത തീ എന്ന് പറയുന്നത്, The fire from the altar means യാഗപീഠം ക്രിസ്തുവിനെ കാണിക്കുകയാണ്. altar shows the Christ. ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ ഉണ്ടായ ഫയർ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി, The fire which comes out of the appearance of the Christ, ഇതാണ് which is Holy നമുക്ക് Spirit. ആവശ്യമായിരിക്കുന്നത്. This is what we need. ഞാൻ പോയതിനു ശേഷം വേറൊരു കാര്യത്തിനെ അയക്കും. When I go, God will send ഈ another comforter. പരിശുദ്ധാത്മാവിന്റെ ശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യം. We need a sanctification by the Holy അങ്ങനെ Spirit. യെശയ്യാവിനെ ദൈവം ശുദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ This how God sanctified നമുക്കറിയാം, Isaiah. നാക്കിൽ കൊണ്ട് തീയിട്ടാൽ എന്ത് സംഭവിക്കും? What happens if the fire is put on the tongue? ബുദ്ധിമുട്ടാ. It will be very difficult. കുറച്ച് ദിവസത്തേക്ക് നാക്ക് അനക്കാൻ ഒക്കത്തില്ല. For some days he cannot എന്നാൽ use his ഇത്രയും tongue. കാലം പ്രവചിച്ച് ശീലിച്ച യെശയ്യാവ് Because the Isaiah, he prophesies this many days. വീണ്ടും നാവ് തുറക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. When he opened his mouth, he can say the same things. ഇപ്പോൾ നാവ് എടുക്കുമ്പോൾ തന്നെ പുള്ളി കുടിതിരിക്കുന്നതുകൊണ്ട് ഉടനെ സൈലന്റ് ആയിട്ടിരിക്കും. Now when he opened the mouth, he cannot really speak. ഇങ്ങനെ ചിലപ്പോൾ ഒരു മാസം 2 മാസം ആ ഒരു അവസ്ഥ തുടർന്നിരിക്കും. After 2 or 3 months, it will become അപ്പൊ തന്നെ normal. പഴയ അവസ്ഥകളെല്ലാം മാറി Then the old things might have passed താൻ away. തന്നെ ഒരു പുതിയ മനുഷ്യനായി മാറി. He will become a new അപ്പൊ person. നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണത്തിലും In our life, the ഇതുപോലെ sanctification, ചില ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലുകൊണ്ട് മാത്രമാകുന്നില്ല. it is not just confession. അതിന് നമുക്കൊരു പെനാൽറ്റി, ഒരു ശിക്ഷ നമുക്ക് ദൈവം തരും. God will give us a punishment. എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ ദൈവം സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. As in Hebrews we read, God punishes what he, അപ്പൊ അതുകൊണ്ട് വിശ്വാസത്തിന്റെ മാർഗമാണേലും അതിനൊരു പ്രവൃത്തിയുള്ള ശിക്ഷയുണ്ട്. even though it is the way of faith, we need a punishment. അതുകൊണ്ടാണ് നമ്മുടെ വേലക്കാർ പോലും പലരും ചില രോഗികളൊക്കെ ആയിട്ട് ഇങ്ങനെ തളർന്ന് അല്ലെങ്കിൽ പ്രയാസത്തിൽ കിടക്കുന്നതിന്റെ കാരണം. Even though, that's why some of our workers also going to this punishment. കാരണം അവരെ വ്യാപിക്കുന്ന ആ സ്പിരിറ്റ് മാറുന്നവിടം വരെ അങ്ങനെ അവരെ നടത്തിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ദോഷത്തിലേക്ക് പോകും. If they are not led in that way, they will become more worse. അതുപോലെ വിശ്വാസികൾ, Even the believers too. എത്ര പ്രാർത്ഥന ചിലപ്പോൾ കടഭാരം മാറാത്തതിന്റെ കാരണം Many times they prayed and their debt is not going away. നിങ്ങൾ അതിൽ നിന്ന് തന്നെ ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു. You need to learn a lesson. അപ്പൊ അത് കഴിയുന്നിടം വരെ അങ്ങനെ പ്രാർത്ഥിക്കുന്നെല്ലാം കിട്ടാൻ പോയി കഴിഞ്ഞാൽ നമ്മളും ശുദ്ധ നരകത്തിലേ പോകത്തുള്ളൂ. If all things we get what we pray, then we'll end up in hell. അപ്പൊ അവിടെ ചോദിക്കുന്നെല്ലാം കിട്ടുമെന്ന് വിചാരിക്കരുത്. It is not that whatever we ask ദൈവത്തിന് we'll get. നമ്മെ കുറിച്ച് ആഗ്രഹം, God has a desire upon നാം us. ദൈവത്തിന്റെ തേജസ് പ്രാപിക്കണമെന്ന്. We need to get the glory of God. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. Corinthians 2:7. അവിടെ വായിക്കുമ്പോൾ There we read, നാം ഈ തേജസ് പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തുവിനെ മുൻ നിയമിച്ചത്. God predestined Christ 2-ാം to അധ്യായം receive His 7-ാം glory. വാക്യം. അപ്പം ദൈവത്തിന്റെ തേജസ്സിന് വേണ്ടിയാണ് ക്രിസ്തുവിനെ മുൻ നിയമിച്ചത്. വായിക്കാം. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പൊ അവിടെ ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമായി മറഞ്ഞിരുന്നു. Christ is the knowledge of the God is hidden. അത് ലോക സൃഷ്ടിക്ക് മുൻപേ, Before the creation of the അപ്പൊ world, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ before He created the world, ദൈവത്തിന് നമ്മെ കുറിച്ചുള്ളൊരു പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. God has a plan about us in His mind. മനുഷ്യൻ Man, എങ്ങനെയുള്ള മനുഷ്യൻ? how he should be. തേജസ്സുള്ള ഒരു മനുഷ്യൻ, He should be glorious വിശുദ്ധിയുള്ള one. ഒരു മനുഷ്യൻ. He should be holy one. ഇതും ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. This is inside of the mind of the God. അതുകൊണ്ടാണ് That's why, ഈ മനുഷ്യനെ പൂർണ്ണതയിലാക്കാൻ to make this man perfect, ദൈവം യേശുക്രിസ്തു എന്ന് പറയുന്ന വചനം അല്ലെങ്കിൽ ജ്ഞാനം ലോക സൃഷ്ടിക്ക് മുമ്പേ മുൻ നിയമിച്ചിരുന്നു. God has predestined Jesus, the word of God. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, Ephesians 1:4 onwards, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു
ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. He has chosen us even before the foundation of the world. അപ്പൊ സഭ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടി സഭ എന്നൊക്കെ പറയുന്നത് ദൈവത്തിന്റെ മനസ്സിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായി. Church or the bride of Christ is already in the mind before the foundation of the world. അത് കാലസമ്പൂർണ്ണതയിൽ വെളിപ്പെടുത്തുവാൻ The fullness of the time it came up. സകല സൃഷ്ടികളും സകലത്തെയും ചരാചരങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം After he created every creation, ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കി. the God has created the man with this mud. അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ വായിക്കുമ്പോഴേ Hebrew 2:7 we read, അവനെ അല്പം താഴ്ത്തി. he made him a little bit lower. അത് ക്രിസ്തുവിനെ ആയാലും നമ്മെ ആയാലും മനുഷ്യവേഷത്തിൽ നമ്മളെ കൊണ്ടുവരുമ്പോൾ Even though the Christ or the man, if you put them with the man, ദൂതന്മാരെക്കാൾ നമ്മെ താഴ്ന്ന ഒരു ക്രിയേഷനാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത്. he made us lower little bit than the angels. എബ്രായ 2-ന്റെ 7-ാം വാക്യം. നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണി. അപ്പൊ ദൂതന്മാരെ പൊന്നുകൊണ്ടും വജ്രം കൊണ്ടൊക്കെ നിർമ്മിച്ചപ്പോൾ The angels are made with the crystals and gold. മനുഷ്യനെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ട് But God made the man out of dust. അവന് തേജസ്സും ബഹുമാനവും ഉണ്ടാകണം. God has given him glory and honor. അപ്പം തേജസ്സുള്ളവനായവന് മാറണം. He should be become glory. ദൈവം എന്ന് പറയുന്നത് But God says, തേജസ്സുള്ളവനാണ്, തേജസ്സിന്റെ ദൈവം. God is a glorious one. ആ ദൈവത്തെ To that God, ഈ ഭൂമിയിൽ മനുഷ്യരിൽ കൂടെ വെളിപ്പെടുത്താൻ വേണ്ടി to show that God, ആ ദൈവം മനുഷ്യൻ ഉണ്ടാക്കി അതിലാക്കി. God created the man and put him in the Eden. അവനന്ന് നമ്മളെ പോലെ ഈ ജൗളിയുടെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. He don't need this ഒരു തേജസ്സിന്റെ dress. വസ്ത്രം അവന് മൂടിയിരുന്നു. He got a dress of glory. അതുകൊണ്ട് തമ്മിൽ കാണുമ്പോഴും When they see each ഒരു other, ദൈവിക ലുക്ക് അതാണ് ആദാമിന് ഹവ്വായും ഉണ്ടായിരുന്നത്. they have a sight of holiness. എന്നാൽ അവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ Here what happened? ഈ മനുഷ്യന് തേജസ് ഉണ്ടെങ്കിലും Even though he got the glory, അറിവിൽ അവര് അപൂർണരായിരുന്നു. but in the knowledge they are not good. നോളജ് അവർക്കില്ല. They don't have the knowledge. നോളജ് എന്ന് പറയുന്നത് സൃഷ്ടിക്കാനൊക്കത്തില്ല, അത് അനുഭവ പരിചയങ്ങൾ കൊണ്ടുണ്ടാക്കണം. Knowledge cannot be created. It has to be get by experience. അതുകൊണ്ടാണ് നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലങ്ങൾ ഉണ്ടാക്കിയത്. That's why he created the fruit of evil and ആ good. വൃക്ഷത്തെ തന്നെ നോക്കും, നന്മയും തിന്മയും. We can see both good and evil in ആ the tree. വൃക്ഷം എന്ന് പറയുന്നത് ഒന്നുമില്ല, നത്തിങ്. വൃക്ഷമല്ല വിഷയം. It is not about the tree. വൃക്ഷത്തിന്റെ ഫലം തിന്നാലൊന്നും ജാഗത്തൊന്നുമില്ല. Even though we eat the fruit, they will not die. പക്ഷെ അവിടെ വന്നിരിക്കുന്ന കൽപ്പനയാണ്. But there is a commandment. നോക്കണം, ഇവരെ കൽപ്പനകൾ വചനങ്ങൾ കൊടുത്ത് ഇവരെ പൂർണ്ണരാക്കാൻ വേണ്ടി God given these commandments to make them perfect, എല്ലാ വിഷയത്തിലും ഒരു അറിവുള്ളവരായി തീരണം. to make them knowledgeable in all ആ things. അറിവെന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ്, ഒരു പരിചയത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. The knowledge we get through അനുഭവ experiences. പരിചയങ്ങൾ. Through the experiences. എക്സ്പീരിയൻസ് ഇസ് ദി ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറയത്തില്ല. Experience is the best teacher. അപ്പോൾ അത് അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. Through that experiences. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ That's where Romans കഷ്ടത സഹിഷ്ണുതയും and the suffering to the സഹിഷ്ണുത patience സിദ്ധതയും. and the patience. അപ്പൊ സിദ്ധത എന്നുള്ളൊരു ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധത എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്. What it says in Malayalam Siddhata, അത് എക്സ്പീരിയൻസസ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. it is written experiences in അനുഭവങ്ങളാണ്. English. It is അപ്പൊ experiences. ജീവിതത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ പ്രാപിച്ചു വരുന്നവർക്ക് മാത്രമേ ഇതിന്റെ ഭേദാഭേദങ്ങൾ തിരിച്ചറിയൂ. The people who get the good experiences in their life, then they can അതിനുവേണ്ടിയാണ് discern. നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷഫലങ്ങൾ ഉണ്ടായത്. That's why there's a tree of good and evil. അപ്പോൾ അവിടെ ദൈവം എന്ത് ചെയ്തു? What God has done there, അവർക്ക് ദിവസം തോറും ക്ലാസ് എടുക്കാൻ തുടങ്ങി. every day God is to teach them. ദൈവം ക്ലാസ് എടുക്കും. God is to teach them. തിന്മകളെ പറയാൻ വേണ്ടി ഒരു ടീച്ചർ സാത്താനെ ഏൽപ്പിച്ചിരുന്നു. There is another teacher to teach them the evil things. ആ സാത്താൻ നമ്മൾ കണ്ണുമൊക്കെ തള്ളി കൊമ്പും വെച്ചല്ല. Satan is not with a very അവനൊരു harsh. സ്പിരിറ്റ് ആണ്. It is a spirit. ആ സ്പിരിറ്റ് സർപ്പത്തിൽ കൊടുക്കൽ സംസാരിക്കുന്നു. And that spirit entered into the serpent and speak പണ്ട് to them. കാലത്തിൽ മനുഷ്യൻ ശാപഗ്രസ്തരാകുന്നതിന് മുമ്പ് എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ സംസാരിക്കുമായിരുന്നു. Before the man comes into the curse, all the animals used to speak. പക്ഷെ ശാപത്തിന് കീഴിലായപ്പോൾ അതെല്ലാം ബ്ലോക്കായി. Under the curse, all these become gods. പിന്നീട് നമുക്കറിയാം, ഇപ്പോഴും നമ്മുടെയൊക്കെ വളർത്തുന്ന മൈന, മാടത്ത, തത്തയൊക്കെ സംസാരിക്കാറില്ല. Even though the pet parrots used അപ്പൊ to speak, സംസാരിക്കൂടിയ ഒരു സിസ്റ്റം അവർക്കുണ്ടല്ലോ. they can speak as well. പ്രവാചകന്റെ കഴുത സംസാരിച്ചില്ലേ? The as of the prophet spoke. അപ്പൊ സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി ദൈവം അവർക്ക് കൊടുത്തിരുന്നു. God has given a tendency to speak. പക്ഷെ ശാപത്തിന് കീഴിലായപ്പോൾ അതെല്ലാം ബ്ലോക്കായി പോയി. But when they come under the curse, everything has stopped. അങ്ങനെ ദിവസവും രാവിലെയും വൈകിട്ടും നന്മയും തിന്മയെ കുറിച്ച് ടീച്ച് ചെയ്തുകൊണ്ടിരുന്നു. And every day, morning and evening, they get the lessons of the good and evil. പക്ഷേ ഇത് കണ്ടില്ല, ഈ പ്രാവശ്യത്തെ നീറ്റ് എക്സാമിനേഷനില് Like in the NEET examination, this പരീക്ഷ time, എഴുതുന്നതിന് മുമ്പ് തലേദിവസം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് അവർ പാസ്സായി പോകാൻ തീരുമാനിച്ചു. before the examination, they got the question paper and they passed. ഇപ്പൊ അതുകൊണ്ട് എല്ലാം അകത്ത് കിടക്കുക. So everybody is inside now. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ പഠിപ്പിച്ചെടുക്കണം. That's why they have to teach them. അവർക്ക് ഓൾ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് അവർ ശരിയാകത്തില്ല. It's not about giving compliments. സർക്കാരിലായിട്ട് പുണ്യം ചെയ്യുന്ന പോലെയാണ് പിള്ളേർക്ക് ഓൾ പ്രൊമോഷൻ കൊടുത്തു വിടുന്നത്.
the government gives all promotion to അത് people. വലിയ ചതിവാണ്. It is a very big. ഈ പിള്ളേരെ വഞ്ചിക്കുക ചെയ്യുന്നത്. They are cheating the people. അപ്പൊ വഞ്ചനയുടെ ആത്മാവ് ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് അർഹതയില്ലാത്തവൻ ഉയർത്തി വിടുക. അത് പിശാചിന്റെ തന്ത്രം. The spirit of deceit is working in the world. ഇത് രാഷ്ട്രീയ ലെവലിൽ നോക്കുമ്പോഴും Even in the politics, യോഗ്യതയില്ലാതെ അർഹതയില്ലാത്ത വ്യവസ്ഥയില്ലാത്ത ഒരു കസേരക്കരി ഇരുന്നാൽ the unworthy peoples or unlawful peoples are in the chair. അവരെ കൊണ്ട് ഭൂമിക്ക് സഹിക്കാൻ വയ്യ. They can, the world cannot bear them. അത് മത നേതാക്കന്മാരായാലും നമ്മുടെ ആത്മീയ കുളത്തിലായിരുന്നാലും ശരി, Even the religious leaders in the spiritual അതിന് realm, ആ പരിജ്ഞാനത്തിലെത്താത്ത ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ കയറി ഇരുന്നാൽ പോലും അത് ഭൂമിക്ക് സഹിക്കാതായിട്ട് വരും. the pastors would have this knowledge that will give them. ആ സഭയ്ക്കോ സെന്ററിനോ അതൊക്കെ സഹിക്കാതായിട്ട് വരും. It is unbearable to that center at the കാരണം church. അതിനുള്ളതായ പരിജ്ഞാനം അവർക്ക് എത്തിയിട്ടില്ല. Otherwise, they should not have the knowledge. ഉദാഹരണം പറഞ്ഞ ശൗല് രാജാവായി, When the Saul became the ഒരു king, എക്സ്പീരിയൻസും ഇല്ല. he don't have any experience. അപ്പൊ എന്ത് ചെയ്തു? What happened? അവൻ കാണിച്ചു കൂട്ടിയ വികൃതികളും മോശമായ പ്രവൃത്തികൾ നമ്മൾ കാണുന്നുണ്ട്. We can see what are the things he has done. എന്നാൽ ദൈവത്തിന്റെ മനസ്സിൽ രാജാവിനെ കൊടുത്ത് ദാവീദ് But God has given out of his own mind. 17 വർഷക്കാലം അവനെ എന്ത് ചെയ്തു? ഞെക്കി പിഴിഞ്ഞ് അവനെ പരുവക്കേടാക്കി കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അവിടെ കൊണ്ടുവന്നു. 17 years God has taught him a lot of things. ഇസ്രായേൽ ജനങ്ങളെ 40 വർഷം മരുഭൂമി കൂടെ നടത്തി. The Israelites were led in the wilderness 40 years. പക്ഷെ നമ്മളെയൊക്കെ ഇനി എത്ര വർഷമാണെന്ന് അറിയത്തില്ല. We don't know how many years we have അപ്പൊ to go ഇതൊരു through. എക്സ്പീരിയൻസ് കാലയളവാന്ന് വിചാരിച്ചോണം. This is a time of ഇവിടെ experience. ബുദ്ധിയുള്ളവർ ഈ കാലയളവിൽ In this time, the ദൈവത്തെ people, അവകാശമാക്കാൻ വേണ്ടിയുള്ള ഓട്ടമായിരിക്കണം. we have to run to inherit the God. ഇന്നിപ്പോ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ വിശ്വാസികളായാലും വേലക്കാരൻ ലക്ഷ്യം തെറ്റി ഭൗമിക വിഷയത്തിന് വേണ്ടി ഓടുകയാണ്. Unfortunately, many believers and workers goes behind the അവർ worldly ഈ things. ദർശനം നഷ്ടപ്പെട്ടിട്ട് If he lost this vision ദൈവ സംസർഗങ്ങളെ വിട്ട് without the relationship to God, ലോകത്തിൽ എന്തൊക്കെയോ കരുതാൻ വേണ്ടി ഇപ്പോൾ നല്ല ശതമാനം വിശ്വാസികളും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. the majority of the believers goes behind the world. വേലക്കാരും ചിലര് ഈ നല്ല ആത്മീയ സത്യങ്ങളെ വിട്ടിട്ട് വേറെന്തോ അധികാരം, പൊസിഷൻ, പണം, മറ്റു മറിച്ചെല്ലാം ഈ ചപ്പിന്റെ പുറകെ പോവുകയാണ്. Some of the workers also leaving the spiritual things, going behind the അങ്ങനെ worldly സാത്താൻ positions. പലരെയും ലക്ഷ്യം തെറ്റിച്ചു കളഞ്ഞു. The Satan has misled many 2 people. Corinthians 4 അധ്യായത്തിന്റെ 4 വാക്യം 2 വായിക്കുമ്പോൾ Corinthians 4:4. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികൾ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം വായിച്ചേ. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് നോക്കട്ടെ, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. God of this world has blinded the minds of them which is not believe. അപ്പോൾ സാത്താൻ ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകത്തിന്റെ ജ്ഞാനമാണ്. ഈ ലോകത്തിന്റെ ജ്ഞാനം, This is knowledge of this world, വിസ്ഡം ഓഫ് വേൾഡ്. wisdom of the world. ആ വിസ്ഡം കയറി കഴിഞ്ഞാൽ When this wisdom has changed, പിന്നെ ആത്മീയ കാഴ്ചപ്പാടൊക്കെ പോവും. when we lose the spiritual പിന്നെ vision, സഭയുടെ മെമ്പേഴ്സ് ആയിട്ട് ഞായറാഴ്ച ഒന്ന് മുഖം കാണിച്ചിട്ട് പോവും. because we are the members of the church, we used ബാക്കി to come ഒരാഴ്ച Sunday. അവർ ദൈവമായിട്ടൊരു ബന്ധവുമില്ല. The remaining 1 week they don't have the relationship with the God. സഭയുടെ സത്യങ്ങളുമായിട്ടൊരു ബന്ധവും കാണത്തില്ല. They don't have any relationship with the truth പിന്നെ of God. ഞായറാഴ്ച നമ്മൾ വെള്ളമൊക്കെ ഇട്ടുകൊണ്ട് വരും, പക്ഷെ അവരുടെ ഇത് യാതൊരു ബന്ധവും കാണത്തില്ല. Sunday they come with white dress, but they don't have the relationship with God. ഈ വെപ്പുവല്ല് പോലാണ്. വെപ്പുവല്ല് കണ്ടിട്ടുണ്ടല്ലോ, വെപ്പുവല്ല്. It is a teeth which is given ആർട്ടിഫിഷ്യൽ. അപ്പം artificial. നമ്മൾ കണ്ട എത്രയോ സ്റ്റൈൽ ആൻഡ് പല്ലായിരിക്കും, നല്ല ഇരട്ടകളെ പോലൊക്കെ ഇരിക്കുകയും ചെയ്യും. We can see very nice teeth. പണ്ടൊരു പെൺകുട്ടിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഒരു പയ്യനെ സ്നേഹിച്ചു, അവന്റെ പല്ല് കണ്ടാ സ്നേഹിച്ചത്. One girl loved a boy who അവന്റെ had a very പല്ലിന് ചിരി nice കണ്ടപ്പോൾ teeth, വീണുപോയി. and she has nice teeth and she fallen, അവനും വീണുപോയി. and that girl also fallen, ഈ സ്ത്രീയുടെ മുടി കണ്ട് അവനും വീണുപോയി. and he fallen for the hair of this പക്ഷെ girl. ആദ്യ രാത്രി തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. The first night itself they have shared each എന്തുകൊണ്ടാണ് other. എന്നെ ആകർഷിക്കാൻ കഴിഞ്ഞെന്ന് സാധിച്ചെന്ന് പെണ്ണ് ചോദിച്ചപ്പോൾ When this girl asked how I have attracted പല്ലും you, ചിരിയാണെന്ന് എനിക്ക് മനസ്സിലായത്. your teeth and smile. പെണ്ണ് ചോദിച്ചപ്പോൾ നിന്റെ മുടിയാന്ന് പറഞ്ഞു. And when she asked your hair, ഏതായാലും അവർ പരമാവധി രണ്ടും പറഞ്ഞു എന്റെ പല്ല് വെപ്പുമല്ലാണ്. and they both accepted that this is an artificial അല്ല, denture. ചെറുക്കന്റെ പല്ലാണ് കേട്ടോ. ചെറുക്കന്റെ പല്ലാണ് പെണ്ണ് കണ്ട് ആകർഷിച്ചത്. The teeth of the boy is പെണ്ണിന്റെ an മുടി artificial one. അതും ആർട്ടിഫിഷ്യലാണ്. And the hair of the girl is also an artificial one. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ചിലപ്പോൾ വിശ്വാസികളായാലും വേലക്കാരായാലും നല്ല വെള്ളമൊക്കെ ഇട്ട് ഞങ്ങളെ പോലെ ജുബായൊക്കെ ഇട്ട് നല്ല ഭക്തന്മാരെ പോലെ സഭയെ കാണും, പക്ഷെ വെപ്പുവല്ലെ പോലെ യാതൊരു ബന്ധവും കാണത്തില്ല. The workers and believers, even though കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്നിങ്ങനെ ഷോ കാണിക്കുകയും ഭയങ്കര ഭക്തി കാണിക്കുകയും ചെയ്യും, they can പക്ഷെ show big ഈ devotion, ശരീരമായിട്ട് ഈ പല്ലിന് യാതൊരു ബന്ധവും they കാണും. don't have any relationship with this body. പരിചയങ്ങൾ കൊണ്ട് നമ്മളിതിനെ മാനേജ് ചെയ്ത് We പോവുകയാണ്. manage with our experiences. അപ്പൊ അതല്ല, ക്രിസ്തു തലയായ ക്രിസ്തു നമ്മൾ ബോഡിയാണ്. അപ്പൊ ആ തലയിൽ നിന്ന് വേണം സന്ധിമധ്യങ്ങളിലേക്ക് പോകാൻ. We are the body, the head is our Christ. അപ്പൊ ക്രിസ്തുവിനെയാണ് ആദായപ്പെടുത്തേണ്ടത്. We need to inherit the ഇത് Christ. മറന്നുപോയാൽ If we നമുക്ക് forget വലിയ this, അപകടം ഉണ്ടാകും. we'll end up in danger. അപ്പം വേലക്കാരെയായാലും വിശ്വാസികളായാലും Workers are believers, രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി, political leaders, ഈ ലോകത്തിന്റെ ജ്ഞാനം
the wisdom of this world. നോക്കണം, രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ കാണുന്നില്ലേ? Even the political leaders, we നന്നായി see, ഭരിക്കേണ്ടവര് even though they rule good, ഉള്ള കാശ് ജനങ്ങൾക്ക് കൊടുത്ത് അവരെ നല്ല രീതിയിൽ അഭ്യസിക്കേണ്ടതിന് പകരം giving all the money to people. തങ്ങളുടെ മക്കളുടെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എല്ലാം കയറി ഇപ്പൊ കാണുന്നില്ലേ? അവസാനം ഇപ്പം പേടിച്ച് വിറച്ച കഴിയുന്നത് എപ്പോഴാണ് ഇടി വരുന്നത്? രാത്രി പാതിരാത്രിക്ക് സ്വപ്നത്തിൽ ഞെട്ടി ഇടി എന്ന് പറഞ്ഞു They send the money to their beloved ones. They are waiting for the ED. പത്രം വായിച്ചു. Now I read the newspaper. അപ്പൊ ഭാര്യ ചോദിച്ചു, എന്തോ ഇടി എന്തുവാ? What is ED? അവര് ചോദിച്ചു, എടി എന്നാ വിളിച്ചത്, എന്നെ വിളിച്ചോന്ന് ചോദിച്ചു. And she asked, are you calling നീ me? അല്ല ഇടി വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ The ED സ്വപ്നത്തിൽ is ഇടി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന് നമ്മുടെ ഒരു കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് സ്വപ്നം കണ്ടു. The dream, he used to see a dream that ED is coming to take him. അപ്പൊ ഇങ്ങനെയാണ് അവസ്ഥകൾ. This is the അപ്പൊ situation. ആത്മീയരായ നമ്മുടെ ദർശനം നഷ്ടപ്പെടരുത്. With the spiritual peoples, we should not നമുക്ക് forget ദൈവമായുള്ള our vision. സംസർഗത്തിൽ ബന്ധത്തിലാണ് നമുക്ക് പുതിയ പുതിയ ദർശനങ്ങൾ We ഉണ്ടാകുന്നത്. can get the vision in the relationship with the God. അതാണ് 4:6 വായിക്കുമ്പോൾ, 2 Corinthians 4:6 വായിക്കുമ്പോഴേ 2 Corinthians 4:6 we read. അവിടെ എന്താ വായിക്കുന്നത്? What we read here. നോക്കണം, പരിജ്ഞാനത്തിന്റെ വായിച്ച് 4:6. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് ആ. അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൽ തേജസ്, യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ആ ഫേസ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. The face shows a character. ഫേസിലാണല്ലോ ക്യാരക്ടർ വെളിപ്പെടുന്നത്. The character can be seen in the face. നിന്റെ മുഖം കണ്ടിട്ട് പിശാചിന്റെ മുഖം പോലെ ഇരിക്കുന്നു പറയത്തില്ല. Your face looks like the devil's one. അതിന്റെ അർത്ഥം ആ സ്വഭാവം നമ്മുടെ അകത്തുനിന്ന് സ്വഭാവം മാറിപ്പോകുന്നു. Because our inner character has changed, നമ്മൾ we can see it in പറയുന്നില്ലേ, the face. അകത്തുള്ളത് പുറത്ത് തെരിയും, ഇല്ലയോ? Whatever is inside, we can see outwardly. അകത്തെ അളക് മുഖത്ത് തെരിയും. The inner beauty we can see in the face. അപ്പൊ എന്ന് വെച്ചുകൊണ്ട് ആർട്ടിഫിഷ്യലായിട്ടും പലരും മുഖം കാണിക്കാറുണ്ട് കേട്ടോ ഇപ്പം. അതുകൊണ്ട് അത് സൂക്ഷിച്ചോണം. You are putting some makeup and artificial. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ പോലെ ആ വൈശ്വന്റെ 4:6 ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളി ചെയ്ത ദൈവം ആ. യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള യേശുക്രിസ്തുവിന്റെ ക്യാരക്ടർ, ആ സ്വഭാവം, The character of Jesus, അതിൽ അതാ തേജസ്സാണ്. that is glory. ആ തേജസ് വായിക്കാം. ദൈവതേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ആ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചു. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിരിക്കുന്നു. It is shined. അതാണ് ഹൃദയദൃഷ്ടി, മനക്കൺകൾ. ഈ മനസ്സിൽ ഈ ഒരു വെളിപ്പെടുത്തൽ നമുക്ക് ഉണ്ടാകണം. The eyes of our mind should be enlightened. ഇപ്പൊ 80ാമത്തെ വയസ്സിൽ In the 80th year, എല്ലാം ഉപേക്ഷിച്ച് ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന മോശ the Moses went behind the sheep. എല്ലാം അവസാനിപ്പിച്ച് ക്ലോസ് ആക്കിയതാണ്. He stopped everything and went behind the sheep. അപ്പോഴാണ് തനിക്ക് ദർശനം ഉണ്ടായത്. Then he got a vision. നോക്കണം, കത്തുന്നു, Something is burning. മുൾച്ചെടി കത്താതെ തീക്കകത്ത് നിൽക്കുക. We can see a bush is burning. ഇതെന്ത് കാഴ്ച? What is this? അപ്പൊ അവനെ ആകർഷിക്കാൻ ദൈവം ഒരു കാഴ്ച കൊടുത്തു. The God has given a vision to attract him. അപ്പൊ അവിടെ വെച്ച് മോശയോട് ദൈവം സംസാരിച്ചു. The God spoke to Moses there, തന്റെ ദിവ്യ ദർശനത്തിൽ അവൻ പുതുക്കം പ്രാപിച്ചു. and he got renewed by his പിന്നീട് ആ vision. ദൈവമായുള്ള സംസർഗത്തിലാണ് എപ്പോഴും ആ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. In the relationship with the God, we can get the visions. അപ്പൊ ആദാമായിരുന്നാലും Even the Adam, ആദാം ദൈവത്തിന്റെ മകനാണ്. Adam is a son of God. കാരണം ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ When we read the Genesis, അവനെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. God created in his own image. എന്താണ് ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും? What is his own image and ഒന്ന് likeness? ദൈവത്തിന്റെ തേജസ്. One is the glory. ആ തേജസ്സിൽ ദൈവത്തെ കാണാൻ കഴിയില്ലെങ്കിലും In that glory, we cannot see God. തേജസ്സുള്ള മനുഷ്യർക്ക് ദൈവത്തിന്റെ മുഖം കാണാൻ കഴിയും. The person with the glory can see the face of God. അവർ എപ്പോഴും ദൈവത്തിന്റെ മുഖത്തെ കാണാൻ കഴിയും. They can see the face of God. അത് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ്. This is the gift of God. അതിനെന്ത് ചെയ്യണം? So to get what? ആദാം ദൈവത്തിന്റെ മകനാക്കി ദൈവം എടുത്തു. And God made Adam as a son of God. എന്നാൽ ആദാം എന്ത് ചെയ്തു? What Adam did, ആ തേജസ് വസ്ത്രം ധരിച്ച് അവൻ അവിടെ രാജാവായിട്ട് വാഴുകയാണ്. he is a king by wearing that garment of ഉൽപ്പത്തി glory. പുസ്തകത്തിൽ വായിക്കുമ്പോൾ In Genesis we read 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 28 വരെ വായിച്ചേ. 1:26 onwards we read, അവനെ ദൈവം തേജസ് കൊണ്ട് നിറച്ചു, അല്ലെങ്കിൽ തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതിന് ശേഷം സകല ചരാചരങ്ങളും വാഴുവാനായിട്ടുള്ള ഒരു അധികാരം കൊടുത്തു. he has given the dominion over all the animals. ഇത് ദൈവം മനുഷ്യർ കൊടുത്തിരിക്കുന്ന ഒരു അധികാരമാണ്. This is the authority given to man. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ എഴുതുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ. അങ്ങനെ ഒരു വാഴ്ചയോടെ കൊടുത്തിരുന്നു. God had given him a പക്ഷെ dominion. ഇന്ന് ആ വാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടാണ് ആനയും പുലിയൊക്കെ നമ്മളെ കയറി ആക്രമിക്കുന്നത്. Now they have lost the dominion, so these wild animals are പക്ഷെ attacking ആ us. ഒരു പവർ നമുക്കുണ്ടെങ്കിൽ If we have that power, ആന നമ്മളെ ആക്രമിക്കത്തില്ല. ആന വരുമ്പോഴേ നിൽക്കടാവുന്ന the നിൽക്കും. elephant will not attack us. We can say it can stop. നമ്മുടെ ഒരു അമ്മച്ചി One of our ammachi, തിരുവനന്തപുരത്ത് വർഷങ്ങൾക്ക് മുമ്പ് പരസ്യം നടത്തിക്കൊണ്ടിരിക്കുക. in Trivandrum, she was doing the open air meeting. അപ്പം ചില സുവിശേഷ വിരോധികളെ Some of the gospel enemies, ഒരു ആനയെ ഇളക്കി അങ്ങോട്ട് വിട്ടു. and they sent an elephant. വലിയ വിദ്യാഭ്യാസത്തിലൊരു അമ്മച്ചിയാണ്. She don't have അമ്മച്ചി സാക്ഷി education. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവര് അന്നത്തെ കാലമല്ല, സുവിശേഷ വിരോധികൾ ആനയെ ഇറക്കി അങ്ങോട്ട് വിട്ടു. While she was giving the testimony, these enemies have sent the elephant. ഇത് മതം ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ആനയായിരുന്നു. This elephant is a wild one. അവസാനം എന്ത് ചെയ്തു? And last what happened? ഈ അമ്മ അഭിഷേകം നിറഞ്ഞ് This മുട്ടെന്ന് പറഞ്ഞു.
This ആരോട് apostle ഞാൻ anointing മുട്ടുകുത്തടാന്ന് പറഞ്ഞു. asked മുട്ടുകുത്തടാന്ന് പറഞ്ഞു. the elephant to kneel ആരെ down. അവിടെ മുട്ടുകുത്തി നിന്നു. And the elephant, നടന്ന സംഭവം it happened. ആന മുട്ടുകുത്തി നിന്നു. The elephant stood on the kneel. എന്ത് ചെയ്തു? What happened? അവസാനം അവനെ ഇളക്കി വിട്ടവരെല്ലാം പിടിച്ചു. ആന എഴുന്നേൽക്കുന്നില്ല. And the elephant is not coming up. അവരൊന്ന് ക്ഷമ പറഞ്ഞ് ചിലർ വിശ്വാസികളായി പിന്നീട് മാറി. They asked for forgiveness and became. അപ്പൊ അമ്മ പ്രാർത്ഥിച്ചു, ആന എഴുന്നേറ്റ് പോയി. And after she spoke, she prayed ഈ and the elephant കട്ടപ്പനയിൽ gone. കുറെ വർഷങ്ങൾക്ക് മുമ്പേ After some time, ഒരു before, കത്തോലിക്കനാണ്, a Catholic person, ശുദ്ധനായ മനുഷ്യൻ, ഇവര് കാട്ടിറച്ചിക്ക് പോയതാ. a holy person, he went to forest for hunting. കാട്ടിറച്ചി നേടാൻ പോയതാ. He went for get some അങ്ങനെ wild. അതിനെല്ലാം കൊന്നതിന് ശേഷം തിരിച്ചു വരുമ്പോഴേ ക്ഷീണിച്ച് അവിടെ തന്നെ കുറെയൊക്കെ തിന്ന് 2 ദിവസം കഴിഞ്ഞാൽ വരുന്നത്. They came after some 2 days. ഈ പറഞ്ഞ പോലെ തോക്ക് ഈയിടെ കൊടുത്തിരിക്കുക. തോക്ക് Given the gun to other person, ഇറച്ചിയെല്ലാം ചാക്കി കെട്ടി and all the flesh is in ഈ a ഒരു bag, ചെറുപ്പക്കാർ ചുമന്നുകൊണ്ട് വരിക. and the servants were carrying that. ഈ മനുഷ്യൻ വലിയ പള്ളി ഭക്തനാണ്. He is a very devotee of the church. യേശുവിനോട് വലിയ ഭക്തിയുള്ളവനാണ്. പള്ളിയിലും ആരാധനയ്ക്കുള്ളവനാണ്. He has a devotion with Jesus and he used to go to the church. നേരിട്ടറിയാം. He knew, I know directly. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഞാൻ ആ സ്ഥലത്ത് പോയി അന്വേഷിച്ചപ്പോൾ അത് കറക്റ്റാണെന്ന് പറയുകയും ചെയ്തു. After I heard about this incident, I went there and I understood this is true. ഇവരിങ്ങനെ ക്ഷീണിച്ച് വരുന്ന സമയത്ത് When they were tired and coming, ഒരു ആന ഇങ്ങനെ പതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. one elephant was hiding. ആരും അറിഞ്ഞില്ല. Nobody knew that. ചെറുപ്പക്കാർ കുറച്ച് മുന്നോട്ട് പോയതുകൊണ്ട് When they went little bit far, അവരങ്ങ് നടന്നു പോയപ്പോൾ ഈ മനുഷ്യൻ പതുക്കെ നടന്നു പോകുന്നുണ്ട്. ആന കയറി വീണു. he was very slow walking. The elephant came in suddenly. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. He don't know what to do. പുള്ളി ദൈവവിശ്വാസിയാണ്. He is a devotee of the God. നമ്മളെ പോലെ അഭിഷേകം പ്രാപിച്ച സ്ഥാനപ്പെട്ടൊന്നുമല്ല. He didn't baptized and saved. പുള്ളിക്കാരന്റെ തോക്കിനകത്ത് ഉണ്ടേയില്ല. അതെല്ലാം തീർന്നുപോയി. There is no this one in the gun. എന്തോ പെട്ടെന്നൊരു ശക്തി വ്യാപിക്കുന്ന പോലെ തോന്നി. Suddenly he got a spirit. ഈ തോക്കെടുത്തിട്ട് ആനയുടെ നേരെ ചൂണ്ടി. Suddenly he took that gun and pointed to the ഇങ്ങനെ elephant. ചൂണ്ടി താനെ എന്തോ ഒരു പ്രത്യേക ശക്തിക്ക് അധീനമായി മാറി എന്ന് പറഞ്ഞു. And when he stood this, take the gun, suddenly there is a പെട്ടെന്ന് power. ആന അവിടെ മുട്ടുകുത്തി നിൽക്കുകയാണ്. And the elephant stood on the knees. ഏതായാലും പുള്ളി അവരുടെ കൂടെ പോയി രക്ഷപ്പെടുകയും ചെയ്യും. And he escaped from that അപ്പൊ scenario. ഇങ്ങനെ പല അനുഭവങ്ങൾ നമുക്കുണ്ട്. We can have many instances like ഈ this. സൃഷ്ടികളുടെ എല്ലാം മേൽ ദൈവത്തിന് അധികാരം കൊടുത്തിട്ടുണ്ട്. God has given us a dominion over all this എന്താണ് creation. മനുഷ്യൻ സംഭവിച്ചത്? But what happened to the man? അനുസരണക്കേട്, പാപം പ്രവേശിച്ചു. Because of the disobedience, the sin എന്ന് entered. പറഞ്ഞ പഴമല്ല, അനുസരണക്കേട് കാണിച്ചപ്പോൾ When they show the disobedience, അവരുടെ പവർ അവന് നഷ്ടപ്പെട്ടു. and they lost the power, തേജസ്സിന്റെ വസ്ത്രം പോയി. that garment of glory has. ഇപ്പൊ നമ്മൾ പ്രത്യക്ഷം നോക്കുമ്പോൾ ഈ വസ്ത്രം ഉരിഞ്ഞു പോയില്ലേ പോലും അവനുള്ള തേജസ്സിന്റെ വസ്ത്രം നഷ്ടപ്പെട്ടു. Now they have gone this glory out. അപ്പൊ അവർ നഗ്നരെന്ന് കണ്ടു. Now they found they are naked. അവരുടെ മറ്റ് ലോകജ്ഞാനത്തിന്റെ കണ്ണ് തുറന്നു. Their wisdom of the world opened. ആ ലോകജ്ഞാനത്തിന്റെ കണ്ണ് വരുമ്പോഴാണ് നമ്മൾ നഗ്നത വെളിപ്പെടുന്നത്. The eyes of the worldly wisdom comes, then we can see our nakedness. കുട്ടികൾക്ക് എന്താ നഗ്നതയെ കുറിച്ച് പ്രയാസമില്ലാത്ത? The children don't have a feeling about nakedness. കാരണം അവർക്ക് അത് നഗ്നതയാണെന്ന് അറിയുന്നില്ല. Because they don't know whether it's a nakedness. അപ്പൊ ഈ ലോകത്തിന്റെ അറിവിലാണ് ഈ നെഗറ്റീവ് സെൻസസ് എല്ലാം നമുക്കുണ്ടാകും. In the wisdom of this world only we can feel this negative things. അതാണ് ഏറ്റവും. അതുകൊണ്ട് എന്ത് ചെയ്തു? What happened? ഇപ്പോൾ അവരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ Now they lost their ദൈവത്തോട് glory. അടുക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. They cannot go close to the God. അവൻ ഓടി മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചു. He was running to the tree. അവിടെ ദൈവം ചോദിക്കുന്നു, ആദാമേ നീ എവിടെ? The God asked Adam, where are you? അവനൊരു നിരീശ്വരവാദി ചോദിച്ച പോലെ, യുക്തിവാദി, Like an atheist asked once, എടാ ഇതല്ല നിങ്ങളുടെ ദൈവം? this is your God. മരത്തിന്റെ ചുവട്ടിൽ ഒളിച്ചിരിക്കുന്ന മനുഷ്യനെ കാണാനുള്ള ശക്തി പോലും ഇല്ലാത്തവനാണ് നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു. Your God didn't know the person hiding under the tree. നീ എവിടെയെന്ന് ചോദിച്ചത്? Why he asked, where are you? നമ്മൾ ചോദിക്കില്ല, നീ ഇപ്പൊ എവിടെയാണാ? അവസ്ഥ എന്താണ്? നീ ഏത് അവസ്ഥയിലാണ്? What situation you are in? നീ ഏത് അവസ്ഥയിലാണ് ഇപ്പൊ പോകുന്നത്? In which situation you are നീ going through? എങ്ങോട്ടാണ് പോകുന്നത്? Where are you going? അതുള്ള അതിന്റെ അർത്ഥം. So this is the meaning of that. കാരണം ഞാൻ നിന്നെ ആക്കി വെച്ചത് അവിടെ അല്ലല്ലോ, മരത്തിന്റെ ചുവട്ടിൽ ഒളിക്കാനല്ലല്ലോ. I didn't make you to stand or hiding in the tree. കാരണം ഉടനെ ദൈവം ചോദിക്കും, തിന്നരുതെന്ന് പറഞ്ഞ ഭക്ഷണം നീ തിന്നുവോ? Did you eat that fruit which I commanded not to eat? തിന്നുവോ ചോദിച്ചാൽ ദൈവത്തിന് അറിയാം. God knew that. ദൈവത്തിന് അറിയാം. God knew that. അപ്പോൾ തന്നെ എന്താ സംഭവിച്ചേ? But what happened that time? ദൈവം അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. God is reminding him. ഇപ്പൊ എന്ത് ചെയ്തു? What happened now? അവനെ ഇനി അവിടെ വെച്ചിട്ട് കാര്യമില്ല. There is no need to keep him കാരണം അവിടെ there. പ്രത്യേകിച്ച് ഒരു വാചകം പറയുന്നുണ്ട്, There is one verse is saying അവൻ especially, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നിട്ട് lest him not eat the fruit എന്നേക്കും of the, മരിക്കാതിരിക്കാൻ വേണ്ടി lest not live forever. അത് പറിച്ച് തിന്നുമോ എന്നൊരു പറഞ്ഞുകൊണ്ട് അവനെ പുറത്താക്കിയതാണ്. And God has sent him away from the Eden not to eat the fruit of the life. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൻ അധികാരം മനുഷ്യൻ നേരത്തെ കൊടുത്തിരുന്നു. The God has given him this dominion over അന്ന് the അവനിൽ tree. ജീവനുണ്ടായിരുന്നു, തേജസ് ഉണ്ടായിരുന്നു.
The time they have ജീവനും തേജസ്സുള്ളവൻ when the life and glory is there, ജീവവൃക്ഷത്തിന്റെ ഫലം പ്രാപിക്കും തോറും ജീവനിൽ നിന്ന് ജീവൻ വളർന്നുകൊണ്ടിരിക്കും. he can grow from life to life by eating this fruit. പിന്നീട് അവനുണ്ടാകുന്ന സന്തതികളും വിശുദ്ധ സന്തതികളായിരിക്കും. The generation also will be holy one. എന്നാൽ അവരുടെ പെർഫെക്ഷന് വേണ്ടി ഈ പറഞ്ഞ പോലെ ക്രിസ്തു ഭൂമിയിൽ വരേണ്ടത് ആവശ്യമായി. But for his perfection, Christ needs to come to the world. ക്രിസ്തു വചനം, The Christ is the word. ദൈവത്തിന്റെ ശക്തി. There is a power of ഈ God. വചനത്താലും ശക്തിയാലും By the power ഈ and the word, മനുഷ്യനെ തേജസ്സും ബഹുമാനമുള്ളവനാക്കി മാറ്റണം. the God wants to make this man with glory and എന്നാൽ honor. ഇവൻ തോറ്റുപോയപ്പോൾ When he failed അവനെ തോട്ടത്തിന് വെളിയിലാക്കി. and he put him away from the Eden, അത് ദൈവം ചെയ്തൊരു നന്മയാണ്. that is a goodness കാരണം ആ towards തോട്ടത്തിൽ man. നിന്നിരുന്നെങ്കിൽ If he was there in the അവൻ ആ Eden, ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുകയും he is to eat that ഒരു fruit. കാലത്തും അവനെ നന്നാക്കാൻ രക്ഷിക്കാൻ ഒക്കാതെ വരും. God cannot make him right in any time. എന്നാൽ ദൈവം ഓഫർ ചെയ്തിരുന്നു, But God has given him ഇനി offer. തിരിച്ചു നീ വാ, Come back നിന്റെ again. തെറ്റ് തിരുത്തി വരുമ്പോൾ When you come back repentance, ഞാൻ ഇതേ പർദീസ നിനക്ക് തരാം, I will give you this paradise. ഇതേ ജീവവൃക്ഷത്തിന്റെ ഫലം തരാം. I will give you this fruit of life. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തില് So Revelations 2, അവിടെ വായിക്കുമ്പോൾ 2:8 വായിക്കുമ്പോഴേ 2:8 we read. ജയിക്കുന്നവൻ ആദ്യമായിട്ട് 7 ജയത്തെ പറ്റി പറയുന്നുണ്ട്. Here we can see 7 overcoming മനുഷ്യൻ experiences. തോറ്റതിൽ നിന്ന് ജയിച്ചു വരണം. The man has to come out of the വീണ്ടും നീ ഹരിയേഷ് എഴുതി ജയിച്ചു വരുമ്പോൾ When we come out of ഇതേ experience, പർദീസ ഞാൻ നിനക്ക് തരാം. the same paradise I will പർദീസ give you. മാത്രമല്ല ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാനുള്ള അധികാരവും തരാം. I will give you the power to eat the fruit of the വായിച്ചേ life. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദേശയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നോക്കണം, വീണ്ടും മനുഷ്യന് വേണ്ടിയാണ് അത് ഒരുക്കിയിരിക്കുന്നത്. This is prepared for man. ജീവവൃക്ഷത്തിന്റെ ഫലം, ജീവവൃക്ഷത്തിന്റെ ഫലം, The fruit of the life of tree. നമുക്കറിയാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് Before we got saved, നമ്മൾ ഈ ദൈവം എത്ര വായിച്ചാലും നമ്മുടെ തലയ്ക്കകത്ത് കയറത്തില്ല. how much we read this word of God, we cannot പലർക്കും understand. അതിനകത്ത് ന്യൂനവശങ്ങളാണ് പലരും കിട്ടുന്നത്. Many people see the negativeness of the word of പണ്ട് God. ചില കോളേജ് പിള്ളേരോട് പറഞ്ഞ പോലെ Some of the college people told me, എന്റെ ഭാഷയിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. God has given us a book in the Bible. നിങ്ങളുടെ ബൈബിളിൽ ഏതായാലും ബൈബിളിൽ ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ ഒരു പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്. In your Bible, God has given a book for especially for us. ഞാൻ അത് ഉത്തമഗീതം, That is a song of Solomon. ഞങ്ങൾക്ക് എഴുതാൻ വേണ്ടിയുള്ള പുസ്തകം ദൈവം വെച്ചിട്ടുണ്ട്. This is for us, God has given. അപ്പൊ അവരതിന്റെ മെറ്റീരിയൽ വ്യൂ ആണ് എടുക്കുന്നത്. They have seen it in a അതിനുള്ള materialistic view. ആഴം, ആത്മീയമായുള്ള ആഴം എത്രയോ ഭയങ്കരമാണ്. The depth of the spiritual depth is a അതാണ് lot. ഈ കാഴ്ച നഷ്ടപ്പെട്ടവര് When we lost the vision, ഇതിന്റെ നെഗറ്റീവ് സെൻസസിലേക്ക് പോകും. they will go to the negative നമ്മൾ side. അങ്ങനെയല്ല, ഒരു മനുഷ്യനെ കാണുമ്പോൾ അവന്റെ നെഗറ്റീവ് വശങ്ങൾ ആദ്യം ചിന്തിക്കും. We used to see the negative side of the man നല്ലൊരു first time. മനുഷ്യൻ കണ്ടാലും നമ്മുടെ മനസ്സ് ശരിയല്ല, അവനെ കണ്ടിട്ട് ഒരു കള്ളനെ പോലെ ഇരിക്കുന്നവർ. Even if we see the good person, we say he's like മോഹമുണ്ട്, a അവൻ thief. ആകെ വശക്കേടാണ് എന്നൊക്കെ പറയും. Looking at the face, അവൻ he's not good. നല്ലവനായിരിക്കും, പക്ഷെ വശക്കേടും കള്ളന്റെ ആത്മാവ് നമ്മളിൽ ഇരിക്കുന്നതുകൊണ്ടാണ്. Maybe we have that spirit, we speak നിന്റെ like this. മനസ്സിനൊത്തോടെ നീ മറ്റുള്ളവരെ കാണുന്ന ഒരു വാക്യമാണ്. We see others by your own mind status. അപ്പൊ ഈ മനുഷ്യനെ This man, വീണ്ടെടുക്കണം. to redeem him, ആ വീണ്ടെടുപ്പിന്റെ ക്രിയയാണ് ദൈവം ലോകസ്ഥാപനത്തിൽ അതും വെച്ചിരുന്നു. the work of redemption God has before the, അതെന്തിനാ? അപ്പൊ ദൈവം വീണുവെന്ന് അറിഞ്ഞിട്ടല്ലേ മനുഷ്യനോട് ആക്കിയത് ചോദിക്കുന്നതാണ്. God has put him by knowing that he is fallen. ദൈവത്തിനെല്ലാം അറിയാമല്ലോ. God knew everything. ടൈറ്റാനിക് കപ്പൽ ഇറങ്ങിയപ്പോഴേ When the Titanic, അതിന്റെ ഉടമസ്ഥർ പറഞ്ഞു ഇത് മുങ്ങത്തില്ല, the owner of the Titanic ship told that it will not go down. മുങ്ങത്തില്ല. It will not sink കാരണം അത്രയ്ക്കും വെൽ സെറ്റപ്പിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. because it is built in that way. അതിനു മുമ്പ് ഒരുത്തൻ പറഞ്ഞ ദൈവം വിചാരിച്ചാൽ പോലും മുക്കാനൊക്കെ Even the God tries, it will not go down. നോക്കണം. ദൈവം ആരെ മുക്കാൻ പോകുന്നില്ല. The God is not going to sink പക്ഷെ anyone. ഇവന്റെ ഈ പറച്ചിലിൽ ഈ ലോകത്തിന്റെ ദൈവം അകത്ത് കയറി. Because of these words, ദൈവം വിചാരിച്ചാൽ പോലും മുക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞാൽ since he said that God even thinks he cannot അവൻ sink, വാസ്തവത്തിൽ അവൻ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവത്തിനെതിരായിട്ടാണെങ്കിലും even though he told against the word of this മറ്റൊരു God, ദൈവം ഭൂമിയിലുണ്ടല്ലോ, there is another God is there in this world. അവനിത് കേട്ടു. He heard this. അതാണ് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി. So God of this world blinded the man, അവന് കപ്പലെ കയറി. and he also went in the ship, എന്നാ പിന്നെ ഇത് മുക്കിയിട്ടേ ഉള്ളൂ. and he is going to sink അങ്ങനെ it. സാത്താനാണ് ടൈറ്റാനിക് കപ്പലിനെ മുക്കിയത്. Satan has sink the കാരണം എന്താ? ship. സാത്താന് അവിടെ അതിനകത്തുണ്ടായിരുന്ന പ്രമുഖരിട കൊടുത്തു. The Satan, the peoples inside the ship given room to the മുങ്ങുകയെന്ന് Satan. പറഞ്ഞ ടൈറ്റാനിക്കിൽ പോലും Even the ship which is not sink, 26 രക്ഷാ ബോട്ടുകൾ അതിനകത്തുണ്ടായിരുന്നു. there are 26 life-saving boats. മുങ്ങുകല പിന്നെ ഇതിന് രക്ഷാ ബോട്ട് വെച്ചിരിക്കുന്നു. Why they have the life-saving boats? മുങ്ങുകല സത്യം. It will not sink, കുറെ മുങ്ങിയാൽ but even though it is sink, അതിനുള്ള പ്രിക്കോഷൻസ് വേണ്ട ആവശ്യമാണ്. we need some precautions. അതാണ് അതിന്റെ വ്യവസ്ഥ. That is അപ്പൊ why. അങ്ങനെ മനുഷ്യന് പോലും ആ ജ്ഞാനം ഉണ്ടെങ്കിൽ Even the man has that wisdom. മനുഷ്യൻ വീണാൽ Even the man വീഴക്കൂടി ഒരു ശരീരത്തിലാണ് വെച്ചിരിക്കുന്നത്. We are living in a flesh that is തന്നെയല്ല, fallen. അവൻ പല എക്സാം പടികൾ കൂടെ കടന്നു പോകണം. We have to go through many steps, അങ്ങനെ അവന്റെ പരീക്ഷയെ തോറ്റു പോകുന്ന ദൈവത്തിന് അറിയാം. and God know he will fail അങ്ങനെ in some places. തോറ്റുപോയാലും When he fails, അവനെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു save him. പദ്ധതി, അതാണ് ലോകസ്ഥാപനത്തിന് മുമ്പ് നിയമിക്കപ്പെട്ട കുഞ്ഞാട്. there is another plan. There is a lamb before the foundation of the earth. അതും അതിനകത്ത് പിന്നെ ഉൾക്കൊള്ളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. This plan is also അത് included. വീണതിന് ശേഷമാണ്.
after his fall. വീഴുന്നതിന് മുൻപ് Before his fall, ലോകസ്ഥാപനത്തിന് മുമ്പിലെ മുൻ നിയമിക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത്. before the foundation of the earth, this lamb is പക്ഷെ വീണ സമയം predestined. മുതൽ From the time of fall, നോക്കണം, ലോകസ്ഥാപനം മുതൽ. from the foundation of the world. മറ്റത് ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. That is before the foundation of the world, അവനെ രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. it is necessary to save him. നോക്കണം, ഇത് രണ്ടുമാണ് ആ പദ്ധതി യേശു ക്രിസ്തു മൂലം നിയമിച്ചത്. There are two plans before the അത് Christ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം 14-ാം വാക്യം നമ്മൾ കാണുന്നുണ്ട്. Hebrews 10 and 10 we read this. അപ്പൊ അങ്ങനെ ഈ മനുഷ്യനെ വീണ്ടെടുത്തിട്ട് Then this is how he വീണ്ടും redeemed അവനെ this. തേജസ്സും ബഹുമാനം അണിയിക്കുന്നവനാക്കി മാറ്റണം. Again God makes him to receive the glory and അതിനാണ് honor. തേജസ്സിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത്. This way God has given the spirit of glory. നോക്കണം, ഈ ആദാമിനെ ഈ അവസ്ഥയിലായെങ്കിലും Even though Adam was in this situation, റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴേ Romans 5 we read, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? what we can read here. ഏകനാൽ person. പാപം ലോകത്തിൽ പ്രവേശിച്ചു. By one person sin entered into the world. ആ ഏകനാൽ പാപം പ്രവേശിക്കലും Like the sin entered through one man, മറ്റൊരു ഏകനാൽ യേശുക്രിസ്തു മൂലം അതിന് ഒരു വിടുതൽ നമുക്ക് കൽപ്പിക്കുന്നുണ്ട്. through another single man who is Jesus Christ, there is a റോമർ redemption. 5:6 വാക്യം വായിച്ച്. റോമർ 5:6 യേശുക്രിസ്തു മൂലം. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അപത്തർക്ക് വേണ്ടി മരിച്ചു. ആ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. താഴെ വായിക്കുമ്പോൾ ഏകന്റെ അനുസരണത്താൽ. By one man's obedience. വായിക്കാം. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി പാപികളായി തീർന്നു. നോക്കണം, ഏക മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം മനുഷ്യരെല്ലാം പാപികളായി തീർന്നു. By one man's disobedience, many were made sinners. പണ്ടത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. They cannot believe. എന്നാലിപ്പോ DNA എക്സ്പീരിയൻസ് വന്നതോടുകൂടി Now, when they do the examination of അവന്റെ DNA, മുടിയിൽ പോലും അവന്റെ അംശം അതിനകത്തുണ്ടെന്നാണ്. we can see the strands in the hair. അപ്പൊ പാപത്തിൽ വീണ മനുഷ്യനെ The person went into the sin. അവന്റെ DNA പരിശോധിച്ചാൽ പാപത്വമാണ്, പാപത്തിന്റെ സന്തതി പാപം. When we examine his DNA, we can see the sin. എന്നാൽ ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ To redeem this man, മനുഷ്യകുലത്തിൽപ്പെട്ട ഒരാളെ സാധ്യമല്ല. the man from the man cannot possible. അതുകൊണ്ടാണ് ഈ മുൻനിയമിക്കപ്പെട്ട കുഞ്ഞാട് തന്നെ ആ ദൗത്യം കൂടെ ഏറ്റെടുത്തത്. This way, the predestined lamb has taken this responsibility. അത് ഞാൻ നോക്കിയോളാം, So I will take care of it. കാരണം അതിനുള്ള പ്രാപ്തി അവർക്കുണ്ട്. But because he know what to do. ചിലപ്പോൾ ചില ആളുകൾ 2 ഡ്യൂട്ടി ഏറ്റെടുക്കത്തില്ല. Because some of the people adopted 2 to 3. അപ്പൊ അങ്ങനെ യേശുക്രിസ്തു ആ ഡ്യൂട്ടി കൂടെ ഏറ്റെടുത്ത് Jesus Christ has taken അങ്ങനെ this മനുഷ്യനെ responsibility പാപത്തിൽ നിന്നുള്ള വീണ്ടെടുക്കണം. to redeem the man ആ from the sin. റോമാലേഖനം 5-ാം അധ്യായം നിങ്ങൾ ഇരുത്തി പഠിച്ചാൽ Romans 5, if you read ഈ very clearly, ഒന്നാമത്തെ ആദാം രണ്ടാമത്തെ ആദാമിനെ പറ്റി 2 പറയുന്നുണ്ട്. first Adam and second Adam, 2 Adam. ഒന്നാമത്തെ ആദാം അനുസരണക്കേടുള്ളവനായി മാറി, First Adam become disobedient man. രണ്ടാമത്തെ ആദാം അനുസരണം. Second Adam become the അപ്പൊ obedient one. ദൈവത്തെ അനുസരിച്ച് പോയതാണ് യേശുക്രിസ്തുവിൽ കാണുന്ന വിഷയം. The Jesus Christ obeyed the God. മറ്റവൻ എന്ത് ചെയ്തു? വീണുപോയി ലൂസിഫറിനെ അനുസരിച്ചു. They obey the Lucifer. ഇന്നിപ്പോ മറിഞ്ഞിരുന്ന ലൂസിഫർ ഇപ്പൊ ഈ കാലത്തിൽ ഈ മനുഷ്യന് സുപരിചിതനായി തീർന്നതാണ്. സുപരിചിതനായി തീർന്നു ലൂസിഫർ. Lucifer is very familiar to man nowadays. അതിന്റെ അർത്ഥം എന്താ? What is the meaning of ഇനി that? പെട്ടെന്ന് അധർമ്മമൂർത്തി വെളിപ്പെടും. Very soon the man of iniquity അവനെ will അഭിഷേകം come. ചെയ്ത് ലോകത്തിലേക്ക് ലൂസിഫർ കൊണ്ടുവരാൻ പോവുകയാണ്. And suddenly this man is going to come into the അതുകൊണ്ടാണ് world. ലൂസിഫറിനോട് ഇത്രയും മനുഷ്യർക്ക് ആവേശവും സ്നേഹവും. That's why the people got love towards ആ Lucifer. ലൂസിഫറിന്റെ ആത്മാവാണ് ഇന്ന് പല നേതാക്കന്മാരിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്. Many political leaders have the spirit of Lucifer. വഞ്ചനയുടെയും ചതിവിന്റെയും The deceit, വഞ്ചനയുടെയും the ചതിവിന്റെയും spirit of deceit. ഇതിൽ മനുഷ്യൻ പെട്ടു പോവാണ്. The man is stuck in this. അവനെന്തൊക്കെയോ വലിയ മോഹന വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് They get good promises. ഇപ്പൊ നോക്കിയ മനുഷ്യന് തലയ്ക്കകത്ത് പോലും ചിപ്പ് വെച്ചിട്ട് മനുഷ്യനെ നിയന്ത്രിച്ച് നടത്താൻ പോവാണ്. They put chip into the brain of the man and they got to control him. എല്ലാ മനുഷ്യരും ഒരു ചാടി കൊണ്ടുവരാൻ പോവാണ്. Every man is going to come into the one. ഇതിനെല്ലാം പിന്നെ സാത്താന്റെ ഒരു വെല്ലുവിളിയാണ്. Behind all these things, there's a challenge of man. യോബിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോഴേ The Job's book we read, ദൈവോത്തരന്മാർ ദൈവസന്നിധി ചെന്നപ്പോൾ when the sons of God went to the presence of God, സാത്താനും Satan also went there. ദൈവം ചോദിച്ചു, നീ എവിടുന്ന് വരുന്നു? God asked him, where from ഞാൻ where? ഭൂമിയെല്ലാം ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. I go hither and there and there and coming down. ദൈവത്തിന്റെ ശക്തി ഇല്ലല്ലോ. There is no power of God. അവൻ ഓരോ സ്ഥലത്തും കറങ്ങിയെങ്കിൽ മാത്രമേ പ്രശ്നം കാണത്തുള്ളൂ. Every place he used to wanted to see the things. അപ്പൊ ഇതവൻ വെല്ലുവിളിയായിട്ട് എടുത്തിട്ടാണ് മനുഷ്യനെ തന്റെ ജ്ഞാനം കൊടുത്തിട്ട് നീ എന്ത് ചെയ്യണം? എല്ലാ മനുഷ്യങ്ങളും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കൊണ്ടുവന്ന് നിയന്ത്രിക്കണം. He has taken this as a challenge and made the man into ദൈവത്തോട് one apart. വെല്ലുവിളിയിലാണ് ഇപ്പോൾ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. This is challenge against the ഒരു God. മനുഷ്യൻ ഒരിടത്തിരുന്ന് സകല ലോകത്തെ നിയന്ത്രിക്കാൻ പോവുകയാണ്. The person who is sitting in one place and going to control the whole world. പക്ഷേ ദൈവം അനുവദിക്കുന്നുണ്ട്. God is allowing this. ഒരു അവസാനത്തിൽ അതെല്ലാം പൊടിച്ചു കളയും. At the end, it's going to be destroyed. ഇതാണ് നടക്കാൻ പോകുന്നത്. This is what going to happen. അപ്പൊ ഈ മനുഷ്യൻ ഈ ലോകത്തിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. The man is behind this world running. നോക്കൂ, ഇപ്പൊ തന്നെ നമുക്കറിയാം ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ട് പലരും വിദേശത്ത് പോകുന്നുണ്ട്. The people who are not getting the job here going to the abroad. ഇവിടെ 5 മണിക്കൂർ പോലും ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു മടിയന്മാരും അവിടെ ചെന്ന് 16 മണിക്കൂർ ചെയ്ത് ഓവർടൈം കാശുണ്ടാക്കും. The people who don't want to work for 5 hours, they work for hours in the കാശുണ്ടാക്കി ചിലപ്പോൾ abroad. വീട് പണിത് അല്ലെങ്കിൽ അത് ചെയ്ത് വരുമ്പോൾ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇല്ലാത്ത രോഗം എല്ലാം കയറി പിടിക്കും. They make money and coming back they will get sick. ചിലപ്പോൾ അതിനിപ്പോൾ ചത്തും പോകും. Before that they die also.
ഇതാണ് ലോകജ്ഞാനം. This is the wisdom of this ദൈവം world. മനുഷ്യർക്ക് വിശ്രാമം നൽകുകയാണ്. The God gives rest to the man. ഓരോ ദിവസവും ജീവിതത്തോടൊപ്പം വിശ്രാമം നൽകുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. God gives rest to the man each and every day. അതുകൊണ്ട് ദൈവം ഉള്ളത് മതി. That's why God says അപ്പൊ ഇത് നമുക്ക് തിരിച്ചു വരാൻ, to come back, ഈ ആദാമിന്റെ ഇത് പ്രശ്നം പരിഹരിക്കാൻ to resolve Adam's problem. യേശു ക്രിസ്തുവിനെയാണ് ഭൂമിയിൽ നമുക്ക് തന്നിരിക്കുന്നത്. God has sent Jesus into this world. അതിനൊരു മാതൃകയായിട്ട് തന്നെ കർത്താവിനെ വെച്ചിരിക്കുകയാണ്. God has sent him as an example. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ സകലത്തിന്റെയും ലാക്കും നോക്കണം, വായിച്ചേ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം. നോക്കണം, അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ കൂടി തികഞ്ഞവനാക്കി തീർക്കണം. The captain of the salvation needs to go under the കഷ്ടം suffering. അനുഭവിക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഈ ലക്ഷ്യത്തിലെത്തത്തില്ല. We cannot go into this place without the suffering. കുറെ ലോക മനുഷ്യർ ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നു. Many people go on to suffering for the world. ഇപ്പൊ അദാനി അംബാനി എന്തുമാത്രം കഷ്ടം The അനുഭവിക്കുന്നു. people are suffering a lot. ലോകത്ത് അവരുടെ എല്ലാം പോയി വിഴിഞ്ഞ തുറമുഖം എടുക്കുന്നു, അവിടെ ചെടുക്കുന്നു, ഇതെല്ലാം എടുത്ത് സ്വസ്ഥതയുണ്ട്. They are taking a lot of responsibilities. They are suffering. കുറെ കഴിയുമ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് അലക്സാണ്ടർ പോയതുപോലെ പോവുകയും ചെയ്യണം. And after some times they have ഈ to die. ലോകത്തിന്റെ ആത്മാവാണ് ഇതെല്ലാം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. The spirit of the world is working behind them. ഇതെല്ലാം തകർന്നു പോകും. All these things will be ഈ perished. മനുഷ്യനുണ്ടാക്കിയ സകല സെറ്റിൽമെന്റും തകർന്നതിന് ശേഷം വീണ്ടും നാച്ചുറൽ ഇയർക്കയായ ഒരു ജീവിതം വരാൻ പോവാണ്. The natural world is going to come after this. അതെല്ലാം നഷ്ടപ്പെടും. All these things will be lost. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സകലത്തിന്റെ ലാക്കും സകലത്തിന്റെ കാരണഭൂതനായവൻ, So things which through him all things happen. തന്നെ പിൻഗമിക്കുന്ന മനുഷ്യരുടെ രക്ഷാനായകനായി തീർന്നവൻ, He became the captain of their salvation. താനും അനേക കഷ്ടങ്ങളിൽ കൂടിയാണ് ഈ തേജസ് പ്രാപിച്ചെടുത്തത്. Through many sufferings he got this glory. തേജസ് നമ്മളെ സംസ്കരിച്ചെടുക്കുകയാണ്. Here we got the glory. നമ്മളിലുള്ള പാപസ്വഭാവം മാനുഷ്യ സ്വഭാവങ്ങൾ ഇല്ലാതായി തീരുമ്പോൾ All the sins when it's banned, നമ്മൾ ദൈവത്തിന്റെ തേജസ് വന്നുകൊണ്ടേയിരിക്കും. we get the glory of the God. അപ്പൊ അതിന് തയ്യാറല്ലാത്തവർക്ക് അത് കിട്ടുകയില്ല. If we are not ready for that, we will not അതിന്റെ receive it. മാതൃകയാണ് യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. Jesus has shown that example. അവിടെ യേശു കഷ്ടാനുഭവ കൂട്ടായ്മ അനുഭവിച്ചറിയുന്നത് പൗലോസ് പറയുന്നു. That's why it is said that we need the partakers of suffering. ഇതുപോലെ of Christ. നാം ഈ കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ When we go through these sufferings, നമുക്ക് അവന്റെ സ്വരൂപത്തോട് നാം സദൃശ്യരായി തീരും. we can made likeness into his. റോമർ 8-ാം അധ്യായത്തിന്റെ 29-30 വായിച്ച്. റോമർ 8-29-30 ഇവിടെ വായിക്കുന്നേ. What we read there. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ തന്റെ സ്വരൂപത്തോട് ലൈക്നെസ് ആൻഡ് ഹിസ് ഇമേജ്, In his image. ആ ഇമേജ് ആയിത്തീരണം. സ്വരൂപം വീണ്ടും ആ സ്വരൂപത്തോട് വരണം. To come to that image once again. കർത്താവിനോട് ഒരിക്കൽ പരീക്ഷിക്കാൻ കൊണ്ടതില്ലേ, ഈ സ്വരൂപം മേലെടുത്ത് ആരുടെ അത് ചോദിച്ചില്ലേ. And they asked to read this. അപ്പൊ ദൈവത്തിലുള്ള ദൈവത്തിനും സീസർക്കുള്ള സീസറും. Whatever given to God is given to ഇത് God. രണ്ടും കൂടെ ഒന്നിച്ചു പോകാനൊക്കത്തില്ല. We cannot keep both things ഒരേ together. നാണയത്തിൽ രണ്ട് തലയുണ്ടാകത്തില്ല. Your same coin should not have two heads. ലോകവും വേണം, ദൈവവും വേണം. We need the word and God. രണ്ടും കൂടെ കിട്ടത്തില്ല. We cannot get both of ഒന്നുകിൽ them. നിന്റെ സ്വരൂപം ദൈവത്തിന്റെ ആയിരിക്കണം. One image should be of God. അത് നിനക്കില്ല എങ്കിൽ നീ ലോകത്തിന്റെ സ്വരൂപമായി മാറിയിരിക്കും. If you don't have that, you will be getting the image of this ഒരു world. വിശ്വാസിക്ക് വേലക്കാരോ രണ്ട് ഇമേജിലാകാനൊക്കില്ല. The believer and worker cannot have അവിടെ two ഏത് വേണം images. തീരുമാനിക്കണം നമ്മളാണ്. You have to decide which one you want. അപ്പൊ ഇവിടെ വായിക്കുമ്പോൾ Here we read, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും He makes them, നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. He glorified them. മൂന്ന് കാര്യങ്ങൾ. There are three things. കർത്താവ് തന്റെ സുവിശേഷം ലോകത്തിലേക്ക് അയച്ച് നമ്മൾ വിളിക്കുകയാണ്. When the God sent His gospel, he അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, called, "Oh, all peoples who labor and heavy അങ്ങനെ laden." ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. When the word of the God is proclaimed, എന്തിനാണ് ഈ പ്രഘോഷിക്കുന്നത്? why they is proclaimed? ആദാമിൽ കൂടി ഇപ്പൊ നഷ്ടപ്പെട്ട മനുഷ്യൻ The man who is lost in Adam ക്രിസ്തുവിലേക്ക് ദൈവത്തിലേക്ക് വീണ്ടും വരാൻ, to come back to ആ Christ, പരദീസിലേക്ക് വരാൻ, to come to this ആ paradise, ജീവവൃക്ഷത്തിന്റെ ഫലം അനുഭവിപ്പാൻ to eat the fruit of this tree of അവനെ life. വിളിക്കുകയാണ്. God is calling. അത് ജാതി മതം എന്ന് പറഞ്ഞ് വേർതിരിച്ച് പിശാചി മനുഷ്യനെ വേർതിരിക്കുകയാണ്. There is no religion or caste. ദൈവ മനുഷ്യൻ സൃഷ്ടിക്കുമ്പോൾ When God created the man, ഒരാണും പെണ്ണുമായിട്ട് രണ്ട് ജാതിയേ ഉള്ളൂ. only two castes. The പക്ഷെ man and പിശാചി തമ്മിൽ അടുപ്പിച്ചിട്ട് ജാതിയും മതം ഉണ്ടാക്കി മനുഷ്യനെ ഇങ്ങനെ the കലക്കൊണ്ടിരിക്കുകയാണ്. devil creates all these castes and making the people fight എന്നാലും each other. ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നു. But the God's work God is doing. അപ്പൊ ഈ മനുഷ്യനെ ദൈവം വിളിക്കുകയാണ്. The God calling this man. ഭൂമിയുടെ അറുതി മുതൽ അറ്റം വരെ ദൈവം വിളിക്കുക, അല്ലെങ്കിൽ അവസാനം വരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. God is calling all the man from the nook and corner സൂര്യന്റെ of the world. ഉദയം മുതൽ അസ്തമനം വരെ, From the dawn of the sun until the end of the ക്രിസ്തു sun. ഉദിച്ച നാൾ മുതൽ, ക്രിസ്തു ഭൂമിയിൽ ഉദിച്ച മുതൽ, From the Christ came into this world. നീതിയിൽ സൂര്യൻ He is a son of righteousness. തന്റെ അസ്തമന കൃപയുടെ കാലം തീരുന്നവരെ Until the end of the grace ഈ മനുഷ്യനെ dispensation, വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. God is calling everyone. അങ്ങനെ സുവിശേഷത്തിന്റെ വിളി, This calling of the gospel. അതാണ് റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ The Romans we read, വചനം കേൾവിയാലും the word by hearing, കേൾവി വിശ്വാസത്താലും. hearing by faith. അപ്പൊ വചനം അറിയിക്കണം.
We have to declare ഒരു the കാര്യം gospel. അറിയിക്കാതെ എങ്ങനെ അവർ കേൾക്കും? We have to tell this gospel to കേൾക്കാതെ others. എങ്ങനെ വിശ്വസിക്കും? Without hearing, how they can ചില believe? സ്പെഷ്യൽ കേസുകളിലൊക്കെ ദൈവം നേരിട്ട് ഇടപെടാറുണ്ട്. ഇപ്പൊ ശൗലിനെ സന്ദർശിച്ചു. In some special cases, God is to intervene ഞാൻ ഈ directly. വിശ്വാസി വരുമ്പോൾ എനിക്ക് ഒരു വിശ്വാസിയെ പോലും പരിചയമില്ല. When I was before the believer, I don't have any, ഒരാൾ പോലും എന്നോട് സുവിശേഷം പറഞ്ഞിട്ടില്ല. no person given me the ഇങ്ങനെ ഒരു gospel. മാർഗം ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. I don't know this kind of എന്റെ place. മുറിയിൽ വെച്ച് യേശു എന്നെ സന്ദർശിച്ചു. In my room, God has intervened me. ഒറ്റ രാത്രിയോട് ഞാൻ മാനസാന്തരപ്പെട്ടു ദൈവത്തിന്റെ ഭാഗത്തേക്ക് In വന്നു. a single night, I got saved and I became a പിന്നീടാണ് child ഈ of God. മാർഗക്കാരെ പോലും മനസ്സിലാക്കുന്നത്. After that only I അപ്പൊ understood ചില all this. സ്പെഷ്യൽ കേസുകളിൽ ദൈവം അങ്ങനെ ചെയ്യാറുണ്ട്. In special cases, God used to do this. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി എന്താ? But what is our ഈ duty? വചനം എല്ലാവരോടും പ്രസംഗിക്കണം. We have to preach this gospel to വചനം others. കേൾക്കണം. You have to hear the word of God. കേൾവിയെ വിശ്വാസം ഉണ്ടാക്കും. By hearing, we get the അങ്ങനെ faith. വിശ്വസിച്ചവർ When they get belief, സ്നാനമേറ്റ് കർത്താവിനോട് ചേരും. they got the ഇനി baptism. അവരെ നീതീകരിക്കണം. God will justify them. ദൈവത്തിന്റെ നീതിമാന്മാരാക്കി മാറ്റണം. God makes to bring them righteousness യേശുവിന്റെ of God. രക്തത്താലും By the blood of God, യേശുവിന്റെ വചനത്താലും by the word of God, യേശുവിന്റെ by ആത്മാവിനാലും the spirit of നമ്മളെ God. നീതീകരിച്ചുകൊണ്ടേയിരിക്കും. They needs to be നമ്മളിലുള്ള justified. നീതി നീക്കിപ്പോകും. Our righteousness would go away. നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തില് In 2 Corinthians 5, 20-21 വായിക്കുമ്പോൾ in 2021, 20:21 നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് we are the righteousness in Him for നാം God. അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് We become the righteousness of the God through Him. വായിച്ചേ 2 കൊരിന്ത്യർ 5:20-21. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാധിപതികളായ അപ്പൊ ക്രിസ്തു ഭൂമിയിൽ ഇപ്പോൾ ജഡത്തിൽ വെളിപ്പെടാത്തതുകൊണ്ട് Before the Christ is not coming into the world as a അതിന്റെ flesh, റെപ്രസെന്റേറ്റീവുകളായിട്ട് നമ്മളെ വെച്ചിരിക്കുക. we are as ambassadors. അപ്പൊ നമുക്കറിയാലോ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഇല്ലേ? We see the sales ഒരു representatives കമ്പനി ആയാൽ as a company. അവരുടെ പ്രോഡക്റ്റിനെ അറിയിക്കാൻ അവർ സെയിൽസ് ആളുകളെ വെക്കും. They keep some people to declare their products. അവർ പോയി പരിചയപ്പെടുത്തി ഇത് ഞങ്ങളുടെ നല്ല സാധനമാണ്. They will show this product to others. നല്ല കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. And some of the companies used to do this. ഇതുപോലെ ക്രിസ്തു തന്റെ സുവിശേഷം ദൗത്യം In the Christ, His gospel, നമ്മളോട് പോയി പറയാൻ പറഞ്ഞിരിക്കുകയാണ്. God asked us to do so. അതിന് അപ്പോസ്തലന്മാരെയും And apostles, ദൈവത്തിന്റെ ജനങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ ചെയ്ത പോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. and as a believers, we also do this. അതായത് ഇപ്പോഴും ചെയ്യണം. We have to do this as നിങ്ങൾ well. മടുത്തു പോകരുത്. We should not be tired. നിങ്ങൾ ആ സമയം കൂടെ കാശുണ്ടാക്കാനും കളത്ര ഇത് കുറ്റം പറയാനും പിന്നെ തമാശ പറയാനൊക്കെ പോയാൽ അവസാനം ന്യായവിധി ഉണ്ടാവും. We should not making money in this time. നിങ്ങളെന്തിനാണ് ലോകത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്? We should not work for this world. യേശുവിന് വേണ്ടി അധ്വാനിക്കേണ്ട വിശ്വാസികളും വേലക്കാരും പിശാചിന്റെ പ്രവൃത്തി ചെയ്യണം. You have to work for the God. വാട്സപ്പിൽ കാണുന്ന തോന്നിവാസം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. We are sharing the knowledge. ഇല്ല തമാശ കളി പരിഹാസം ഇതെല്ലാം അയച്ചു കൊടുക്കുക സഹവിശ്വാസികൾ. We are sending the WhatsApp things. ഒന്ന് രണ്ട് വിശ്വാസികൾ എന്നെ കാണിച്ചു അച്ചായതല്ല നമ്മുടെ ഒരു വിശ്വാസി അയച്ചതാ. Some of the believers shown me. നീ എന്തിനാണ് പിശാചിന്റെ ജോലി ചെയ്യുന്നത്? അവൻ വല്ല ശമ്പളം തരുക? Why you are doing His work, the devil's അപ്പൊ work. നിങ്ങൾ ബുദ്ധിയുള്ളവര് ഈ കേൾക്കുന്നവർ ആര് തന്നെ The ആയിരുന്നാലും intelligent people ഇനിയുള്ള who സമയം are in this ഈ remaining time, സുവിശേഷത്തിന്റെ ഭാഗം പ്രചരിപ്പിക്കേ. you share the gospel things. നിങ്ങൾ കാശും കൊണ്ടുപോയി ആവശ്യമില്ലാത്തെല്ലാം വാങ്ങിച്ചു കൂട്ടി വീട്ടിലെ ഷോക്കേസ് വയ്ക്കുക, അവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക. എന്തിനൊക്കെ 10 ട്രാക്ട് അടിച്ചുകൂടെ? അല്ലാതെ നമ്മുടെ ചോദിച്ചാൽ ചെയ്തതുപോലെ എന്ത് ചെയ്യണം? What way to do? പുള്ളി എന്നെ കുറെ വചനമൊക്കെ എഴുതി എന്നെ കൂടെ തന്നു. I given some verses. താനെല്ലാം ചെക്ക് ചെയ്തു, He has checked it, പ്രിന്റ് ചെയ്ത് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുകയാണ്. and now he is distributing those. ഞാൻ ഇവിടെ ചേർത്ത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Now I am sharing it to others. താനെ ഒരു നല്ല എമൗണ്ട് അതിന് വേണ്ടി ചെലവാക്കി. He has spent a lot of money for this. അങ്ങനെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യും. And you have to do good things like this. നിങ്ങൾ എന്തിനാണ് ഈ പിശാചിന് വേണ്ടി ചെയ്യുന്നത്? Why you are doing the work of devil? അന്ത്യക്രിസ്തുവിന്റെ രാജ്യം ഒരുക്കാൻ പെന്തക്കോസ്തുകാരെന്തിനാ കഷ്ടപ്പെടുന്നത്? Why you are making the kingdom of devil? ബുദ്ധിയുള്ളവരായി നിങ്ങൾ As a brilliant people, ദൈവത്തിന്റെ പ്രവൃത്തി ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. you have to do the work of God with the അല്ല zealous. നിങ്ങളുടെ ദൈവത്തിനോട് നിങ്ങൾ പോകും. You have to go with നിങ്ങളുടെ God. ദൈവത്തിനോട് പോകും. Otherwise, you will go with your God. അത്രേ ഉള്ളൂ. That's the end. ഇവിടെ അങ്ങനെ ഇപ്പൊ ഈ കാലത്ത് വലിയ ബന്ധത്തിന് വലിയ സാധനമൊന്നുമില്ല. There is no importance for the relationship. These days. ക്രിസ്തുവിലുള്ളവർ ഒന്നാകും. The peoples in the Christ will get അല്ലാത്തവർ united. പഠിക്ക് പോകും. നമുക്ക് തന്നെ കേട്ടോ. Other peoples go in other way. പോകുന്നുള്ളവർ നമ്മൾ ഉപദേശിക്കുക. Other peoples can. അപ്പോൾ നിങ്ങൾ ബുദ്ധിയുള്ളവരായിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നൊരു ഇത് വേണം. അതാമനോട് ചോദിച്ച പോലെ നീ എവിടെയാ, നീ എന്താ ചെയ്യുന്നത്, What are you doing? എന്താ നീ ചെയ്തുകൊണ്ട് രാവിലെ എഴുന്നേൽക്കും, കുറെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കും, ബാങ്കിൽ കൂട്ടും, അവിടുത്തെ ബുക്കെടുത്ത് നോക്കും, ഒരു സന്തോഷം വരും. ഇന്നലത്തേക്കാൾ 10,000 രൂപ കൂടി, സ്വത്രം ഇല്ലയോ? ഇങ്ങനെ കൂട്ടി ഒരു ദിവസം റിസർവ് ബാങ്കിൻ്റെ ഓർഡർ വരും, പൈസ എല്ലാം ഡിസ്മസ് ചെയ്തിരിക്കുന്നു. We are happy with the money. At the end, all this will be taken us. എല്ലാം ക്രെഡിറ്റ് കാർഡിൽ വെച്ചോണം. Everything should be in the card. ഞങ്ങൾ ഇനി പ്രിന്റ് ചെയ്യാൻ പോകുന്നില്ല, എല്ലാം പിൻവലിച്ചു. We are not going to print anymore the money. എപ്പോഴാണ് നെഞ്ചുവേദന വന്നു? Suddenly you will get the heart pain. പ്രാർത്ഥിക്കണം. Or pray for എന്താ വിഷയം? നെഞ്ചുവേദന. chest pain. കാരണം എന്താന്ന് പറയത്തില്ല. What is the reason? They will not say. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചുള്ളിയോട് ഇരിക്കുമ്പോഴേ When I was in Chuliwot, നമ്മുടെ ഒരു ദൈവദാസൻ അന്ന് രാത്രി അവിടെ താമസിക്കാൻ വന്ന one of the servant of God came staying there. 8-ാം തീയതി, എന്താ ജനുവരി 8, നവംബർ 8. In November 8th. ഇന്ന് ഞാൻ ചെറിയാജനോട് താമസിക്കാന്ന് പറഞ്ഞു വന്നാ. Now I'm going to stay with you. He came. എൻ്റെ കൂടെ 3-4 സഹോദരന്മാരും ഉണ്ട്. 3 or 4 brothers were there at the time. അല്പസമയത്തിനുള്ളിൽ ഒരു ഫോൺ വന്നു. Suddenly he got a phone.
500 നോട്ടെല്ലാം പിൻവലിച്ചു, 1000 പിൻവലിച്ചു. All the 500 rupee notes are അയ്യോ withdrawn. ചെറിയ ഞാൻ പോവാ, ഉടനെ പോവാ. Suddenly he is going. എൻ്റെ കുറച്ച് കാശ്, പുള്ളി പരമാർത്ഥയോട് പറഞ്ഞാണ്, പുള്ളി അന്നിവിടെ കെട്ടുപണിയൊക്കെ ഉണ്ട്, കുറച്ച് കാശ് ഇരിപ്പുണ്ട്, അത് ആർക്കെങ്കിലും വീതിച്ചു കൊടുത്ത് മാറ്റണം, ഇല്ലെങ്കിൽ കാശ് പോകും. All this money will be lost. ഞാൻ പറഞ്ഞു എന്തിനാ വെപ്രാളപ്പെടുന്നത്, 3 മാസത്തെ അവധിയുണ്ട്. We are panicking, or 3 months you are there. അപ്പം നോക്കണം, ഇതുപോലെയാണ് പലരും. So many people are like this. പിന്നെ ഇതെല്ലാം എടുത്ത് നോക്കാം. 500-ൻ്റെ ഗാന്ധിത്തലയും ഇപ്പം 1000 ഇല്ലാത്തതുകൊണ്ട് അത് സമാനമുണ്ട്, കെട്ടുകണക്കിനുണ്ടെന്ന്. പിന്നെ ഭാര്യയുടെ കൊടുക്കാം, എടി കട്ടക്കാപ്പി ഉണ്ടാക്കിത്താ, അങ്ങനെയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകട്ടെ. ഇത് സംഭവിക്കാൻ പോവുക. This is going to happen. പിന്നെ യഥാർത്ഥ പെന്തക്കോസ്തുകാർക്ക് ഒരു സന്തോഷമുണ്ട്, The real Pentecostal people, സ്വർണ്ണം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. because you don't have the gold, there ഈ is no സ്വർണ്ണം problem. കയറി കയറി പോവല്ലേ, gold is ബാബേൽ കോട്ട getting പോകുന്ന പോലെ കയറി കയറി പോവുക. Every day it is getting high. ഈ അടുത്ത സമയത്ത് കേൾക്കാം 24 അല്ലെങ്കിൽ 24 താണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ല 25 ആയിരിക്കാം. 24, 25. നിങ്ങൾ കേൾക്കാം സ്വർണത്തിന്റെ വില എടുത്തു കളഞ്ഞു. The value of the gold is going to go down. അപ്പൊ എന്ത് ചെയ്യും? What you will do? ഈ സ്വർണ്ണം ശേഖരിച്ചുകൊണ്ടെല്ലാം നെഞ്ചു കയറും. All the gold, people who saved the gold, will get it ദേഷ്യത്തോടെ അത് വീതിയിൽ എറിഞ്ഞു കളയുന്നു, ആർക്കും വേണ്ട. they will sell it in പണ്ട് the world. കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, ഡോളർ എല്ലാം ഇറ്റലിയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും വലിച്ചെറിയത് കണ്ടിട്ടില്ലേ? And they throw these dollars. എടുക്കാൻ പോലും ആളില്ല. There is no one to take നമ്മുടെ this. പ്രിയരെ, ഇതൊന്നും സ്റ്റോക്ക് ചെയ്യേണ്ട സമയമല്ല. You should not stock this money. നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ച് Let us spend this for the good things. പ്രയോജനപ്പെടുത്തിക്കോണം. Let us make a profit. ഇല്ലാത്തവർക്ക് കൊടുക്കണം. Let us give to the people who അല്ലെങ്കിൽ don't have. ഇതുപോലെ വീടുകളൊക്കെ ഇല്ലാത്തത് പണിയാളൊക്കെ നമ്മൾ സഹായിക്കുന്നത് We have to help the people who don't have the houses. പാവപ്പെട്ട മനുഷ്യരാണെന്ന് മനസ്സിലാക്കി അവരുടെ അത്യാവശ്യങ്ങളിൽ അവരെ സഹായിക്കേ. We have to help the poor peoples. ഇതെല്ലാം കത്തിക്കേണ്ടി വരും. We have to ban all these things. ഗാന്ധിത്തല മുഴുവൻ കത്തിക്കും. All these notes will be banned. ഈടങ്ങാണ്ട് ഗാന്ധിയുടെ ഒരു പ്രതിമ ഉടച്ചതേ ഉള്ളൂ, ഇനി ഗാന്ധി തല കത്തിക്കാൻ പോവാ. And the image of the Gandhi is broken. മനുഷ്യൻ. Now this notes also going to be banned. സ്വർണ്ണം എടുത്ത് എറിഞ്ഞു കളയും. And they are going to throw this gold. ബൈബിളിലുള്ള സ്വർണ്ണം അവർക്ക് മലമായി മോശമായി തോന്നുന്നതാണ്. And this gold will be like a dung. രണ്ടാമത് വെള്ളി വീതിയിൽ എറിഞ്ഞു കളയും. And they will throw the silver into the ഇപ്പൊ street. സംഭവിക്കാം, ചിലപ്പോൾ 24 തന്നെ സംഭവിക്കും. It will happen on 24th. അതുകൊണ്ട് ഇതിനെപ്പോ അധികം സ്നേഹിക്കാൻ പോരുത്. You should not love all these things. നിങ്ങൾ ഈ രാവിലെ മുതൽ എഴുന്നേറ്റ് കാശുണ്ടാക്കണം, വേറൊരു പണിയില്ല. You should not go behind the money and earning the money. അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് വല്ല ഗുണമുണ്ടോ? What is the use of making the money? കൂട്ടി വെക്കുക, അവസാനം പോയി ശ്രീവാ ഹോസ്പിറ്റലിലോ രക്തഗിരിയിലോ പോയി 3-4 ദിവസം കിടന്ന് കുറെ കാശ് അവർക്ക് കൊടുത്തിട്ട് തിരിച്ചു വരും. You are collecting all this money and they end up in the hospital and spending all this money. കഴിഞ്ഞ ദിവസം ഒരു കടക്കാരൻ പറഞ്ഞു, എൻ്റെ 17,000 രൂപ ഞാൻ തട്ടുകട നടത്താൻ പോയതാ, കണ്ടില്ല. I have lost my 17,000 rupees. ഒരു തട്ടുകട നടത്താൻ എത്ര ദിവസം കൊണ്ട് 17,000 രൂപ ഉണ്ടാക്കുന്നത്? How much they can spend, expense this money? അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവം. This kind of things we can happen. നല്ല രീതിയിൽ ദൈവത്തോട് ചോദിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചോ. You have to use the money in correct way. അതുകൊണ്ട് KP മോഹനന്റെ 6 പരിശോധിച്ച് പണ്ടില്ല എത്ര കോടിയാ. How many crores they found? പുള്ളി ഒരുപാട് ചെലവഴിച്ച മനുഷ്യനാണ്, എനിക്കങ്ങനെ ഇഷ്ടമാണ്. പക്ഷെ നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷെ ഇത് മറന്നുപോയി കാണുമായിരിക്കും. അതാ He done ഇത് some good മറന്നുപോയി works. കാണും, എവിടെങ്കിലും കൊണ്ട് ഇട്ടിട്ട് മറന്നു, അല്ലെങ്കിൽ എടുക്കാൻ സമയം കിട്ടിയില്ല. He didn't take the money. നോക്കണം, ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യമായുണ്ട്. These are all things going to happen. ദൈവമക്കളായ നമ്മൾ The people, the children of God, കർത്താവിന്റെ വ്യാപാരം ചെയ്യും. you have to spend for 10 പേരെ God. കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ നോക്കേ. Take 10 people out of the 2 fire. പേരെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കേ. Take 2 people to the നമ്മുടെ heaven. കർത്താവായ യേശു നമ്മുടെ ബോസ് എന്താ ചെയ്തത്? What our Lord has ആ done കുരിശേ കിടക്കുന്ന സമയത്ത് during the time of the ഒരു cross, നമ്പർ 1 കള്ളനെ രക്ഷിച്ചു കൊണ്ടുപോയി. നോക്കണം, He saved a അതാണ് thief. ഏറ്റവും വലിയ സന്തോഷം. This is a big joy. കുരിശേ കിടന്ന് എന്റെ പ്രാണനെ വിടാൻ നേരത്തും During when he was dying in the cross, അപ്പൊ ശിഷ്യന്മാരോ ദൂതന്മാരെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. all the angels were waiting. ദൈവപുത്രൻ മരിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ട സമയമായി. The Son of God is dying, coming അവനെ to the heaven. സ്വീകരിക്കാൻ ഗബ്രിയേലും ഒക്കെ നോക്കുമ്പോൾ All the Gabriel is waiting to receive ഇതാ him. വരുന്നു. Suddenly, പണ്ട് ഞങ്ങളുടെ നാട്ടില് in our country, ഒരു സ്ത്രീ ജർമ്മനിക്ക് പോയി. one girl went to Germany ജർമ്മനിയിൽ പോയി കുറെ ആൾ ജോലി ചെയ്തു. and she worked there പണ്ട് കാലത്താ, in long 50 വർഷം മുമ്പാ. 50 years back, 50 അല്ല 60 വർഷം മുമ്പ്. like 60 years back. വലിയ പുള്ളിക്കാരൻ തിരിച്ചു വരുമ്പോഴേ മകളെ കാത്തിരിക്കുക. When she come back, the daughter is waiting. അപ്പൊ അവിടെ വന്നപ്പോ അവിടുത്തെ ഒരു ആഫ്രിക്കാരൻ കൂട്ടിക്കൊണ്ട് പോകുന്നത്. And she came back with an African boy. അപ്പൊ തള്ള പറയാ, And the mother told, ഇടി നിനക്കൊരു വെള്ള സായിപ്പിനെങ്കിലും കിട്ടിയിരുന്ന ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഈ കർമ്മനെ കൊണ്ടാണോ വന്നെന്ന് ചോദിച്ചു. you could have get a you could have get a westerner. Why you taken this dark one? തന്തയൊന്നും പറഞ്ഞില്ല, The father didn't say anything. ഒന്നും പറഞ്ഞില്ല. I didn't say anything. കാരണം അയാൾക്ക് വിവരമുണ്ട്. അപ്പൊ തള്ളക്ക് കറുപ്പോട്ട് ഇഷ്ടപ്പെട്ടില്ല, കറമ്പനെ കൊണ്ട് വന്നിരി കാപ്പിരി. The mother didn't like എന്നാ the പിന്നെ dark സായിപ്പിനെ കൊണ്ട് വരാൻ വിചാരിച്ചു Why didn't get the white man? എന്ന് പറഞ്ഞ പോലെ Likewise, ദൂതന്മാർ ചോദിച്ചു, എടാ ഇദ്ദേഹത്തിന് ഈ കള്ളനെ പിടിച്ചോണ്ടാണ് വന്നത്. എത്രയും നല്ല മനുഷ്യർ അവിടെ പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതന്മാരുണ്ട്. ഇതെല്ലാം കളഞ്ഞിട്ട് നമ്പർ 1 നൊട്ടേറിയ ക്രിമിനലിനെ പിടിച്ചോണ്ട് വന്നിരിക്കും. Jesus has taken a thief to the heaven. The angels were asking. അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം. This is the gospel ഞാൻ of Christ. നീതിമാന്മാരെയല്ല Not for sinners. പാപികളെ എത്രയോ തേടി വന്നത്. For the sinners I come.
അതാണ് ക്രിസ്തുവിന്റെ മാർഗം. This is the way of Christ. വാസ്തവത്തിൽ അതുകൊണ്ടല്ലേ ഇന്ന് ഉപദേശിയായിട്ട് ഞാനും ഇരിക്കുന്നത്. That's സത്യത്തിൽ why I am also as a minister of God നിങ്ങളൊക്കെ now. വലിയ വെള്ളചട്ടിയിട്ട് മീശയും പഠിച്ച് ഭക്തന്മാരെ പോലെ ഇരിക്കുന്നതിന്റെ കാരണം അതല്ലേ. Because I am a good മറന്നു person. പോവല്ലേ കേട്ടോ. It is ഇവിടെ not. വന്ന് കുറെ നാൾ കഴിയുമ്പോൾ After some times, തൊന്തിയും വർദ്ധിച്ച് when we get this belly, ഇത് വലിയ തന്നെ കുടവേറും ചാണ്ടി we get this big belly, ഇങ്ങനെ നടപ്പ് കാണുമ്പോൾ വിചാരിച്ചോണം when we walk, we have to think, തമ്പുരാന്റെ കരണം കൊണ്ടാണ് ഇത്രയും എത്തിയെന്ന് വിചാരിച്ചോണം. because the grace of the God, you are അഹങ്കാരം up to കാണിച്ചാൽ here. If you have the pride, ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഒരുപാട് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇത് പറയുന്നില്ല. I'm not going to say once again, അത് ഭാഷയായാലും മദറായാലും വിശ്വാസിയായാലും ആരായിരുന്നാലും whether the pastor, mother, or believer, anyone. ദൈവത്തിന് സ്തോത്രം. Praise be to അതാണ് God. ക്രിസ്തു നോക്കണം. അവസാനത്തിൽ At the end, ആ കള്ളനെ കൂടെ രക്ഷിച്ചോണ്ട് പോയി. the God has saved the thief also. ഈ കള്ളനെ വേണ്ട. Oh, I don't നമ്മുടെ know. പുള്ളികൾക്കൊന്നും അത് പിടിക്കത്തില്ല. അതാ Some we people don't like him. വെളുത്തെല്ലാം പാലെന്നുള്ളത് ഈ ഒരു അബദ്ധം പറ്റി. One person has done a ഒരു mistake. വെളുത്ത പുള്ളിയെ കണ്ടപ്പോൾ ആ പുള്ളി റോയൽ കുടുംബത്തിൽ ജനിച്ചാന്ന് വിചാരിച്ചു. When he is seen, a fair person thought he is a ഭയങ്കര സ്നേഹവും സംസാരവും ഫോണിൽ കൂടെ വിളി. അവസാനം അറിഞ്ഞപ്പോ എന്തുവാ, At the end, he understood. അവിടെ അതും പറയുന്നില്ല. He didn't, അതോടെ നിരാശയായിപ്പോയി. and he is in despair. കണ്ണൂരിൽ ഒരു പെൺകുട്ടി One girl in Kannur, ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. she loved a boy. സ്നേഹിച്ചങ്ങ് ചാറ്റിങ് ചെയ്ത് അവസാനം രണ്ടുപേരും കൂടെ അവിടുന്ന് പുറപ്പെട്ട് പോകാൻ പോയി. After the chatting, they planned to go away. കണ്ണൂരിൽ ബസ് സ്റ്റാൻഡിൽ വന്ന് തന്റെ സഹോദരൻ ഈ പറഞ്ഞ ഫിയാൻസിയെ കാത്തിരിക്കുക. She was in the Kannur bus stand waiting for the fiancé. ഈ പെണ്ണ് പറയുന്നോട്ട് ആരും കാണുന്നില്ല. The girl was waiting, nobody is coming. 68 വയസ്സുള്ള ഒരു കിളവൻ നിൽപ്പുണ്ട് അവിടെ. 68 years old man was staying. കിളവനല്ലല്ലോ ഒരു കിളവൻ. He is a very old person. അയക്ക് മനസ്സിലായി. He understood. അയക്ക് മനസ്സിലായി ഈ പെണ്ണവളാന്ന്. This is the girl. പുള്ളി തമാശന് ചാറ്റ് ചെയ്താ എവിടെ കയറി കൊത്തി. The curiosity, he just chatted. ഏതായാലും വല്ല വയസ്സല്ലേ വല്ല വർത്തമാനം കേട്ടോണ്ടിരിക്കാന്ന് പറഞ്ഞോളൂ. അത്രയും പുള്ളി പ്രതീക്ഷിച്ചുള്ളൂ. He just asked this. പുള്ളി തമാശ വർത്തമാനം കേട്ട് പുള്ളിക്ക് ഒരു ആസ്വാദനം, സന്തോഷം. After hearing all these things, he got curious. അവസാനം തന്റെ പെണ്ണിക്ക് പോകുന്നില്ലേ. At the end, the girl come. ബസ് സ്റ്റാൻഡ് വെച്ച് പരിചയപ്പെട്ടു. ഞാൻ എന്നാരെന്ന് പറഞ്ഞപ്പോൾ അവൾ ബോധം കെട്ട് വിടും. In the bus stand, when he sees the real man, he got shocked and fainted. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. And the police station, പുള്ളി ഉള്ളത് പറഞ്ഞു, ഞാന് എന്റെ ചാറ്റിങ് നോക്കി, ഞാൻ വിട്ടൊന്നും പറഞ്ഞില്ല. in my chatting, I never told that. കേൾക്കുമ്പോൾ രസം തോന്നി, അങ്ങനെ കേട്ടോണ്ടിരുന്നുള്ളേ ഉള്ളൂ. ഞാൻ സത്യം പറയാൻ വേണ്ടി വന്നതാണ്. എടി കൊച്ചെ, നീ ഇനിമേലെങ്കിലും വഞ്ചിക്കപ്പെടരുതെന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് സംഗതി പിരിച്ചു വിട്ടു. I just come to say, I want her. ഈ ചാറ്റിംഗ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും The people so chatting should be careful. ചില കൊള്ളക്കാരും തീവ്രവാദികളും IS ഗ്രൂപ്പൊക്കെ ആയിരിക്കും കേട്ടോ. There are some terrorists used to chat like this. അവസാനം എല്ലായിടത്തും പോയി ആടിനെ മേയ്ക്കേണ്ട ഗതികേട് വരും. At the end, you have to behind the sheep. രണ്ടാത്തിനൊന്നും പോയേക്കരുത്. You should not go behind all these അപ്പൊ things. ഈ ക്രിസ്തു ചെയ്ത പോലെ നമ്മൾ ഈ നാളുകളിൽ സുവിശേഷത്തിന്റെ വക്താക്കളായി തീരെ. Like Christ, we also should be the സുവിശേഷം people അടയാൻ of പോവുകയാണ്. gospel. The gospel ഈ is going to finish. തേജസ്സുള്ള സുവിശേഷം, This glorious gospel. നമ്മൾ ആ തേജസ്സിന്റെ സുവിശേഷമാണെന്ന് അന്ന് ജനങ്ങൾ അറിഞ്ഞില്ല. That day they didn't understand this glorious അതുകൊണ്ടാണ് gospel. അവർ അവനെ ക്രൂശിച്ച് വായിച്ചു. That's why they ഇല്ലായിരുന്നെങ്കിൽ Otherwise, യേശുവിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു. വാക്യം വെച്ച് 3-ാം അധ്യായം 3-ാം അധ്യായത്തിലല്ലേ, അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സിന്റെ സുവിശേഷം അല്ലല്ലോ. വായിച്ചേ, എവിടെ അത്? 1 Corinthians 3 അവസാനമാണ്. 2 Corinthians. ദൈവം അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവര് ക്രൂശിക്കില്ലായിരുന്നു എന്നൊരു വാക്യമില്ലേ. അപ്പം അത് കൊരിന്ത്യർ ലേഖനത്തിലുണ്ട്. തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. 2-ാം അധ്യായത്തിൽ 1 Corinthians 2 അവസാനമാണ്. വായിച്ചേ, 2:8 വായിക്കാം. അറിഞ്ഞിരുന്നില്ല, അവൻ അറിയായിക. നമ്മൾ അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്തില്ലെങ്കിൽ ശിക്ഷയുണ്ട്. if you know, അപ്പൊ അവർക്കിത് അവർ പ്രതീക്ഷിച്ചെന്നറിയാവോ? വലിയ റോയൽ കുടുംബത്തിൽ യേശു ജനിച്ച് God will come in a വലിയ royal family. പ്രതാപത്തോടു കൂടി യേശു വരും. ഇസ്രായേലിനെ രക്ഷിക്കാൻ വലിയ സർവ്വസൈന്യാധിപരായിട്ട് വരും. He will come to save the ഈ Israel. പ്രതീക്ഷയാണ് അവർ ഇരുന്നത്. This expectation they had. ഇന്ന് പെന്തക്കോസ്തുകാർ അങ്ങനല്ലേ? So now Pentecostal people are like this. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്, The appearance of Jesus, ആഘോഷിക്കാൻ കാത്തിരിക്കുക. they are ready to celebrate his coming. ഭയങ്കര ആഘോഷമാക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുക. They are waiting for a celebration. പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല യേശു വരുന്നത്. In this way, Jesus is not going to come back. ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. Not this way. യേശുവിന്റെ വരവ് രഹസ്യവരവ്, ആരും അറിയില്ല. God is going to be secret coming. അവന്റെ വരവ് ആത്മാവിൽ ഗ്രഹിക്കുന്നവർക്ക് ആ മുടിയനായ പുത്രൻ പ്രാകൃതനായിട്ട് ഈ പറഞ്ഞ പോലെ പന്നിയുടെ കൂടെ കിടന്ന ഷേപ്പും മാറി എല്ലാം മാറിയിട്ട് അപ്പനെ തിരിച്ചറിഞ്ഞു. Even the prodigal son, he has changed his things. The father understood. ഇതുപോലെ ഒരു ആത്മബന്ധമുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വരവിനെ തിരിച്ചറിയാൻ കഴിയൂ. Only the peoples of the relationship with God can understand. കള്ളനെ പോലെ Like a thief, he will come.
കള്ളനെ കിട്ടി കഴിഞ്ഞപ്പോൾ ഭർത്താവിന് ആ വീട് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. God understood this. കള്ളൻ സ്വർഗത്തിൽ പോയതുപോലെ ഞാനും കള്ളനെ പോലെ വരും എന്നാ പറഞ്ഞത്. Like thief went to the heaven, I will also come as a thief. നമ്മളാണ് എന്ത് പറഞ്ഞു, ഞാൻ രാജാവായിട്ട് വരും, I will come as a king. ഇതൊക്കെ പറയാൻ നമുക്ക് ഇഷ്ടം. We love this to നമ്മുടെ see, കുടുംബത്തെ ഒന്ന് ഉയർത്തി to make our family high. പണ്ടിരുന്ന് പറഞ്ഞ പോലെ എൻ്റെ അപ്പൻ ഞങ്ങൾക്ക് 8 ഏക്കർ നിലമായി കിടക്കുന്നത്, ഞങ്ങളെ കണ്ടില്ല, ഞങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത് 8 ഏക്കർ നിലം. My father has 8 acres of land. ഇത് മുഴുവൻ നോക്കാനേ എനിക്ക് സമയമില്ല. I don't have time to look after all this. പിന്നെ എന്തോ ചെയ്യാൻ, അതുകൊണ്ട് ഞാൻ മോനെ കൂടെ ഏൽപ്പിച്ചിരിക്കുക. So now I given this my son. നടന്ന സംഭവം തിരുവല്ലയിൽ നടന്ന കല്യാണാലോചനയാണ്. This happened in Tiruvalla. ഭീമമണി 8 ഏക്കർ കാണിച്ചിരിക്കും, നോക്കാനേ സമയമില്ല. I couldn't see all these places. മകനെ കൂടെ ഞാൻ ഇടപെടുത്തിരിക്കുക. അവനിപ്പോ ജോലിയൊന്നും വേണ്ട ഏൽക്കാൻ പറഞ്ഞിരിക്കുക. I entrusted my son to look after this land. പറച്ചിലെല്ലാം കേട്ടപ്പോൾ അവർ വിചാരിച്ചത് എല്ലാം പുള്ളിയുടെ സ്വന്തമാണെന്ന് വിചാരിച്ചു. By hearing all these things, they thought it അതുപോലാണ് belongs പറഞ്ഞു to him. വെച്ചത്. And they made this relationship. അത്യാവശ്യം നല്ല സ്ത്രീധനം കൊടുത്ത് കല്യാണം കഴിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ആ തോട്ടക്കാരന്റെ ജോലിക്കാരനെ ശരിയല്ല, എനിക്ക് നോക്കാൻ പോലും സമയമില്ല. He's a servant of the owner. പണ്ടൊരുത്തം പറഞ്ഞ പോലെ Like other people told. എന്തുകൊണ്ട് ചെറുക്കിന് സ്വത്ത്, What is his അതുകൊണ്ട് inheritance? ഇതുണ്ട് മറ്റുകൊണ്ട് മറിച്ചുകൊണ്ട് എല്ലാം പറഞ്ഞതിന് ശേഷം It's a lot of things. ലാസ്റ്റ് ബ്രോക്കർ പറയാ, At the end, the broker told, പറഞ്ഞതല്ലാതെ വേറെ ഒന്നുമില്ലെന്ന് പറഞ്ഞു. nothing is there as I only seeing. അപ്പം മറ്റൊരു ധരിച്ചത് ഈ ദുരാഗ്രഹികളാണല്ലോ ഇതിന് പിന്നാലെ പോകുന്നത്. The peoples go behind അവര് with the money. ധരിച്ച ഈ പറഞ്ഞതൊക്കെ ഇത്രയും മതിയല്ലോ. All these things what he says. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കുപ്പയില്ല, ഒന്നുമില്ല. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ അന്നേ പറഞ്ഞില്ല, ഈ പറഞ്ഞതല്ലാതെ ഒന്നും ഇല്ലെന്ന് അന്നേ പറഞ്ഞില്ലെന്ന്. The day itself I told, ഇങ്ങനെ nothing is അനേക there. ദുരാഗ്രഹികൾ പോയി അകപ്പെട്ട് നമുക്ക് കാണുന്നുണ്ട്. The greedy peoples will find. കർത്താവ് നോക്കിയേ, ഞാൻ കള്ളനെ കൊണ്ട് പോയിട്ട് കള്ളനെ പോലെ വരുന്നതാണ്. I went with the thief, I will come as a thief. അപ്പൊ ഒരുങ്ങിയിരുന്നില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ മോശമായി. If you are not prepared, and you will not get ready. അതുകൊണ്ട് നാം അതിനുവേണ്ടി ഒരുങ്ങുക. You have to get ready for this. സുവിശേഷം അറിയിക്കാവുന്നതുള്ളൂ You have to അറിയിക്കുക. share the gospel with others. നിങ്ങളുടെ വാട്സപ്പ് നിങ്ങൾ ഉപയോഗിക്കേ. You have to use your WhatsApp to share the മാക്സിമം gospel. ആളുകൾക്ക് ദിവസം തോറും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കണ്ടത് യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കേ. So you have to inform the people അയച്ചുവിടെ about ആർക്കെങ്കിലും Jesus. ക്ലിക്കാകും. To send some peoples. പണ്ട് ഞങ്ങൾ വിശ്വാസത്താ പോയി ചൂണ്ടെറിയുന്ന പോലെ Like faith, we used to എല്ലാവരും put ഓരോ the net. ചൂണ്ടയിട്ടപ്പോൾ ഞങ്ങളുടെ ഒരാൾ പറഞ്ഞു നമുക്കൊരു 5-6 ചൂണ്ട കെട്ടിയും കിടാന്ന് പറഞ്ഞു. We can put more things. യുവമാർ ഒരു ചൂണ്ടയിട്ടപ്പോൾ ഞങ്ങൾ 5-6 ചൂണ്ട ഒന്നിച്ച് കെട്ടി അങ്ങോട്ട് ഇറക്കിയിട്ട്. Big net we have put inside ഇവിടെ the കുത്തുന്ന കുത്തിട്ട് നമുക്ക് ഏതായാലും എറിയണമല്ലോ. The fish comes, we can 5-6 കയറ്റി ഞങ്ങൾ കുത്താൻ പറഞ്ഞു. 5 or 6 this one. ഇവിടെ വലിച്ചപ്പോൾ 6-7 ചൂണ്ടയുള്ളതിൽ 3 കുത്തി. അപ്പോൾ ഒറ്റ പിടിക്ക് 3 കിട്ടിയില്ലേ. In a single time we got 3 fishes. അറിയിക്കണോ, മിക്കവാറും കിട്ടും. By faith you share the അത് gospel. വാട്സപ്പിലോ ബിരുദൊക്കെ ഞങ്ങളിലുള്ളത് അതിലെല്ലാം കയറ്റി ഞങ്ങൾ സുവിശേഷം പറ. In all the social media, share the gospel. ഏതെങ്കിലും കൊത്തും, Some people will come. പക്ഷേ ആ കൊത്തുന്നവന് ഒരിക്കലും നഷ്ടം വരത്തില്ല. And that person will get. ഇവിടെ രണ്ട് കന്യാസ്ത്രീകളെ 2 nuns. ഒരപ്പൻ്റെ വീട് വിസിറ്റ് ചെയ്തു. They visited a father's house. മോളെ പറ്റി ചോദിച്ചു. Asked about the daughter. ഒരു മോളെ ഉള്ളായിരുന്നു. I have only one daughter. ഞാൻ അവളെ പൊന്നുപോലെ വളർത്തിയതാ. I have taken care of her എന്റെ very much. വയസ്സുകാലത്ത് എന്നെ അവൾ നോക്കുമെന്ന് ഞാൻ വിചാരിച്ചു. I thought she will take care of നന്നായി me in my old age. നന്നായി പഠിപ്പിച്ചു. I educated her well. എല്ലാ വിധത്തിലും ഞാൻ അവളെ സെൽവാക്കായിട്ട് ചെയ്തു. I have given a luxurious life. പക്ഷേ അവസാനം At the അവൾ end, ഒരുത്തിന്റെ കൂടെ ഓടിപ്പോയി. she ran away with one person. അപ്പൊ ഈ കന്യാസ്ത്രീ ചോദിച്ചു, അതാരാ അത്? This nun asked with whom she എന്താ ran away. ജോലി? What was his work? ഓ ആശാരിപ്പണി എല്ലാം തോന്നും. He was a carpenter. അപ്പൊ ഒരു കന്യാസ്ത്രീ ചോദിച്ചു, One nun asked, എന്നാ പിന്നെ ഒരു നല്ല സത്യക്രിസ്ത്യാനിയുടെ കൂടെ പോകാൻ പോയായിരുന്നു. at least you would go with the Christian. അപ്പൊ ആശാരിപ്പണിയാണ്, And he has the carpenter work. ജാതി എന്താ? What is his caste? യഹൂദനാ. He's a Jew. യഹൂദനാന്ന് പറയുന്നു, യഹൂദനാ. He's a Jew. ഇവിടെ അവിടെ പോയി തപ്പി പിടിച്ചു. Where he found this Jew carpenter? ഇപ്പൊ എവിടാ? Where she is now? ഇപ്പൊ അവള് നല്ല കോതമംഗലത്ത് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലാണ് താമസിക്കുന്നത്. She is in the convent now. അപ്പൊ കന്യാസ്ത്രീയാണോ? She's a nun. അതാണോ ഈ ആശാരി ചെറുക്കെന്ന് യഹൂദൻ എന്നൊക്കെ പറഞ്ഞത്? എന്റെ അച്ചായ ഞങ്ങളാകെ വരണ്ടു. She's the nun went behind the Jewish carpenter Jesus. അമേരിക്കയിലെ നമ്മുടെ ഒരു വലിയ കോടീശ്വരനായ ഒരു മനുഷ്യൻ He's a crorepati in America. ഒരു മോളെ ഇംഗ്ലണ്ടിൽ വിട്ട് പഠിപ്പിച്ചു. And he sent one daughter to England. അവളെ ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് And she got a doctorate. കല്യാണം വന്നു. And when the marriage അവളെ comes, നിനക്ക് നീ അറിവുള്ളവളാണ്, you have the knowledge. നിന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റത്തില്ല. You can choose. അവിടെ നീ ഒരാളെ തെരഞ്ഞെടുത്തു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. You can choose. I will agree. കുറെ കഴിയുമ്പോൾ അവൾ ഒരാളെ കണ്ടുപിടിച്ചു. And she found a person. അവൾ എഴുതി, And she has written, Daddy, ഏറ്റവും വലിയ സമ്പന്നനാണ്. he is a very rich person of all. അനേക സ്ഥലത്ത് അദ്ദേഹത്തിന് പ്രോപ്പർട്ടി എന്നുകൊണ്ട് എല്ലാ സ്വത്തുക്കളും ഉണ്ട്. He has a lot of assets in many എന്നും places. പറഞ്ഞ് കുറെ ഇതെല്ലാം എഴുതി. And he has written a lot of things ഞാൻ about him. സമ്മതിച്ചിരിക്കുന്നു, നീ അവനെ സ്വീകരിച്ചു. I am agreed. You choose him. പുള്ളിക്കാരത്തി സുവിശേഷ വേലയ്ക്ക് വന്ന് അടയാറിപ്പോന്നു. And യേശുവിനെ കല്യാണം കഴിച്ച്
സുവിശേഷ വേലയ്ക്കായിട്ട് വന്നു. She came to Irumbuliyur for this ministry. അപ്പോൾ പുള്ളി ഞെട്ടിപ്പോയി. And suddenly she shocked. നീ എന്തിനാ എന്നോട് ഈ കള്ളമെല്ലാം പറഞ്ഞേ? Why you lied to ഇല്ല me? ഡാഡി, കള്ളമൊന്നുമല്ല. No, I didn't lie to you. ദൈവത്തെ പോലെ ഐശ്വര്യവാൻ, സുന്ദരൻ, അറിവുള്ളവൻ ലോകത്തിൽ ആരുമില്ല. There is no rich or handsome person like him in this world. ഇത് നടന്ന സംഭവം. This has also happened. അതുകൊണ്ട് അവിടെ വിശ്വസിക്കാം കേട്ടോ. We have to believe. ഈ ആശാരി ചെറുക്കനെ വിശ്വസിക്കാം. We can believe this ഈ Jewish യഹൂദനെ carpenter. വിശ്വസിക്കാം. We can believe this പക്ഷേ person. നിങ്ങളോട് ചിലപ്പോൾ വാട്സപ്പിൽ ചാറ്റുന്നവൻ The person who is chatting with you on WhatsApp. അങ്ങോട്ടും ഇങ്ങോട്ട് സൂക്ഷിച്ചോണം. Be very careful. ദൈവത്തിന് സ്തോത്രം. Praise be to അപ്പോൾ God. ഈ ക്രിസ്തുവിന്റെ തേജസ് നോക്കണം. The glory of this അവർ Christ. അറിഞ്ഞിരുന്നില്ല. വായിക്കാം. They didn't know. ആ, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കില്ല. തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. They would not crucified the Lord of glory. നോക്കണം. മറ്റൊരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ Another words we read, നാം അവന്റെ തേജസ് പ്രാപിക്കേണ്ടതിന് we need to receive his glory. അവരോട് കഷ്ടം You have to suffer അനുഭവിക്കേണ്ടത് ആവശ്യമാണ്. നാം Let us അവനോട് suffer with him. തേജസ്കരിക്കപ്പെടേണ്ടതിന് for the glory. ഏതായിരിക്കുന്നത് എവിടെ? ഗലാത്യ ലേഖനത്തില് Galatians ഇല്ല, ഗലാത്യ ലേഖനം, റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വായിക്കാം. റോമാലേഖനം 8:15-16. നിങ്ങൾ പിന്നെയും ആ, ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അപ്പൊ പുത്രന്മാർക്കാണ് ദൈവസനിലെത്താൻ കഴിയുള്ളൂ. only the sons can come to the presence of God. നാം എങ്ങനെയാണ് പുത്രന്മാരായിത്തീരുന്നത്? How we can become the sons of ഒന്നാമതായി God? നാം അവന്റെ മക്കളായി തീരണം. First we have to become the sons of അവനെ God. കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു. If we believe in his name, we can become sons യോഹന്നാൻ of God. സുവിശേഷം 1:14. John 1:14. ഇപ്പോൾ നമ്മൾ വായിച്ചു, Now we read, രക്ഷിക്കപ്പെട്ട നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ after we receive the Holy Spirit, പുത്രത്വത്തിന്റെ ആത്മാവാണ്. we get the spirit of adoption. ഇനി പുത്രനായിരുന്നാൽ മാത്രം പോരാ, Not only you are a son, പുത്രന്മാർ അവകാശത്തിലേക്ക് വരണം. you should come to the inheritance. വായിച്ചതായിട്ട് വായിക്കും. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ആ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. കൂട്ടവകാശികളുമായി മാറുകയാണ്. We are the joint heirs of Christ. നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് പെടേണ്ടതിന് നോക്കണം. അപ്പൊ ഇത് ചുമ്മാ കിട്ടത്തില്ല. We cannot get simply. ലോകത്തിലൊരുവൻ ധനവാനാകാനെങ്കിൽ പോലും If a person wants to അവൻ become ഒരുപാട് rich, in this world, കഷ്ടപ്പെട്ടെങ്കിൽ he ലോകത്തുള്ളൂ. has to suffer a lot. ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും. With the brain as well as the അത് body. ലോകത്തിലൊരു അറിയപ്പെട്ട മനുഷ്യനായി If തീരണമെങ്കിൽ a person want to become the ഇപ്പൊ famous, ഗാന്ധിജി ഇന്ത്യയിൽ അറിയപ്പെട്ട മനുഷ്യൻ. like a Gandhiji, താൻ ഇത് മാത്രം കഷ്ടം how അനുഭവിച്ചു. much suffered. താൻ ഇന്ത്യയിൽ പല സ്ഥലങ്ങളും നടന്നു. In many places he walked in അപ്പോൾ India. രാഹുൽ ഗാന്ധി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഏറ്റവും തള്ളപ്പെട്ട് കഴിഞ്ഞെങ്കിലും അയാൾ നടന്നു, ഇന്ത്യ മുഴുവൻ ക്രോസ് ചെയ്തു. The Rahul Gandhi walked all throughout the India, അപ്പൊ അവൻ അംഗീകരിക്കപ്പെട്ടു. and he got എന്തോ ഒരു കഷ്ടപ്പെട്ട യാത്രയായിരുന്നു. how much they had to sojourn. കന്യാകുമാരി കാശ്മീർ നടന്നു പോവുക. Kanyakumari to Kashmir, they walk. ഇവിടുന്ന് ചെളിമടയിൽ നിന്ന് ഇങ്ങോട്ട് നടക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഓട്ടോ പിടിച്ച് അവിടെ വരുന്ന പലരും. Some people come from Chelimada to here with the auto. അച്ഛന്മാരും അച്ചായന്മാരും ഒക്കെ ഇങ്ങനെ നടക്കാതെയും അധ്വാനിക്കാതെയും എക്സസൈസ് ചെയ്യാതെയും രോഗം പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കും. എന്നാലും ഓട്ടോ 1/2 കിലോമീറ്ററേ ഉള്ളൂ, എന്നാലും ഓട്ടോ. They will get the auto without doing exercise. രാഹുൽ ഗാന്ധി എത്ര മൈലാ അല്ലയോ? How many miles he used to walk? അപ്പൊ കഷ്ടപ്പെടണം. There is suffer. കഷ്ടപ്പെട്ടെങ്കിലേ പ്രയോജനമുള്ളൂ. Then only will get the benefit. ഏതിനും കഷ്ടപ്പെടണം. You have to suffer. വായിച്ചേ. നാം അവനോട് നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചു പോകണം. അപ്പം തേജസ്കരണത്തിന് കഷ്ടാനുഭവങ്ങൾ ആവശ്യമാണ്. The suffering is important for the അതുകൊണ്ടാണ് യേശു glorification. ക്രിസ്തു കഷ്ടാനുഭവങ്ങൾ കൂടി തികഞ്ഞവനായി പോകേണ്ടത് യുക്തമായി തീർന്നു. That's why Jesus becomes through the suffering. വായിച്ച് എബ്രായലേഖനം 5:10 വായിക്കുമ്പോൾ 10 5:10. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി. വായിക്കാം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി ആ. തന്നെ അനുസരിക്കുന്ന ഏവർക്കും തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. He became the source of eternal salvation for who believe him. നോക്കണം, നാമും ആ കഷ്ടപ്പാട് നമ്മൾ തിരഞ്ഞെടുത്തോണം. We have to choose that suffering. അത് മാത്രമല്ല, Not only that, നാം അവനോടുകൂടി തേജസ്കരിക്കപ്പെടുന്നത് we have to get glorified with him. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് From glory to glory, അതേ പ്രതിമയായി the same likeness and image. രൂപാന്തരപ്പെടുന്ന ഒരു ഘട്ടമുണ്ട്. We need to be ആ വാക്യം ഒന്ന് transformed. വായിച്ച്. ഏതാ? അതേ പ്രതിമയായി നാം 1 കൊരിന്ത്യർ 3:3 അവസാനമാണോ? വായിച്ചേ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് 2 കൊരിന്ത്യരോ 1 കൊരിന്ത്യരോ? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിച്ചേ. മൂടുപടം നീങ്ങിയ മുഖം. എന്നാൽ മൂടുപടം നീങ്ങി അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഈ കപടഭക്തി എല്ലാം കളയണം. All
our this devotion is നമ്മുടേതായ സമ്പ്രദായങ്ങൾ, all our customs, നമ്മുടേതായ ചില കീഴ്വഴക്കങ്ങൾ, some habits, അതൊക്കെ ചില കാര്യത്തിൽ കൊള്ളാമെങ്കിലും even though some ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് തടസ്സമായി വരും. to receive the blessings of the God, it is a hindrance. മോശയുടെ കാലത്ത് മൂടുപടം ഉണ്ടായിരുന്നു, അതായത് തിരശ്ശീല, ഒരു മറയ്ക്കപ്പെട്ട അവസ്ഥകൾ. There is a veil in the time of Moses. ഹൃദയം തുറക്കത്തില്ല, They will not open the heart. ഹൃദയം തുറക്കാത്തൊരു ജീവിതം, They cannot ഒരു open the heart. ട്രാൻസ്പാരൻസി ഇല്ലാത്ത ജീവിതം, There is no transparency. സുതാര്യത ഇല്ലാത്ത ജീവിതം. There is no പുതിയ transparency. യെരൂശലേമിനെ കുറിച്ച് വായിക്കുമ്പോൾ When we read the New Jerusalem, അതിന്റെ രാത്രികാലം അവിടെ ഇല്ല, there is no darkness at night. പകൽക്കാലം അതിന്റെ ഗേറ്റ് അടയുന്നില്ല. Then daytime the gates will not രാത്രി be ഇല്ലാത്ത closed. ദേശം, There is no night. നമ്മൾ ഇരുട്ടില്ല, തുറന്ന പുസ്തകം പോലെ. There is no darkness. It's like പുറമേ open, ഉള്ളതുപോലെ അകവും. like everything is ചില same. ആളുകളുടെ പുറമേ കണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ തന്ത്രവും വെട്ടിപ്പും സൂത്രവും ഉള്ള മനുഷ്യൻ കാണുന്നില്ലേ. Some people have very good outside, എന്നാൽ യേശുവിനെ കുറിച്ച് വായിക്കുമ്പോൾ but Jesus, അവൻ ഇരുട്ടൊട്ടുമില്ല, there is no darkness in him. പാപം ചെയ്തിട്ടില്ല, He didn't do the പാപം sin. അറിയാത്തവൻ. He don't know the sin. നമ്മൾ അതേ ഇമേജിലേക്കാണ് വരേണ്ടത്. Same image you have to come. ഘട്ടഘട്ടമായി നമ്മളെ പുതുപ്പിച്ച് Every stage you have to നമ്മൾ ആ come. സുതാര്യതയിലേക്ക് വരണം. That transparency you പുതിയ should come. യെരൂശലേമിന്റെ ഒക്കെ ആത്മീയ വ്യാഖ്യാനമല്ല, അങ്ങനെയുള്ള പട്ടണമല്ല വിഷയം. The spiritual interpretation of the New നമ്മളാണ് Jerusalem. പുതിയ യെരൂശലേം എന്നുള്ളത്. That is New Jerusalem. അതാണ് അഞ്ചാമത്തിൽ ജയിക്കുന്നവന് വായിച്ചേ, അവിടെ അഞ്ചാമത്തിൽ പറയുന്നത് ജയിക്കുന്നവന് ഞാൻ പുതിയ യെരൂശലേമിന്റെ പേര് കൊടുക്കും. ആറാം ജയത്തിൽ വരുമ്പോൾ Sixth to overcome. നമ്മൾ കേട്ടല്ലോ, ഒന്നാമത് ജയിക്കുന്നവന് The first overcomer, അവിടെ വായിക്കുമ്പോൾ പർദീസയില് ജീവവൃക്ഷത്തിന്റെ ഫലം കൊടുക്കും. he will get the fruit of the tree of life വെളിപ്പാട് in ദിവസം the രണ്ടാം paradise. അധ്യായത്തിന്റെ 10-11 വായിക്കുമ്പോൾ, വെളിപ്പാട് ദിവസം 2:10, Revelations 2:10, ജീവകിരീടം അവന് ലഭിക്കും. he will get the crown of life. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. Until the end he should be faithful. മൂന്നാമത് വരുമ്പോൾ The third one, 2:17 17 of അവിടെ second, മറിഞ്ഞിരിക്കുന്ന മന്ന, I'll give the hidden manna, വെള്ളക്കല്ല്, the white stone, പുതിയ നാമം. a new name. ഇത് നമ്മൾ ഓരോന്നും വിശദമായി പഠിക്കാൻ നല്ലൊരു വിഷയമാണ് കേട്ടോ. We can read all these അത് things. പിന്നീട് നമുക്ക് ചിന്തിക്കാം. We can think. നാലാമത്തെ ജയം പ്രാപിച്ചു വരുമ്പോൾ The fourth one, ജാതികളുടെ മേൽ അവൻ അധികാരം കൊടുക്കും. he get the dominion over the അവൻ nation ഉദയ നക്ഷത്രവും കൊടുക്കും. and give the morning star. മോർണിംഗ് സ്റ്റാർ, പ്രഭാതം നക്ഷത്രം. അടുത്തത് അഞ്ചാമത് വരുമ്പോൾ വെള്ളയുടുപ്പ്. And 5:1, the white dress. വെളിപ്പാട് ദിവസം 3:5. 3:5. 3:12 വായിക്കുമ്പോൾ വായിച്ചേ, 3:12 വായിച്ചേ. ആറാമത്തത് ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. പാലയത്തിന്റെ തൂൺ ഒരു കാലത്തും പിന്നീട്. ഈ ആറാം ഘട്ടത്തിൽ വരുന്ന ഒരു മനുഷ്യൻ ഒരു കാലത്തും പിന്മാറി പോകത്തില്ല. The person who come to this stage will അവരോട് not go back. ഉറപ്പിച്ചു കഴിഞ്ഞു. He is already stationed. പറയത്തില്ലയോ, ഇലക്ഷൻ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ When the ഇത്ര election, ഭൂരിപക്ഷം ഇന്നാര് കയറുന്നു അല്ലേ. തിരുവനന്തപുരം ഇലക്ഷൻ നല്ല രസമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ വേറെ ആറ്റിങ്ങൽ കേൾക്കാൻ തന്നെ രസമുണ്ടായിരുന്നു. very nice to hear. പക്ഷെ അവസാനത്തിൽ At the end, പ്രതീക്ഷിക്കാത്ത ആൾ കയറി വരിക. suddenly the another person come up. നോക്കണം. അപ്പൊ ഇതുപോലെ Likewise, ചിലർ പറയും, ഇനി ജയം ഉറപ്പിച്ചു, ഇപ്പോൾ ഇത്രയും ഭൂരിപക്ഷം വന്നു, ജയം ഉറപ്പിച്ചു കഴിഞ്ഞു, ഇനി now this കിട്ടുന്നതെല്ലാം much majority he ഇനി got, നഷ്ടപ്പെട്ടാൽ പോലും അവര് നഷ്ടപ്പെടത്തില്ല. he will not lose. അപ്പൊ ആറാമത്തെ ജയം പ്രാപിക്കുന്നതുകൂടി This is sixth അവൻ victory. ആലയത്തിന്റെ തൂണാണ്. He will become the pillar of the വിലക്കാരും temple. വിശ്വാസികളും അങ്ങനെ ഉറപ്പിച്ചു കഴിയും. We should be പിന്നെ അവരെ established. പറിച്ചു കളയാൻ ആർക്കും കഴിയില്ല. Nobody can pluck him away. ആലയത്തിന് തൂണാക്കും. പിന്നെ അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. ആ. എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന നോക്കണം. വെളിപ്പാട് 21:10 സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന 21:10 we see. ഇത് പേര് പുതിയ യെരൂശലേം എന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നഗരത്തിന്റെ പുതിയ യെരൂശലേം എന്ന ദൈവത്തിന്റെ നഗരത്തിന്റെ നാമം. നമ്മളാണ് പുതിയ യെരൂശലേം. We are the New ഇത് Jerusalem. ജയം പ്രാപിച്ച് ചെല്ലുന്നവനാണ്. The people who are ടി പി overcome. കാലം കൈയടിച്ച് ഞങ്ങൾ ടി പി കാലാണ് പുതിയ യെരൂശലേം പോകുന്നു പറഞ്ഞാൽ ആര് പോവാനാ? It's not about TP peoples goes to New മറ്റു Jerusalem. സഭകളിൽ ചിലപ്പോൾ ഈ യോഗ്യതയുള്ളവർ പോകും. The peoples from the other church also സഭ can go. ഇല്ലാത്തവന്മാർ ചിലർ പോകും. Some peoples out of church also can വ്യക്തിപരമായ go. ക്രിസ്തുവായുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവർ പലരും ഉണ്ട്. If they live in the relationship with Christ, ചില can ടി go. പി എമ്മിലെ ചില അറിവില്ലാത്ത മനുഷ്യർ പണ്ട് പറയും ഞങ്ങൾ മാത്രമേ പോത്തുള്ളൂ. Some TPM peoples used to say we only go to the New Jerusalem. ഇപ്പൊ പിന്നെ അവരാരും പലരും പറയാറില്ല. So now they are not saying openly. തമ്പുരാൻ കരിഞ്ഞാൽ പുതിയ ഭൂമിയിലെങ്കിലും പോവാം. If God അങ്ങനായി permits, then we can go to നല്ല Jerusalem. ശതമാനിക്കനേതാ. Many people ദൈവം say, തമ്പുരാൻ കരിഞ്ഞാൽ പുതിയ ഭൂമിയിലെങ്കിലും പോകാം. if God permits, I can go to new പണ്ടത്തെ ഒരു heaven, new അഹങ്കാരമായിരുന്നു. earth. പണ്ടത്തെ ഒരു അഹങ്കാരമായിരുന്നു. Last time, a lot of pride. എന്നാൽ ഇപ്പോഴും ജയിച്ചു പോകുന്ന ഒരു കൂട്ടർ ഇതിനകത്തുണ്ട്, പലയിടത്തും ഉണ്ട്. We can see a group of overcomers നമ്മൾ now also. ജയിക്കുന്നവരായി തീരുക. They used to overcome. അതാണ് ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യനെ A person lost in the Eden ദൈവം garden, പടിപടിയായി പരിശുദ്ധാത്മാവിനെ നടത്തി through the Holy Spirit, every step, ജയിച്ച് and overcome. ഇപ്പോൾ പുതിയ യെരൂശലേമിന്റെ നാം ഇനി അവനെ പറിച്ചു കളയാൻ കഴിയും. Now he is in the New Jerusalem. ഇനി വാഴ്ചയിലേക്കാണ് വരുന്നത്. Now he is going to വെളിപ്പാട് dominion. 3:21 വായിക്കുമ്പോൾ 3:21. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ പരം നൽകും. I will grant to sit with me in my throne. വായിച്ചേ. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ
ആ. ഞാനും ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ അവസാനത്തിൽ 7ാമത്തെ പരീക്ഷ കഴിയുമ്പോൾ After the 7th trial, അവൻ ജയിച്ച് ജയാളിയായി സിംഹാസനത്തിലേക്ക്. now he become അവരാണ് overcomer. വാഴ്ചയ്ക്കായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്. Now he will come back for the അത് ഇപ്പോൾ കൂടെയും ആ ജയം പ്രാപിച്ച് നമ്മൾ എത്താമെങ്കിൽ നമുക്ക് മുകളിൽ ആരും വാഴാൻ പറ്റത്തില്ല. Now also we can come to this stage. നമുക്ക് ചെല്ലുന്നിടത്തെല്ലാം ഒരു വാഴ്ച മാനേജിങ് എന്നാണ് കേട്ടോ. അല്ല ഞാൻ ഭരിക്കാൻ പോവാന്നല്ല, It's not that I am മാനേജിങ് ruling. എല്ലാം മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് God will give a capacity, മാനേജിങ് കപ്പാസിറ്റി. managing capacity. ചില സ്ഥലത്ത് നമ്മൾ മാനേജരേക്കാൾ പവർ കാണും പിയൂണ്. ഏതാ അതൊക്കെ പോസ്റ്റേ ഉള്ളൂ, പക്ഷെ കാര്യം നടത്തുന്ന പിയൂണായിരിക്കും. Some peon must have more knowledge than the manager. ചില വീട്ടിൽ അച്ചായൻ പേരിനുണ്ട്. Achayan is a namesake, ആൾക്കാർ പറയുന്നത് അവരാ മാപ്പിള എന്ന് പറയുന്നതാണ്. and now that lady is, അച്ചായന്റെ പേര് തോമാച്ചെന്നാ, Achayan's name is Tomachan. പക്ഷെ നടത്തുന്ന അമ്മച്ചിയാണ്. Ammachi is the one leading the house. അതുകൊണ്ടാണ് അവരാ മാപ്പിള എന്ന് പറയും. നാട്ടിലേക്ക് പറയും അവരാ മാപ്പിള എന്ന് പറയും. അപ്പൊ കേൾക്കുമ്പോൾ അപരാച്ചൻ മാപ്പിളയല്ല, അവരാ മാപ്പിള. He is the boss. പിന്നെ എന്ത് ചെയ്യും? അവരാ പുള്ളിക്കാരൻ തോമാച്ചനെ കൂടെ കഴിയില്ല, പിന്നെ അവർ നടത്തണം ഇല്ലയോ? Tomachan is not leading, the wife അതിന് is leading. തെറ്റൊന്നുമില്ല. പ്രാപ്തിയുള്ളവർ ആരായാലും നടത്തും. The whoever have the അവിടെ capacity will lead. ക്രിസ്തുയേശുവിലാണെന്നും പെടുന്നൊന്ന് There is a man or a woman in the അത് ഞാൻ Christ. അനുകൂലിക്കുന്ന. നീ എന്തേ നിന്റെ പവർ എവിടെ പോയി? നീ ആണല്ലായിരുന്നു, ദൈവത്തിന്റെ പ്രതിപുരുഷനല്ലായിരുന്നു, എവിടെ പോയി നിന്റെ? Where is your power? ഇല്ലേ, അങ്ങനെ വാക്യമില്ലേ? There is a മനുഷ്യന്റെ തല ദൈവം. The head of the man is God. വായിച്ചു 1 കൊരിന്ത്യർ 11:7 വായിച്ചേ. 1 കൊരിന്ത്യർ 11:7. എന്നാൽ ഏത് പുരുഷന്റെ തല ക്രിസ്തു, ആ. സ്ത്രീയുടെ തല പുരുഷൻ, ആ. ക്രിസ്തുവിന്റെ തല ദൈവമെന്ന്. ഇതാണ് ദൈവവ്യവസ്ഥ. This is the rule of God. അധികാരം നടത്താനും ഭരിക്കാനും അല്ല, ഓർഡർ. It's not a rule, but this is hierarchy. ഇപ്പൊ സോഷ്യലിസം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്കും ഇല്ല ഒരു മുഖ്യമന്ത്രി ഇല്ലയോ? There is a chief minister. എല്ലാവരും മന്ത്രിമാരായിട്ടിരുന്നാ പോരെ, എന്നാ പിന്നെ മുഖ്യമന്ത്രി? All can be ministers. Why there is a chief അതൊരു minister? സിസ്റ്റമാണ്. This is a system. സഭയ്ക്ക് ഒരു ചീഫ് പാസ്റ്റർ, We have a chief pastor in the church. അത് തെറ്റില്ല. There is no problem in that. പക്ഷെ ആ സ്ഥാനത്ത് ഇരിക്കുന്നവര് But when you are in this position, അതിനുള്ള പ്രാപ്തി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ കയറി ഭരിക്കും. you should have that worthiness. വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ ഭരിക്കാൻ തുടങ്ങും. The education minister don't have the education. Other അവന്റെ മനസ്സിൽ people തോന്നുന്ന പോലെ ഭരിക്കും. they will അപ്പൊ rule. സ്ഥാനത്തെത്തുന്ന ഈ ഇലക്ഷൻ ജയിക്കുന്നതല്ല വിഷയം. It's not about winning the election. ലോകത്തെയും പ്രശ്നങ്ങളെയും ഇതിനെല്ലാം ജയിച്ചു വരുന്നവനെ ഭരണത്തിലിരുന്ന പ്രയോജനമുള്ളൂ. You should need to overcome this world and the problems. അതുപോലെ സെൻട്രൽ പാസ്റ്റർ ആയാലും ലോക്കൽ പാസ്റ്റർ ആയാലും ശരി, Even the central pastor, local pastor, ഇതിനെയൊക്കെ ജയിച്ചു വരുന്നവൻ കസേരയിൽ നിന്ന് ഭരിക്കും. the person who overcome all അവൻ these things, മാനേജ് ചെയ്യും, അവന് പ്രശ്നമല്ല. he have to manage it. അല്ല സൂത്രത്തിൽ കൂടെയും തന്ത്രത്തിൽ കൂടെയും ഒപ്പിച്ചുകൊണ്ട് ഇവിടെ വരുന്ന ആളായിരുന്നാലും ശരി, But the tricks you cannot come ഈ here. കസേര അവരെ ഉറപ്പിക്കാൻ തുടങ്ങും. You cannot be in this പണ്ട് throne. വിക്രമാദിത്യ സദസ്സില് Like in Vikramaditya, ഭൂഷൺ രാജധാനി എന്ന് പറഞ്ഞൊരു രാജധാനിയുണ്ട്. there is a place, a palace. അതാണ് ഏറ്റവും ടോപ്പ്. There's a top one. അവിടെ ഒരു വലിയ കസേരയുണ്ട്. There is a big throne. ആ കസേരയ്ക്ക് ഒരു വലിയ പവറുണ്ട്. There's a power in for the ഈ throne. അയോഗ്യന്മാർ അത് കസേര കയറി ഇത് ഭരിക്കാൻ വന്നാൽ The unworthy people comes to stay ഈ there. കസേര കയറുമ്പോൾ ഇവർക്ക് ഒരു വിറയിൽ വരും. When they come into this ആ chair, കസേര അങ്ങനെ സിസ്റ്റമാണ്. ഇവ വിറയിൽ വരും, they will get a trembling. പേടിയും വരും. Suddenly they get afraid അവന്മാരെ അവിടെ വിട്ടോടും. and they will run away. എന്നാൽ അർഹതയുള്ളവൻ വന്നാൽ But the worthy people come. അവൻ ആ സിംഹാസനത്തിലിരിക്കും. He can sit in the throne. അവൻ കണ്ണുകൊണ്ട് ദോഷങ്ങളെ കാറ്റുകളെ. By eyes he can make ഒരു വാക്യമില്ല, evils away. സിംഹാസനത്തിലിരിക്കുന്നവൻ A person who is sitting in the തന്റെ throne, കണ്ണുകൊണ്ട് ദോഷങ്ങളെ എടുത്തു കളയും. through his eye he can remove അവൻ the evil. എല്ലായിടത്തും ഓടി നടക്കേണ്ട ആവശ്യമില്ല. In order to run everything. ഇതാണ് ദൈവത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. This is the power of അപ്പൊ God. പുരുഷൻ, സ്ത്രീയുടെ തല പുരുഷൻ, Man is the head of the woman. പുരുഷന്റെ തല ക്രിസ്തു. The head of the man is Christ. അപ്പം ഈ ബന്ധം സൂക്ഷിക്കണം. We need to maintain this അപ്പൊ relationship. പുരുഷന് ആ ബന്ധം കളഞ്ഞാൽ, If the man loses that ക്രിസ്തുവിനോടുള്ള relationship, ബന്ധം കളഞ്ഞാൽ if he lose that നീ relationship, പിന്നെ വാലായിട്ട് നടക്കേണ്ടി വരും. then you have to be a tail. ആ വാലായിട്ട് നടക്കാൻ കാരണം എന്താ? Why you are roaming like a one നമുക്ക് tail? ദൈവത്തിൽ നിന്നുള്ള പവർ പോയി. We don't have the power from ആദാം God. ഇപ്പൊ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രതിപക്ഷനായിരുന്ന ആദാം The Adam was an image of the God. ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുകയും When he disobeyed the commandment ഭാര്യയുടെ of വാക്ക് God, കേൾക്കുകയും ചെയ്തു. now listen the word of the wife. ഇപ്പൊ ഭാര്യയുടെ പുറകിൽ അവൻ ഒളിച്ചിരിക്കുന്നു. മരത്തിന് മാത്രമല്ല, മരത്തിന് മുമ്പില് ഭാര്യയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവൻ പുറകിൽ ഒളിച്ചിരിക്കുക. ദൈവത്തിന് നേരിടാൻ ശക്തിയില്ല. Now behind the wife, behind the tree, he was hiding. അവർക്ക് പിന്നെ തന്റെ ഇടമുണ്ട്. He has a confidence. അവർക്ക് തന്റെ ഇടം എന്താ? What is her confidence? ഏത് സാഹചര്യത്തിൽ കള്ളം പറഞ്ഞു വയ്ക്കാനുള്ള ബെസ്റ്റ് മിടുക്കികളാണ് ഈ പെണ്ണുങ്ങൾ. Any situation they can stand with the lies. അങ്ങനല്ലേ? സ്ത്രീകളല്ല, ഞാൻ സ്ത്രീകളെ സഹോദരിമാരെ ഒരിക്കലും പറയും നല്ലവരാ. I will not blame the ladies. അവര് നാക്കുകൊണ്ട് എന്ത് പരിപാടികളിലും ഒപ്പിച്ചെടുത്തു. With the tongue they can make anything possible. തമ്പുരാൻ വന്ന് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴും സാറ ഒരുമാതിരി ആക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചു ദൈവത്തോട്. Sarah smiled even the God comes and said about ദൈവം their വീട്ടില്ല, promise. നീ എന്താ ചിരിച്ചു? ഞാൻ ചിരിച്ചില്ല. Why are you തമ്പുരാനോട് പോലും കള്ളം പറയാനുള്ള ധൈര്യം ആർക്കുണ്ടായി? To the God Sarah lied. ആണുങ്ങൾക്ക് അത്രയില്ല. The man is not going to do this. അതാ പാർട്ടികൾ.
These are the people. സൂക്ഷിച്ചോണം എല്ലാത്തിനും You have to be careful. കേട്ടോ. ആണുങ്ങൾക്ക് The man, ദൈവത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ if they don't have the power of God, നീ പിന്നെ അവ്വായെ മുന്നിൽ നിർത്തി പുറകിൽ ഒളിക്കേണ്ടി വരും. like Eve, he has to go അത് behind. കളയരുത്. You should not lose ചിലപ്പോൾ that. തെറ്റുകളൊക്കെ സംഭവിക്കും. Many mistakes may come. ഏറ്റു പറഞ്ഞ് ദൈവമായിട്ട് നിരപ്രാപിച്ചോണം. To confess and repent and reconcile ആ with ധൈര്യം God. സ്ഥാപിച്ചെടുത്തോണം. May have to be in relationship with God. അത് പോയാൽ പിന്നെ നമ്മളിങ്ങനെ വാലായിട്ട് നടക്കേണ്ടി If you വരും. lose that, you will be a tail. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ ജയിക്കുന്നവൻ വായിച്ച് 3:21 വെളിപ്പാട് ദിവസം 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വീണ്ടും വീണ്ടും ആ മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തി Again, the man became restored. സിംഹാസനവും വാഴ്ചയും ചെങ്കോലവും കൊടുത്തു. God giveth him the throne and the rule. നോക്കണം, വീണ്ടും ദൈവം മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തി. ആ ചാപ്റ്ററാണ് വെളിപ്പാട് ദിവസം 12:5. അവൻ സകല ജാതികളെയും ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ച് വായിച്ചേ. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും കുട്ടി ദൈവത്തിന്റെ അടുക്കിലേക്കും അവന്റെ സിംഹാസനത്തിലേക്കും വായിക്കാം, താട്ട് വായിക്കാം. അവള് സിംഹാസനത്തിലേക്കും പെട്ടെന്ന് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവനെന്ത് ചെയ്യും? ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. And he will lead them. സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, ഇരുമ്പുകൾ കൊണ്ട് തകർക്കും, ഇരുമ്പുകൾ കൊണ്ട് മേയിക്കും. The iron rod, he ഈ will ഇരുമ്പുകളിന് രണ്ട് ശക്തിയുണ്ട്. iron rod has two powers. ഒന്ന് തകർക്കേണ്ടവനെ തകർക്കും. It will destroy the people which have destroyed. വായിച്ച് ഇരുമ്പുകൾ കൊണ്ട് ഒരു മേയിക്കും എന്നൊരു വാക്കില്ലേ വെളിപ്പാട് ദിവസമുണ്ടല്ലോ. അവൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയ്പ്പാനുള്ള സകല ജാതികളെ ഇരുമ്പുകൾ കൊണ്ട് മേയ്പ്പാനുള്ളൊരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആൺകുട്ടിയെ പ്രസവിച്ചു. The rod. 2-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ജാതികളുടെ മേൽ അവർക്ക് അധികാരം കൊടുക്കും. സങ്കീർത്തനം 2:28 വായിച്ച് 2:17 അല്ല 2:7 സങ്കീർത്തനം 2:7 മുതൽ വായിര്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. ആ. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു. അപ്പൊ പുത്രന്മാർക്ക് ഒരു അധികാരമുണ്ട് കേട്ടോ. Son has a power. യേശുക്രിസ്തുവിന്റെ പുത്രന്മാർ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരായിരുന്നു മാറുന്നത്. The sons of God, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ after saving ആ baptism and പുത്രത്വം anointing, പ്രാപിക്കും. we get a sonship. പുത്രനായതുകൊണ്ടാകുന്നില്ല, It's not because of a son. നാം ഇനി അവകാശികളായി തീരണം. We have to become the heir. ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ Galatians 4 we read, വായിച്ചേ, അവകാശി സകലത്തിനും യജമാനെങ്കിലും even though he is inherited everything, ശിശുവായിരിക്കുന്നിടത്തോളം until he is a child, ദാസനേക്കാൾ ഒട്ടും പ്രാധാന്യമില്ല. he is not gooder than the നമ്മൾ servant. ശിശുവായിരിക്കരുത്, ആത്മീയത്തിൽ വളർന്നുകൊണ്ടേ പോകണം. We should grow in the ഇവിടുത്തെ spirituality. തൽക്കാല സ്നേഹവും സന്തോഷം അപ്പച്ചന്മാരുടെയോ അമ്മച്ചിമാരുടെയോ സഹവിശ്വാസ സ്നേഹവും സന്തോഷവും അല്ല വിഷയം. It is not about the love of others. പരിജ്ഞാനത്തിൽ വളരണം. We need to grow in knowledge. നന്മകന്മാരുടെ അറിവിൽ വളരണം. We need to not the knowledge. ജീവവൃക്ഷത്തിന്റെ അറിവ് ഇതിൽ വളരണം. Grow in the life. വായിച്ചേ, അവകാശി സർവ്വത്തിനും യജമാനൻ ഗലാത്യർ 4:2 വായിക്കാം. അവകാശി സർവ്വത്തിനും യജമാനനെങ്കിലും ആ. ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ വിശേഷതയുള്ളവനല്ല കേട്ടോ. Any difference? നമ്മൾ ദൈവമക്കളാണ്, പെന്തക്കോസുകാരാണ്, TPM വേലക്കാരാന്ന് പറഞ്ഞാലും Even though we are the workers, വളർച്ചയില്ലെങ്കിൽ, if we don't have the growth, ദൈവിക പരിജ്ഞാനത്തിൽ വളരുന്നില്ലെങ്കിൽ, if we are not growing in the knowledge of the ദൈവിക God, അറിവിൽ വളരുന്നില്ലെങ്കിൽ, not grow in the wisdom of the അത് God, മറ്റുള്ളവർ നമ്മെ നടത്തും. other people will lead us. അയ്യോ ശരിയാന്നോ, ശരിയാന്നോ, Is good, correct? നാളെ കർത്താവ് വരുത്തില്ലെന്ന് പറയുമ്പോൾ അയ്യോ ശരിയാണ്, ഞങ്ങൾ വരുമെന്നാ വിശ്വസിച്ചു കേട്ടോ, ഇത്രയും നാൾ ഞങ്ങൾ വരുമെന്നാ വിശ്വസിച്ചു. അങ്ങനെയാന്നോ? It is like ഇങ്ങനെയുള്ള this. പൊട്ടന്മാരും പൊട്ടികളൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. There are fools like this. ആരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് ഭയം വിളിച്ചിരിക്കും. They will കാരണം just ഇവർ hear the വളരത്തില്ല. people's ഇവരിങ്ങനെ ഇവിടെ They will not വേഷം grow. ഇട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാം അടിച്ചു നടക്കും. They will just go here and ക്രിസ്തുവിൽ there. വളരത്തില്ല. They will not grow in Christ. അതുകൊണ്ടാണ് അവകാശ സകലത്തിന് യജമാനെങ്കിലും Even though hair- ശിശുവായിരിക്കുന്നിടത്തോളം അവകാശി സർവ്വത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവരല്ല. അത് അറിഞ്ഞിരിക്കണം. We should understand പിന്നെ ഞാൻ this. വയസ്സാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. There is no meaning to ഞാൻ വയസ്സാണ് നമുക്കെന്ന് പറയും അല്ലേ. എനിക്ക് വയസ്സ് എത്രയാ தெரியுமா? What is my age, you know? ഒരിക്കലും അപ്പൻ തമിഴ്നാട്ടിൽ വെച്ച് ഞാനുണ്ട്. When Amma stayed in Tamil Nadu, എവിടെ വെച്ചായിരുന്നു, ഒരു ഗ്രാമത്തിലാണ്. in one of the village, ഈ അപ്പൻ ഈ പയ്യനെ വിശ്വാസിയല്ല, ഭയങ്കര തിട്ടുക. he was scolding a എടാ person. ഞാൻ വയസ്സാന ആൾ, നിനക്ക് അപ്പൻ தெரியாது. You know how much I am aged? You are my I am your father. പുറത്ത് ചാക്കൊക്കെ ആയിട്ട് പോവാ. He is going with a bag. മോൻ പറയാ, My son told, ഇത് കഴുതയ്ക്കും വയസ്സായിട്ട് തന്നെ ഇരിക്കുന്നത്. when a donkey is getting aged, അതിന്റെ അർത്ഥം താനും കഴുതയും കിടക്കാന്ന്. so both of you are same. അപ്പൊ വയസ്സായൊന്നും കാര്യമൊന്നുമില്ല. It's not about getting aged. അറിവും ഞാനും You need പ്രാപിച്ചില്ലെങ്കിൽ to get the knowledge and wisdom. സീനിയോറിറ്റിയോ വയസ്സോ കസേരയ്ക്കൊന്നും സ്ഥാനമില്ല. It's not about the seniority or the position. സിംഹാസനത്തിൽ രാജാവ് തന്റെ കണ്ടുകൊണ്ട് ദോഷം നീക്കിക്കളയും. And the king which is in the throne removes അതാണ് height. ഞാൻ, അതാണ് ഇരുമ്പുകോൽ. This is iron rod. ഉറപ്പുള്ളതായിരിക്കും. It should be very strong. വിദേശ രാജ്യങ്ങളുടെ നിയമങ്ങളെല്ലാം കർശനമാണ്. In abroad, the rules are very strong. അവിടെ റോഡിൽ
മാങ്ങാത്തുരി ഇടാൻ പാടില്ല. We cannot put garbage in the road. പഴയ ഭയങ്കര സ്ട്രിക്റ്റാണ്. Very much strict. പക്ഷെ ശീലിച്ചവർക്ക് ഏറ്റവും സുഖമാണ്. The people who habituated it is very easy. ഇവിടെ വരുമ്പോൾ നിയമങ്ങൾ റൂളൊന്നും ഇല്ല. Here there is no rules. ഇത്രയും വൃത്തിയായിട്ടൊരു രാജ്യം ഇല്ല എന്നാണ് അവർ പറയുന്നത്. This much unhygienic കേരളം country. പോലെ ഇത്രയും വൃത്തിയായിട്ടുള്ള രാജ്യം. The Kerala is very unhygienic. യാതൊരു സംസ്കാരവും ഇല്ല, നിയമവും ഇല്ല, പ്രമാണവും ഇല്ല, തോന്നിയതിനെ പോലെ ഗുണ്ടായുസ് കളിപ്പിച്ച് നടക്കുന്ന ഒരു വൃത്തികെട്ട രാജ്യമാണ് ഇപ്പൊ വിദേശ ആളുകൾ പറയുന്നത്. There is no culture or the law in Kerala. The Westerners used to say this. കാരണം എന്നാ? What is the reason? പ്രമാണവും നിയമവും ഇല്ല. Because there is no law. ഇരുമ്പ് പോലില്ല. There is no iron rod. നിയമം ശക്തമായിരിക്കണം. It should be പക്ഷെ അപ്പൊ powerful. തന്നെ അത് ബേക്കിയാണ്. They should lead. മനുഷ്യർക്ക് അത് ആശ്വാസമാണ്. It should be cute. അതുകൊണ്ടാണ് വിദേശങ്ങളിൽ പോയിട്ട് വരുന്നവര് That's why the people ഇങ്ങോട്ട് വരുന്നില്ല. they don't want to come here. കാരണം ഇവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം തനതിരിയായിട്ട് കിടക്കുകയാണ്. Here the peoples are living on their own mind. അതാണ്. പക്ഷെ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിലും Other peoples even the strict. മറുഭാഗത്തിൽ ആശ്വാസവും ആറുതലും അവിടെ ഉണ്ട്. Other side there is a ആരെയും comfort. കളയുന്നില്ല, They are not ആരെയും throwing ദ്രോഹിക്കുന്നില്ല. No hurt anyone. അവരെ ദൈവം തന്നെ രക്ഷിക്കാനുള്ള വഴി കൊടുക്കും. The law will save them. ഇത് എങ്ങനെയും പൂട്ടാവും നോക്കുന്നത്. Now they are binding. പഞ്ചായത്തുകാരനായാലും മുനിസിപ്പാലിറ്റി ആയാലും ശരി, പിന്നെ ഈ സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ഒരുത്തം ചെന്ന് അവരെ 10 പ്രാവശ്യം ഇങ്ങനെ കറക്കാവോന്നാ നോക്കുന്നത്. In every place they ഇവരെങ്ങനെ used to bind കറക്കിവിടാം, them. ഇവരെ ഇതെങ്ങനെ 10 രൂപ അടിച്ചു മാറ്റാം, How to get money from them. ഇതെല്ലാം അടിച്ചു മാറ്റിയിട്ട് അവര് ചാപ്പയെ കുത്തിവിടും. After that they will go back. പിന്നെ അവൻ പിന്നെ പുറകെ നടക്കണം. At the end he will go again. നമുക്കുണ്ടല്ലോ അനുഭവം. We also get experience. സെക്രട്ടേറിയറ്റ് മൂന്ന് വർഷമായിട്ട് For 3 years ഫയലവിടെ കിടക്കുക. our file is പിന്നെ there. ഏതോ ഒരു ഉദ്യോഗസ്ഥൻ മനസ്സലിഞ്ഞിട്ട് One of the officer ഒരു പരിപാടി ചെയ്തു, അത്രേ ഉള്ളൂ. he is just given this. ഇതാണ് ഭരണം. This is the reign. എന്താ ഇവരൊക്കെ ഭരിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്? They are ruling. Why is doing like this? അർഹതയില്ലാത്തവൻ, യോഗ്യമല്ലാത്തവൻ. The unworthy peoples. അതാണ് സദൃശവാക്യാരം പറയുന്നത്. In the Proverbs it says, ഇങ്ങനെയുള്ളവർ അധികാരത്തിൽ കയറിയാലും this people comes to the power. ആത്മീയ കോളത്തിൽ കയറിയാലും In the spiritual field, അതിന് നമ്മുടെ സ്ഥാനത്ത് കയറിയാലും if they come to this ഇവർ chair, നിമിത്തം ഭൂമിക്ക് ശാപമായി തീരും. it is a curse to the earth. ഇത് 30 സദൃശവാക്യം 30:22 Proverbs 30:22. മൂന്നിന്റെ നിമിത്തം ഭൂമി വിറയ്ക്കുന്നു. ഇത് കേരളത്തിലാണെങ്കിലും വിറയലുണ്ടെന്ന് എല്ലാവരും പറയും. കാരണം ഭരണം ശരിയല്ല. There's a trembling in Kerala. ഭരണാധികാരികള് തലകുത്തി പോകുന്നു. The political leaders goes down. പിന്നെ അവരുടേതായ സിൽബന്ധികൾക്ക് കുറെ ആശ്വാസമുണ്ട്. Their followers get some benefit. ബാക്കി മര്യാദയ്ക്ക് ജീവിക്കുന്നവരെല്ലാം പ്രശ്നങ്ങളാണ്. Other ordinary peoples have ഇത് അവർ problems. അംഗീകരിക്കുമോ? They will not agree this. പിന്നെ കാണിക്കുന്നത് അധിക പ്രശ്നങ്ങളാണ്. And again they show the same thing. കാരണം അർഹതയില്ലാതെ, Because not the worthiness, ദൈവീയ വ്യവസ്ഥയില്ലാതെ, there is no law of ആത്മീയ God. കുളത്തിലായാലും Even the spiritual രാഷ്ട്രീയ field, കുളത്തിലായാലും political അധികാരത്തിൽ കയറി വന്നാൽ if you come to the power, വൈര് നാലിന്റെ നിമിത്തം അതിന് സഹിച്ചുകൂടാ, ഭൂമി വിറയ്ക്കുന്നു. ഇങ്ങനെയുള്ളവനൊക്കെ അധികാരത്തിൽ കയറിയാൽ This comes അല്ലെങ്കിൽ to the ആത്മീയ power. കോളത്തിൽ സ്ഥാനത്ത് വന്നാൽ spiritual they come to the ആ power. വേലയ്ക്കും സെന്ററിനും സഭയ്ക്കും ആ ദേശത്തിനും രാജ്യത്തിനൊക്കെ വിറയിലുണ്ടാകും. For this nation and the center that will be trembling. ദാസൻ രാജാവായാൽ അവന്റെ ദാസൻ രാജാവായാൽ, Servant became reign. അതാ പറഞ്ഞ ദാസൻ രാജാവാകാൻ പാടില്ല. The servant became the king, ദാസൻ രാജാവായാൽ അവകാശികൾ കൂടെ ഭരിക്കാൻ തുടങ്ങും. and he will rule the other people. അതുകൊണ്ടാണ് ദാസൻ രാജാവാകാതെ പുത്രൻ രാജാവാകണം. The son should be a king. ആ പുത്രന് അതിനുള്ള യോഗ്യത ഉണ്ടാകണം. The son should have, പുത്രനെങ്കിലും even though son, താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചത് കഴിഞ്ഞു വരണം. through the suffering he has to ഇത് learn. കുറെ കഷ്ടപ്പെട്ട് അനുസരണക്കേടിന്റെ പുത്രന്മാരായി തീർന്നാൽ We should not be the sons of disobedience. യവന്മാര് ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അനുസരണക്കേടെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. We will do all this disobedience even though going to the come. അത് പിന്നെ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങിയെങ്കിലേ യവനൊക്കെ പഠിക്കത്തുള്ളൂ. Then the judgment of God will come. അത് They will ഇനി learn. പാഷന്മാരാന്നേലും ശരി അങ്ങനെയേ ഉള്ളൂ. Pastors also like this. സമയം വരുമ്പോ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങും. When the judgment comes, അഡ്രസ് ഇല്ലാതായി പോകും. then they will get the അതുകൊണ്ട് address. പാഷന്മാരായാലും The pastors, മന്ത്രിമാരായാലും ministers, ഈ വചനമൊക്കെ പഠിച്ച് യോഗ്യമായിട്ട് വേല ചെയ്താൽ നിന്റെയൊക്കെ അവസാനം നന്നായിരിക്കും. they have to read the word of God and follow this. ദാസിന് യജമാനായാൽ ദാസൻ രാജാവായാൽ അവന്റെ നിമിത്തം പോഷൻ തിന്ന് തൃപ്തനായി പോഷം തിന്ന് തീർത്ത് അവന് വേറൊന്നും വിഷയമല്ല. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രാന്ത കാണിക്കുന്ന അറിയത്തില്ല. The fool will do all these things when he is. പണ്ടൊരു കഴുതയെ പറ്റി ഒരു കഥപുസ്തകം ഉണ്ടായിരുന്നു. There was a story about the ass. ഒരു ബുദ്ധിയില്ലാത്ത കഴുതെന്ന അതിന്റെ പേര്. There's കഴുതകളൊക്കെ ബുദ്ധിയുള്ളതാണ്, പക്ഷെ ഇത് ബുദ്ധിയില്ലാത്ത കഴുത. this donkey don't have the knowledge. അവൻ എന്ത് ചെയ്തു? What happened? ഒരു കരിമ്പുകാട്ടി കയറി. Went to the better. കരിമ്പ് ഒരു തോട്ടത്തിൽ കയറി ഇഷ്ടം പോലൊക്കെ തിന്നു. He ate lot of sugar cane. തിന്നത് ആരും അറിഞ്ഞില്ല. I didn't understand this. നല്ല തിന്ന് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോഴേ After filled with the stomach, ഈ കഴുത അവിടെ നിന്നോട്ട് കാറാൻ തുടങ്ങി. ഓ, എന്റെ വയറ് നിറഞ്ഞ സന്തോഷത്തില് ഭയങ്കരമായിട്ട് കൂവാൻ തുടങ്ങി. this donkey will make the voice തിന്നതിന്റെ സന്തോഷം. because of the happiness of അപ്പോഴാണ് eating. വീട്ടുകാരറിയണേ കഴുത കയറി തോട്ടത്തിൽ കയറി. But the owner understood. അവന്മാർ ഇങ്ങോട്ട് വന്ന് ഇതിനെ തല്ലിക്കൊന്നു. All they came and they ഇതാണ് killed. കഴുതയ്ക്ക് തിന്ന് തൃപ്തിയാനുള്ള കുഴപ്പം. It's a donkey when it's filled with money. വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവളുടെ നിമിത്തവും പിന്നെ അവള് നിലത്തും താഴെയൊന്നുമല്ല. And this woman will not അതിനെ go കുറിച്ച് down. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. I'm not going to explain. വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവൾ നിമിത്തം. A odious woman gets married. അർഹതയില്ലാത്തവര് Unworthy people, ആവശ്യമില്ലാത്ത സ്ഥലത്ത് കയറി ചെന്നാൽ when they go to the other place, അൺസൈക്കബിളായി മാറുമെന്ന് പറഞ്ഞു.
മലയാളത്തിൻ്റെ unbearable. They will become unbearable. അൺസൈക്കബിൾ. അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോഴും യോഗ്യമായിട്ടൊക്കെ വേണം ആലോചിച്ച് കെട്ടാൻ. So when they marry, we have to find the right one. അല്ലെങ്കിൽ യോഗ്യമായിട്ട് അവിടെ പണവും പ്രതാപവും അല്ല നോക്കേണ്ടത്. It's not about the money. നമുക്ക് കൊക്കിലൊതുങ്ങുന്നത് മതി, Whatever is suitable for us. കാശ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് For the money, ബുദ്ധിയില്ലാത്തതിനെ കല്യാണം കഴിക്കാൻ പോയാൽ if you marry the unknowledge one, അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. I am going to. വിലക്ഷണയ്ക്ക് വിവാഹം കഴിഞ്ഞാൽ അവൾ നിമിത്തം പിന്നെ നിലത്തും താഴെയല്ല നിൽക്കുന്നത്. അടുത്ത് ദാസി യജമാനത്തിയുടെ അയ്യോ, അത് അതിനേക്കാൾ കഷ്ടം. ചില വേലക്കാരികൾ യജമാനത്തിലാകത്തില്ല വീട്ടില്. Some of the servants become the heirs. അച്ചായന്മാരെ ശ്രദ്ധിച്ചോണം. വേലയ്ക്ക് നിർത്തുന്ന വീടുകളിലൊക്കെ അച്ചായന്മാരെ ശ്രദ്ധിച്ചോണം. The child should be careful. വേലക്കാരത്തി ഒരിക്കലും ഭാര്യ ആകത്തില്ലെന്ന് The വിചാരിച്ചോണം. handmaid cannot be the wife. ഭാര്യയുടെ സ്ഥാനം ഭാര്യയ്ക്ക് തന്നെ കൊടുത്തോണം. അല്ലേ? Give the place to her wife. വേലക്കാരത്തിക്ക് അവിടെ സ്ഥാനം കൊടുത്താൽ If you give the പണ്ട് handmaid, ഞാനൊരു പെയ്ത്തോണ്ടിരിക്കുമ്പോഴേ when I was in another faith home, 45 വർഷം കുടുംബജീവിതം സന്തോഷമായി ജീവിച്ച ഒരു കുടുംബം, a family who lived for 45 years, അവര് ഡൽഹി നാട്ടിൽ വന്ന് താമസിക്കുമ്പോഴേ they came from Delhi. ഒരു വേലക്കാരത്തി അവിടെ വിലക്ക് നിർത്തി. One of the worker അവളെ minister, മിടുക്കിയായ പെണ്ണ. she's a very nice girl. നൈസല്ല, She's a smart സൂപ്പർ one. സൂപ്പർ. She's a smart lady. സ്മാർട്ടും അല്ല, വലിയ കണിങ് ആൻഡ് ക്രൂക്കഡ് ടൈപ്പ്. കണിങ് ആൻഡ് ക്രൂക്കഡ്. She's a cunning and crooked. ഇവിടെ അച്ചായ സോപ്പിട്ട് കയ്യിലെടുത്തു. And she made this butter up this man. അച്ചായ നോക്കി സ്വന്തം ഭാര്യ പോലും കൊടുക്കാത്ത സ്നേഹമാണ് ആര് കൊടുക്കുന്നത്? വേലക്കാരത്തി. This man got a തന്റെ love. ഭാര്യ ഇന്ന് വരെ ഇഷ്ടെന്ന് പറയാത്തൊരു മനുഷ്യൻ, This man, he didn't say the wife. ഒരു കുറ്റം പറയാത്ത മനുഷ്യൻ, He will not blame the wife. ഈ വേലക്കാരത്തി ഈ പറഞ്ഞ ഈ അച്ചായനെ സോപ്പിട്ട് കയ്യിലെടുത്തു. After the servant handmaid came and butter up അച്ചായൻ this man. എന്താണോ രുചി ആവശ്യം അത് ഉണ്ടാക്കി കൊടുക്കും. Whatever the taste he needs, he is to make. എന്റെ ഭാര്യ പോലും ഇങ്ങനെ ഉണ്ടാക്കി തന്നില്ല. Even my wife is not making ആ this. വലുതാണ്. പക്ഷെ അവളുടെ ദേശം എന്താ? What is her aim? കാശടിച്ച് മാറ്റണം. To get money. അവസാനം അച്ചായന് At the end, this Achayan, ഭാര്യ പറഞ്ഞു ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ലേ, പറഞ്ഞു കൊണ്ടോന്ന് പറഞ്ഞു. the wife told, send her away. വരെയും വഴക്കുണ്ടാക്കാത്ത ആ കുടുംബത്തിൽ In that family, there is no quarrel നീ at ആരടി? all. That day, നീ ആരടി? who are you? നീ ഭരിക്കാൻ വരുന്നു. Are you ruling me? അപ്പൊ മോന് 44 വയസ്സുണ്ട്, The മൂത്ത മോന്. son has 46 എന്നിട്ട് years. പിള്ളേരുണ്ട്. The 2 or 3 children. ഇങ്ങനൊരു പാവത്താണ്, ഒരു വിധത്തിൽ പറഞ്ഞൊരു പാവത്താണ്. He is an innocent person, പക്ഷെ വലയിലായിപ്പോയി. but he was on the head. മൂത്ത മോൻ ഓടി വന്നു. The elder son came. അച്ഛാ ഞാൻ എന്ത് പറയാനാ, What I have to do? ആദ്യത്തെ സംഭവം This is the first incident. ഇവ തുറന്ന് പറയുന്നുമില്ല. He is not telling ഞാൻ openly. എന്തുവാണ് സംഭവം പറ. I asked, what is the അത് മമ്മി വേലക്കാരത്തിന് ഇവിടെ വേണ്ട പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞ അത്രേ ഉള്ളു കാര്യം. mummy asked to send this handmaid out of the house? അപ്പൊ എനിക്ക് കാര്യം പിടികിട്ടി. I understood. വേലക്കാരത്തെ പറഞ്ഞു വിടണമെങ്കിൽ കുക്കിംഗ് അതല്ലല്ലോ വിഷയം. It's not about the cooking, അത് അവർ പറഞ്ഞു കൊടുക്കും. and they will do. അപ്പൊ കാര്യം പിടികിട്ടി. I understood the things. ഇല്ല ചാകെ കുഴപ്പത്തിൽ കിടക്കുക, അച്ഛൻ ഒന്നേ ഒക്കത്തുള്ളൂ പറഞ്ഞു. Everything is trouble, you come. ഞാൻ ചെന്നു, I went there. എല്ലാവരും ഇരുത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. And then I asked all of them to pray. അപ്പോഴും പുള്ളി അങ്ങ് സീരിയസാ. ഞാൻ നിർത്തിയവളെ ഇവളെന്തിനാ പറഞ്ഞു വിട്ടത്? Why she is sending away, which I ഇവളെ have, ഇവിടുത്തെ ഭരണകർത്താവ്. how she is ruling in this house? പുള്ളി കുറേ ലെക്ചർ അടിച്ചു. And he is giving some lecture. ഞാൻ മുറിക്കകത്തോട്ട് അച്ഛനെനിക്ക് വരാൻ പറഞ്ഞു. And I asked the Achaya to come. മുറിക്കകത്ത് കയറി And Achayan came inside. ഇങ്ങനെ വരട്ടിയ വിരളുന്ന ആളാ. And I used ഞാൻ പറഞ്ഞു കർത്താവെ ക്ഷമിക്കണം, എന്നേക്കാൾ വളരെ പ്രായമുള്ള മനുഷ്യൻ, പക്ഷേ 2 ഡയലോഗ് പറയാതിരിക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് Oh Lord, forgive me. ഞാൻ ഈ മനുഷ്യനോട് 2 ഡയലോഗ് പറഞ്ഞു. 2 dialogues I given to him. മര്യാദയ്ക്ക് പോയി ഭാര്യയോട് ക്ഷമ വയ്ക്കാൻ പറഞ്ഞു. I go and ask forgiveness from 2 the wife. ഡയലോഗ് പറഞ്ഞോട്ടെ, തീറ്റൊന്നുമല്ല, നല്ല 2 ഡയലോഗ്. ഇപ്പൊ 2 പറയാൻ or ഒക്കത്തില്ല. 3 words I told you. ഉച്ചകഴിഞ്ഞ് പണിക്ക് വരാമെങ്കിൽ പറഞ്ഞുതരാം. ഉച്ചകഴിഞ്ഞ് പണിക്ക് വരാമെങ്കിൽ ഈ ഡയലോഗ് If പറഞ്ഞുതരാം you കേട്ടോ. come to the work, I will still this dialogues. ഇനി അത് കേൾക്കാൻ വരും, പണിക്ക് വന്നില്ല. അപ്പൊ അതുകൊണ്ട് അച്ചായൻ വരണ്ടു പോയി കേട്ടോ. This Achayan, അത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഡയലോഗ്. in the Holy Spirit I have told. ഞാൻ പറഞ്ഞു മൂത്ത മോന് 44 വയസ്സുണ്ട്. അടുത്ത ഡയലോഗ് പറഞ്ഞു. Your elder son has അവൻ 46 കൈ years. വെക്കണമെന്ന് ഞാൻ ചോദിച്ചു. Whether he has to put his hand upon you, അവൻ കൈ വെക്കണമെന്ന് ഞാൻ ചോദിച്ചു. whether he has to put his hand upon you. ഉള്ളി പൊട്ടിക്കരയാൻ തുടങ്ങി. Suddenly he cried. അത്മാൻ അവിടെ നിന്ന് കരഞ്ഞു. And he cried. ഞാൻ പറഞ്ഞു ഇനി ആ വേലക്കാരത്തി വേണം ഇവിടെ. Why you want this handmaid വേണ്ടേ there? വേണ്ടേ. No, I don't want her anymore. എന്നാ പോയി ഭാര്യയോട് ക്ഷമ വയ്ക്കാൻ പറഞ്ഞു. Then he asked forgiveness from അവര് the wife. കറക്റ്റാ. And everything was correct. ആ പിള്ളേരും ഉപയോഗിച്ചതിന് പുള്ളി ക്ഷമയും പറഞ്ഞു. And he asked forgiveness. പ്രശ്നവും തീർന്നു. And everything was അപ്പൊ solved. ഇതുകൊണ്ട് Likewise, ദാസി യജമാനത്തെയാകാൻ സൂക്ഷിച്ചോണം. the handmaid became the heir, should be careful. വേലയ്ക്ക് നിർത്തുന്നതൊക്കെ നല്ലതാണ്. Everything is good. തിരിച്ചുകൊണ്ട് അതേ ദേശത്ത് നടന്ന് മറ്റൊരു കാര്യം പറയാം. There's another incident ഒരു happened യാക്കോബ കുടുംബം in a Jacobite family വർഷങ്ങൾക്ക് മുമ്പാ many years back. ഒരു പണിക്കാരനെ നിർത്തി.
There is one servant. അവൻ വിശ്വസ്തയോടെ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുക. He was doing his work faithfully. അവന് ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ലോ കാസ്റ്റാണ്. It's a low caste പക്ഷെ person. അത് ലോ കാസ്റ്റ് ഒന്നും വിഷയമില്ല. അപ്പം നമ്മുടെ കുടുംബങ്ങളായാലും ശരി നല്ല സന്തോഷമായിട്ട് കുടുംബം പോലെ പോകുന്ന പാർട്ടികളൊക്കെ ഉണ്ടല്ലോ. The people live with their family is a one person. പക്ഷേ കൊച്ചമ്മയ്ക്ക് ഈ പണിക്കാരനോട് ഇച്ചിരി സ്നേഹം കൂടി. But this Kochamacha has some affection with this man. നോക്കണം, അവൻ്റെ കുറ്റമല്ല, It is not his mistake. കൊച്ചമ്മയുടെ കുറ്റമാണ്. It's a Kochama's നടന്ന mistake. സംഭവം പറയുന്നത് It happened വർഷങ്ങൾക്ക് മുമ്പ്. long years back. അപ്പോൾ കൊച്ചമ്മയ്ക്ക് ഇച്ചിരി സന്തോഷം കൂടി. The Kochama has some love. പിന്നെ 7-ാം കൽപ്പനയും കഴിഞ്ഞു. And 7th commandment is also ഒരു over. ദിവസം തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ താനത് കാണാനിടയായി. One day the husband seen the incident. കണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു രംഗം അങ്ങനെയല്ല, അതിൻ്റെ ആ ഒരു സാധാരണ രംഗം പോലെ. Like an ordinary thing. അപ്പോൾ പരുവക്കേടാന്ന് മനസ്സിലായപ്പോൾ കൊച്ചമ്മ പ്ലേറ്റ് അങ്ങ് തിരിച്ചു. When he understood this, Kochama has changed the ജോസഫിന്റെ കൊച്ചമ്മ പറഞ്ഞ പോലെ, like Joseph's wife told. അച്ചായാ ഇവൻ എന്നെ പിടിക്കാമെന്ന് മറ്റേ പറഞ്ഞാന്ന് പറഞ്ഞുകൊണ്ട് പണിക്കാരൻ എൻ്റെ ഭാര്യയെ Achaya, this man comes to take me. ഇയാൾ അടിച്ചു വിട്ട് ചെയ്ത് ആള് ചത്തുപോയി. And അങ്ങനെ അവൻ മരിച്ചു, കൊലപാതകനായി മാറി. he became a അപ്പൊ murderer. ഇങ്ങനെയുള്ള നെറുകെട്ട പെണ്ണുങ്ങൾ നിമിത്തം സ്വന്തം ഭർത്താക്കന്മാര് ജയിലിൽ പോകേണ്ട ജയിലിൽ പോയ കാശുള്ളവരായിട്ട് ജയിലിൽ പോയില്ല, കൊലപാതകരായി മാറും. So these ഇത് രണ്ടും സൂക്ഷിച്ചോണം. two things we have to be careful. ദാസി യജമാനായാലും ശരി ദാസനായാലും ശരി, When the handmaid and ഇനി servant, യജമാനത്തിൽ ദാസിയായി മാറിയാലും കുഴപ്പമാണ്. even this mistress became യജമാനത്തിൽ the ദാസിയുടെ handmaid, പോസ്റ്റ് വന്നാലും യജമാനൻ ദാസന്റെ പോസ്റ്റ് വന്നാലും ഇതൊക്കെ സംഭവിക്കും. it all will happen, vice versa as well. വളരെ ജാഗ്രതയോടെ But ജീവിക്കും. very careful. തേജസ്സിന്റെ കർത്താവ് വെളിപ്പെടാൻ സമയം. God is going to come very soon. അവൻ തേജസ് പ്രാപിക്കാൻ വേണ്ടി To receive the glory, നാമും അവനോട് കഷ്ടം അനുഭവിക്കുക. we need to suffer with him. അവനോട് കഷ്ടം അനുഭവിച്ചാൽ തേജസ്സിൽ വാഴാൻ When കഴിയും. we suffer with him, we will live in അവന് glory വിശുദ്ധരും നിഷ്കളങ്കരുമായി like a holy. അതിനുവേണ്ടി നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവരിയിൽ മരിച്ചു. Carried our sins and died in the Calvary. ആ കാൽവരിയിൽ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു. In the Calvary, Jesus bore our sickness. അവൻ രാജാവായി വരുമ്പോൾ As a king, when he come back, തന്നോട് കഷ്ടം അനുഭവിച്ച സഭയ്ക്കായി the church which is suffered with ഇതേ him, തേജസ്സും വാഴ്ചയും കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുക. God gives us same നമുക്ക് glory and അതിനുവേണ്ടി honor. ഒരുങ്ങാം. Let's get യേശു ready for it. വരാറായി. Jesus is going to come soon. തേജസ്സും വാഴ്ചയും തന്നോട് പ്രാപിച്ചു സിയോനിൽ താതാ തുല്യം പാടിയിടുവാ. തേജസ്സും വാഴ്ചയും നിന്നോട് പ്രാപിച്ചു സിയോനിൽ താതാ തുല്യം പാടിയിടുവാ. തന്നിടും നിന്റെ ദേഹം ദേഹി ആത്മാവുമാ നിന്തിരുകരമതിൽ നിത്യാവും പ്രിയ. തന്നിടും നിന്റെ ദേഹം ദേഹി ആത്മാവുമാ നിന്തിരുകരമതിൽ നിത്യാവും പ്രിയ. യേശുവേ നീ എൻ്റെ സ്വന്തമല്ലോ, എന്റെ ആനന്ദവുമേ നശയും നീയല്ലോ, ഇന്നുമെന്നും നാഥായി വരുവിൽ. എന്റെ ആനന്ദവുമേ നശയും നീയല്ലോ, ഇന്നുമെന്നും നാഥായി വരുവിൽ. തേജസ്സും വാഴ്ചയും നിന്നോട് പ്രാപിച്ചു ഹല്ലേലൂയ. ആത്മശക്തി പ്രാപിക്കുക, ദൈവശക്തിയാൽ നിറയുക. ലോടി ബിഖബാലരബല കഥുരബലമോഷിയാകുക. ആമേൻ. ശരബലബലബല കഥുരബലബലമം ധിരബലബലമം ഷിയാദിനാദിനാദിന. പ്രിയ ദൈവമക്കളെ, നാം തേജസ്സിൽ പാട്ടുകാരൻ പാടുന്ന പോലെ തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം നാം കാണാൻ പോവുകയാണ്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്ന പോലെ ഇപ്പോൾ നാം കാണുന്നത് പോലെ താൻ ഇരിക്കുന്നത് പോലെ നാം കാണുന്നതാകൊണ്ട് അവനോട് സദൃശരാകും. ഇവിടെ വെച്ച് തന്നെ നാം അവൻ്റെ മുഖരൂപം ദർശിക്കണം. എൻ പ്രിയൻ, നമ്മുടെ പ്രിയൻ തേജസ്സിൽ വെളിപ്പെടാൻ പോവുകയാണ്. അവൻ തേജസ്സിൽ വരുമ്പോൾ തേജസ്കരിക്കപ്പെട്ട പുത്രന്മാർ അവനോട് തേജസ്സിലേക്ക് എടുക്കപ്പെടും. നമുക്കും അതിനുവേണ്ടി ഒരുങ്ങാം.
എൻ പ്രിയൻ തേജസ്സിൽ വന്നിടുമ്പോ തന്നോട് തുല്യരാ മാറിടുവാൻ എൻ പ്രിയ